അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, നമ്മുടെ പൂതപ്പാറയിൽ വെച്ച് സംഘടിപ്പിക്കുന്ന ഈ ചർച്ചയുടെ സാഹചര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ അബ്ദുൽ വഹാസ് എന്ന പേരിൽ അറിയപ്പെടുന്ന അബ്ദുറഹ്മാൻ സാഹിബും അബൂബക്കർ നസാഫ് സാഹിബും തമ്മിലുള്ള ഒരു സംവാദ ചർച്ചയ്ക്കാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ ചർച്ചയിലേക്ക് വരാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട നസാബ് ഉസ്താദ് വിശദീകരിക്കും. അതിനു മുമ്പ് നമുക്ക് ഓരോരുത്തർക്കും പരിചയപ്പെടുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. ആമുഖമായി എല്ലാവർക്കും കൂടി ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. ഈ ടേബിളിന് പുറത്തുള്ള ആളുകൾ ദയവ് ചെയ്ത് സംസാരത്തിൽ ഇടപെടുകയോ മറ്റ് ശബ്ദങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യരുത് എന്ന് ഉണർത്തുകയാണ്. അല്ലേ? അപ്പോൾ അന്ന് ആദ്യമായി നമുക്ക് പരിചയപ്പെടാമെന്ന് തോന്നുന്നു. എൻ്റെ പേര് ഫസൽ കണ്ണപുരം. എൻ്റെ പേര് സാദിഖ് മാട്ടൂൽ. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അബ്ദുറഹ്മാൻ പൂതപ്പാറ. പേര് അബ്ദുൽ മാലിക് സൽഫി മറയൂർ. മുഹമ്മദ് ഷാഫി സലാഹി ചങ്ങലേരി. എൻ്റെ പേര് അബൂബക്കർ കോയ വളവട്ടണം. അസ്രഫ് സേബി കണ്ണൂർ കക്കാട്. അബൂബക്കർ നസാഫ് പുൽപ്പറ്റ. തുടങ്ങട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, നമ്മൾ ഈ രൂപത്തിൽ ഇവിടെ ഇരിക്കാൻ ഹേതുവായിട്ടുള്ളത് കഴിഞ്ഞ 10-ാം തീയതി കണ്ണൂർ പൂതപ്പാറ സലഫി മസ്ജിദിൽ വെച്ച് നമ്മളൊരു ആദർശ ക്ലാസ് നടക്കുകയും അതിൻ്റെ ഭാഗമായി ഏകദേശം 1 മണിക്കൂർ സമയം സംശയ നിവാരണത്തിന് അവസരം നൽകുകയുണ്ടായി. അതിൽ ചിരകാല സുഹൃത്തും പ്രവാസ ലോകത്ത് വെച്ച് നല്ല അടുപ്പവും പരിചയവും ഉണ്ടായിരുന്ന ഷെയ്ഖ് അബ്ദുറഹ്മാൻ, അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് 2 ചോദ്യം തരികയുണ്ടായി. പക്ഷേ 1 മണിക്കൂർ നേരം മാത്രമുണ്ടായിരുന്ന സംശയ നിവാരണത്തിന് ക്രമപ്രകാരം ചോദ്യം വായിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ സാധിച്ചില്ല, സമയം കിട്ടാത്തതുകൊണ്ട്. നേരത്തെ തുടങ്ങിയ പരിപാടി ആയതുകൊണ്ട് ഇഷ വരെ അപ്പുറം ഒരു വിലക്കും നീട്ടരുത് എന്ന് സംഘാടകർ തീരുമാനിച്ചിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ 2ാമത്തെ ചോദ്യത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വിഷയം അത് ഞാൻ വായിക്കാം. സിഹറിന്റെ ഹഖീഖത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ബാധിച്ചത് ഖുർആന് എതിരാണെന്ന നിങ്ങളുടെ വാദം തെറ്റാണെന്ന് സമർത്ഥിക്കാൻ ഒരു സംവാദം നടത്താമോ? ഇതായിരുന്നു അദ്ദേഹത്തിന്റെ വെല്ലുവിളിയോ അതല്ലെങ്കിൽ നമ്മോടുള്ള ചോദ്യമോ? ഈ ഭാഗം ഞാൻ വായിച്ച് ഉടൻ തന്നെ പറയുകയുണ്ടായി, ഞങ്ങൾ വ്യവസ്ഥാപിതമായ ഒരു സംവാദത്തിന് നിങ്ങളുമായി റെഡിയാണ്. പക്ഷേ സംവാദം നടത്തണമെങ്കിൽ വ്യവസ്ഥാപിതമായി ചില തീരുമാനങ്ങൾ എടുക്കാനുള്ളത് കൊണ്ട് തന്നെ വിഷയവും എത്ര ആള് എത്ര സമയം എങ്ങനെയൊക്കെ സംസാരിക്കണം എന്നുള്ളത് ആ ചർച്ച നടത്തിയിട്ട് സംവാദ വ്യവസ്ഥ എഴുതുന്ന സ്ഥലത്തും തീരുമാനിക്കാം. അപ്പൊ നമ്മൾ സംവാദം വ്യവസ്ഥാപിതമായി നടത്താം എന്നൊരു കാര്യത്തിൽ തീരുമാനമായി. എന്നാൽ മറ്റു വിഷയത്തിൽ ഒരു തീരുമാനം എടുത്തില്ല. പിന്നെ അറിയാത്തത് അലങ്കാരമായി കൊണ്ടെടുക്കുന്ന ചില സുഹൃത്തുക്കൾ ഇന്റർനെറ്റിൽ എഴുതുന്നത് അനുഭവപ്പെടുകയുണ്ടായി. മടവൂരികൾ ഒരു മറുപടി ഈ നിമിഷം വരെ കൊടുത്തില്ല ഈ അബ്ദുറഹ്മാന്റെ ചോദ്യത്തിന് നിന്ന്. ആ ചങ്ങാതിമാരറിവില്ലായ്മ അബ്ദുറഹ്മാന്റെ ചോദ്യത്തിന്റെ പ്രതികരണമായിട്ടാണ് ഇപ്പൊ ഈ ഇരിക്കുന്നത് ഇവിടെ. അതറിയാത്തവർ എങ്ങനെ നെറ്റിൽ പരസ്യം ചെയ്യുക? പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊരു അലങ്കാരമായി കാണുന്നവർ അങ്ങനെ അടിക്കട്ടെ. എന്റെ മുമ്പിൽ എന്റെ വലതുഭാഗത്തുള്ള ഷെയ്ഖ് അബ്ദുറഹ്മാനാണ്. അദ്ദേഹത്തിന്റെ ഈ വിളിയുടെ
അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ കാര്യങ്ങളുമായി മുന്നോട്ട് നീങ്ങുന്നത്, ഇന്ന് ഇവിടെ സംഗമിക്കേണ്ടി വന്നിട്ടുള്ളത്. പ്രശ്നം അപ്പോ അതെന്തെങ്കിലും ആവട്ടെ, ഇവിടെ സംഗതി ബഹുമാന്യനായ അബ്ദുറഹ്മാന് അറിയുന്നതാണ്. ഓപ്പറേറ്ററോട് നമ്മൾ ഇരിക്കാൻ പറയും. അപ്പൊ നമ്മൾ ഇങ്ങനെ അത് അറിയാതെ വരും. അപ്പോൾ നമ്മൾ ഇവിടെ ഈ രണ്ടു ഭാഗത്തായിട്ടിരിക്കുന്ന സുഹൃത്തുക്കൾ തമ്മിൽ ചില വിഷയങ്ങളിൽ തർക്കമുണ്ട് എന്നുള്ളത് പരമസത്യമാണ്. പക്ഷെ എല്ലാ വിഷയത്തിൻ്റെയും അടിസ്ഥാനം നമ്മെ സംബന്ധിച്ച് എൻ്റെ മുമ്പിലിരിക്കുന്ന സഹോദരങ്ങൾ ആക്ഷേപിക്കുന്നത് നമ്മൾ ഹദീസ് നിഷേധികളാണ്, മടവൂരികൾ ഹദീസ് നിഷേധികളാണ്. ഹദീസിലുള്ള കാര്യങ്ങൾ നിങ്ങൾ നിഷേധിക്കുന്നത് കൊണ്ടാണ് ജിന്ന് കൂടല്, അതുപോലെ തന്നെ ഹാളിറായ, ഖാദിറായ, പിന്നെന്താ ഹയ്യായ, അല്ലെ, സെമിയായ, ബസീറായ ഒന്നുമില്ലല്ലോ, ഇല്ല. ഈ 3 സിഫത്തുള്ള ജിന്നുകളോട് തേടാറ് പറയുന്നില്ല, ചോദിക്കല് നിങ്ങൾ നിഷേധിക്കാനുള്ള കാരണം നിങ്ങൾ ഹദീസ് അംഗീകരിക്കാത്തത് കൊണ്ടാണ്. ഷെയ്ത്താൻ കൂടും രോഗമുണ്ടാക്കും എന്നുള്ളത് നിങ്ങൾ അംഗീകരിക്കാത്തത് നിങ്ങൾ ഹദീസ് നിഷേധികളായതുകൊണ്ടാണ്. സിഹറിന് ഹഖീഖത്തുണ്ട്, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പോലും ഏതോ ഒരു യഹൂദി വിട്ട പൈശാചിക ബാധ അഥവാ പിശാചി മുഖേന ഉള്ള മുസാവലത്തുൻ നുഫൂസിൽ ഖബീസ എന്ന് പറഞ്ഞ കൂടോത്രം ബാധിച്ചു. ആ ഹദീസ് നിങ്ങൾ നിഷേധിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ കണ്ണേറ്, അതുപോലെ എന്തെല്ലാം മുജാഹിദ് പ്രസ്ഥാനം കഴിഞ്ഞുപോയ പൂർവികന്മാർ, കേരളത്തിലെ പണ്ഡിതന്മാരും പ്രവർത്തകരും തിരസ്കരിച്ചോ അത് മുഴുവൻ പൊടി തട്ടി കൊണ്ടുവരുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ഇത് നമ്മൾ അംഗീകരിക്കാത്തതിനു കാരണമായി പറയുന്നത് നിങ്ങൾ ഹദീസ് നിഷേധികളാണ്. ഇവിടെ നമ്മൾ എന്ന് ഈ ആരോപണം നമ്മുടെ മുമ്പിൽ വന്നോ അന്ന് മുതൽ പറയുന്നുണ്ട്, ഞങ്ങൾ ഹദീസ് നിഷേധികളല്ല, ഞങ്ങൾ ഹദീസ് നിഷേധികളല്ല. ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്ന എല്ലാം കണ്ണടച്ച് അംഗീകരിക്കൽ, ഖുർആനെ പോലെ നിരുപാധികം അംഗീകരിക്കൽ ഒരു ഷർത്തായി മുസ്ലിം ഉമ്മത്ത് ഒരൊറ്റ പണ്ഡിതനും ഇക്കാലം വരെ പറഞ്ഞിട്ടില്ല. ഒന്നുകൂടി പറഞ്ഞുതരാം. ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നത്, ഹദീസ് എന്ന പേരിൽ വന്നത് മുഴുവൻ നിരുപാധികം കണ്ണടച്ച് അംഗീകരിക്കാവുന്ന വ്യവസ്ഥ മുസ്ലിം ഉമ്മത്തിൽ ഒരു പണ്ഡിതന്മാർ ഇക്കാലം വരെ പറഞ്ഞിട്ടില്ല. അതേ സമയത്ത് ഇവർക്ക് താല്പര്യമുള്ള ചില കിതാബും ചില ഹദീസും ചിലത് ഇവർ തള്ളുന്നുണ്ട്, ചിലർ കൊള്ളുന്നുണ്ട്. താല്പര്യങ്ങൾക്കനുസരിച്ച് അന്ധവിശ്വാസവുമായി ബന്ധിതമായ വിഷയത്തെ അത് അംഗീകരിക്കണം എന്ന് പറഞ്ഞു വാശി പിടിക്കുന്നു. ഇവിടെ അടിസ്ഥാനപരമായി നമ്മൾ രണ്ടു കൂട്ടരുള്ള തർക്കം ഹദീസ് നിഷേധമാണ്. ഹദീസ് നിഷേധമാണ് അല്ലേ? അല്ല, അത് പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞു ഞാൻ സംസാരിക്കണം, ആ സമയത്ത് സംസാരിക്കാം. അല്ല, അത് പറഞ്ഞു നിങ്ങൾ ഞാൻ 5 മിനിറ്റ് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, പറഞ്ഞോട്ടോ. 5 മിനിറ്റ് അബ്ദുറഹ്മാൻ, നിങ്ങൾ ആരെങ്കിലും ആമുഖം നിലക്ക് 5 മിനിറ്റ്, ഒരു മിനിറ്റ് സ്ഥലമായി 5 മിനിറ്റ് അദ്ദേഹം പറയാം. പിന്നെ ഒരു 3 മിനിറ്റ് നമ്മൾ സംസാരിച്ച പോലെ വ്യവസ്ഥക്ക് സംസാരിക്കാൻ അതിന് വേറെ വ്യവസ്ഥ ഉണ്ടാക്കണം. ആയിക്കോട്ടെ, ഇതിന്റെ ബാക്കിയായിട്ട് ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ അതിന് അംഗീകരിച്ചാൽ അത് തന്നെ ഉണ്ടായതെന്ന് പറയാം. അതല്ലെങ്കിൽ അങ്ങനെയല്ല, നസ്സാഫ് പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ മൈക്കെടുത്ത് ജിന്നും ശൈത്താനും ഹയ്യും ഹാദിറും ഖാദിറും ആ വിഷയമാണ് ഇവിടെ ചർച്ച നമ്മൾ പറഞ്ഞിട്ടില്ല. നിങ്ങൾ എണീറ്റും സംസാരിക്കാനല്ല വേണ്ടത്. ഇതിന് ആമുഖമായിട്ട് 5 മിനിറ്റ് സംസാരിക്കട്ടെ. നിങ്ങൾ സംവാദം ചർച്ച ഞങ്ങൾക്ക് പറയാല്ലേ പറഞ്ഞ പോലെ ഞങ്ങൾക്കൊന്നും അറിയാം. ഞങ്ങൾ പ്രസംഗിച്ചു പറഞ്ഞാൽ എത്ര മിനിറ്റ് ഏറി ഞങ്ങൾ പറഞ്ഞത്? ഇവിടെ ഏറെല്ല പ്രശ്നം. ഞാൻ ഒരു മിനിറ്റ് മൈക്കെടുത്താൽ 1 മിനിറ്റ് മൈക്കെടുത്താം. ശരി, നിങ്ങൾ എത്ര മിനിറ്റ് സംസാരിക്കും? നിങ്ങളെപ്പോലെ ഒരു മിനിറ്റ്. അങ്ങനെ നിങ്ങൾ ഒറ്റ 5 മിനിറ്റ് സംസാരിക്കും. ഞാൻ 5 മിനിറ്റ് സംസാരിക്കുന്ന മുമ്പ് ആശിഷനെ കാട്ടു. അങ്ങനെ 1 മിനിറ്റ് അവിടേക്ക്. നമ്മൾ എല്ലാ സംവാദത്തിന്റെ വ്യവസ്ഥയിൽ ഒരാൾ ആദ്യം 5 മിനിറ്റ്, പിന്നെ അടുത്ത ആൾ 5 മിനിറ്റ്, പിന്നെ തീരുമാനം പറയട്ടെ. തീരുമാനമായിട്ടില്ലല്ലോ. നിങ്ങൾ
പ്രസംഗിച്ചു. വ്യവസ്ഥയിൽ സംസാരിക്കാൻ വേറെ വ്യവസ്ഥ എഴുതണം. എന്താ കരണമറിച്ചിൽ വേണ്ട, കരണമറിച്ചിൽ വേണ്ട. ഞാൻ അത്ര മിനിറ്റ് സംസാരിച്ചു. വിഷയമല്ല, ഞാൻ സംസാരിച്ച അത്ര മാത്രം സംസാരിച്ചു. ഞാൻ സംസാരിച്ച അത്ര. മൂപ്പര് എങ്ങനെ 5 മിനിറ്റ് സംസാരിക്കുക? അപ്പൊ അനീതിയാവില്ലേ? സഹോദരൻ സംഘടിപ്പിക്കുന്ന ആളുകളാണ്. നിങ്ങൾ പറഞ്ഞ 5 മിനിറ്റ് നിങ്ങൾ പറഞ്ഞപ്പോ പറഞ്ഞു അയാൾക്ക് പറഞ്ഞു കൽപ്പിച്ചു. 5 മിനിറ്റ് നടത്ത ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ മതി. എന്താ ഞാൻ നിങ്ങളെ പോലെ എടുത്ത് പ്രസംഗിക്കാഞ്ഞത്? ഞാൻ ആ നാട്ടിൽ നിന്ന് വന്നു, നിങ്ങളും വേറെ നാട്ടിൽ നിന്ന് വന്നു. ഇതിലൊന്നും പ്രതിയല്ല. കാരണം വെല്ലുവിളിക്കുന്നത് ഉണ്ടായിട്ടില്ല. ഒരു മിനിറ്റ്. നമ്മൾ ഇദ്ദേഹം ആദ്യം പറഞ്ഞത് നമ്മളൊന്ന് പരിചയപ്പെടുക എന്നാണ്. നമ്മൾ ഓരോരുത്തരും മൈക്കിട്ട് പരിചയപ്പെടുത്തി പിന്നെ നിങ്ങളുടെ സ്വയം പ്രസംഗം തുടങ്ങി. ഞാൻ പറഞ്ഞത് ഈ പൂരപ്പാറ സ്വദേശി അബ്ദുള്ളഹാസ് എന്ന അബ്ദുറഹ്മാനും അബൂബക്കർ നസാഫ് സാഹിബും തമ്മിലുള്ള ചർച്ചയുടെ തുടക്കമാണ്. ഈ ചർച്ചയിലേക്ക് വരാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് അബൂബക്കർ നസാഫ് സാഹിബ് വിശദീകരിക്കുന്നതായിരിക്കും. അതിനു മുമ്പ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഞാൻ പറഞ്ഞു നസാഫ് ഉസ്താദ് പറഞ്ഞത് ഇവിടുത്തെ സാഹചര്യം ഇല്ല. ഇവിടെ ഹയ്യും ഹാദറും ഖാദറും ഇവിടെ സാഹചര്യത്തിലില്ല. ഹയ്യും ഹാദറും ഖാദറും സമീവും ബസീറും സാഹചര്യത്തിലുണ്ടോ? ആ സാഹചര്യം എന്താണ് അദ്ദേഹം വിശദീകരിക്കട്ടെ. എന്നിട്ട് നമുക്ക് 5 സംസാരം എന്നിട്ട് സമയം വെച്ചൊരു സംസാരം തുടങ്ങാം. ഇപ്പൊ ഈ സംസാരിക്കൊക്കെ അധികപ്പറ്റാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ സംവാദത്തിന് ഞങ്ങൾ റെഡിയാ, വിഷയം എഴുതിയില്ല എന്ന് പറഞ്ഞു. ഇനി സംവാദത്തിന് ഞങ്ങൾ പറയാനുള്ള വിഷയം പറയാൻ പോവുകയാണ്. ഈ 5 മിനിറ്റ് നിങ്ങൾക്ക് സംസാരിക്കാം. അല്ലല്ല ഇവിടെ വിഷയം ഉണ്ടായത്. ഇവിടെ ഇദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ ആമുഖ ഭാഷണത്തിൽ ഇദ്ദേഹം പറഞ്ഞു ഇനി സംവാദത്തിലേക്ക് എത്താനുള്ള ഇനി എന്ത് ചെയ്യണം? ഇദ്ദേഹം പറഞ്ഞു ഇതിലേക്ക് എത്താനുള്ള പശ്ചാത്തലം അബൂബക്കർ നസാഫ് ഉസ്താദ് സംസാരിക്കുമെന്ന് പറഞ്ഞു. നിങ്ങളുടെ പശ്ചാത്തലം 1 മിനിറ്റ് സംസാരിച്ച് പിന്നെ അയ്യും കാദറും സമീയും ബസീറും പരിഹാസ രൂപത്തിൽ സമീം ബസീർ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അതിന് പുറമെ പൂർവിക പണ്ഡിതന്മാർക്കാർക്കും പരിചയമില്ലാത്ത പുതിയ വാദങ്ങളാണ് കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞു. ഇതൊന്നും പറയേണ്ട അവസരമല്ല. അതൊക്കെ നമുക്ക് ചർച്ചയിൽ പറയാം, വാദപ്രയോഗത്തിൽ പറയാം. വ്യവസ്ഥ എന്താണ്? വിഷയം പറയാം. അതെ, വിഷയം മാത്രമല്ല പറഞ്ഞത്. നിങ്ങൾ വിഷയം മാത്രമല്ല. അതിന്റെ മുമ്പ് നിങ്ങൾ സമീഉം ബസീറും എടുത്തിട്ടു. നിങ്ങൾക്ക് സമീഉം ബസീറും ഹയ്യും ഹാലും ഇവിടെ ഉദ്ദേശിച്ച വിഷയം തിരിച്ചു കളയാൻ ആലോചനയുണ്ടെങ്കിൽ അത് നിർത്തുക. അതൊക്കെ ചർച്ചയിലേക്ക് വരാനുള്ള സാഹചര്യമാണ്. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ എന്താ ചെയ്ത് നിൽക്കണോ? 5 മിനിറ്റ് ആവാത്ത എന്റെ മൈക്ക് പിടിച്ച് വാങ്ങി നിങ്ങളെ കൂട്ടുകാരോട് 5 മിനിറ്റ് ഞാൻ പറഞ്ഞു അതാണ് ഇവിടെ നിങ്ങൾ ഈ അല്ല സംസാരിക്കാം. നമുക്ക് ഒക്കെ സംസാരിക്കാം. ഒരു മിനിറ്റ്. അതാണെന്ന് വെച്ചാൽ ഇവിടെ അതായത് ഈ ഒരു ചിറ്റിങ്ങിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഒരു സാഹചര്യം മാത്രം. അല്ല അങ്ങനല്ല. അതായത് നസാഫ് ഉസ്താദ് പൂതപ്പാറ ഈ വിഷയങ്ങൾ സംസാരിക്കുന്നതിന് മുമ്പേ ഈ വിഷയങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തിട്ടുണ്ട്. അതിന് മുന്നോടിയായിട്ട് ഒരു ലെറ്ററൊക്കെ കൊടുത്തിട്ട് അത് സവസ്തുത അറിയില്ല. ഒരു മിനിറ്റ്. വിഷയം ഉസ്താദ് പള്ളിയിൽ ഒരു പരിപാടി വെച്ചപ്പോൾ നവാസ് എനിക്ക് മെസ്സേജ് അയച്ചു, ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ട്, സംശയങ്ങൾ ചോദിക്കാം ഒക്കെ ചോദിച്ചു. അങ്ങനെ നിങ്ങളുടെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് സിഹറുമായി ബന്ധപ്പെട്ടിട്ട് തൗഹീദിന്റെ കാവലാളായിട്ട് നിങ്ങൾ എണ്ണിയ ആളാണ് ഇബ്നു തൈമിയ, ഇബ്നു ഖയ്യിം, അതുപോലെ തന്നെ അബ്ദുൽ വഹാബ്. നിങ്ങൾ ആ സംസാരത്തിൽ അത് വന്നപ്പോഴാണ് ഞാനൊരു ചോദ്യം എഴുതി തരുന്നത്. ഈ വിഷയത്തിൽ നിങ്ങൾ പറഞ്ഞ പോലെ തൗഹീദിന്റെ കാവലാളാണ് ഈ 3 ആൾക്കാർ എന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇവർ 3 ആളും സിഹറിനെ അംഗീകരിക്കുന്നവരാണ്. ആ സിഹറുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംവാദത്തിനാണ്. നമുക്ക്
ആ സിഹറുമായിട്ടുള്ള സംവാദത്തിനാണ് നമ്മൾ ഒരുക്കം. അതുപോലെ തന്നെ നിങ്ങൾ അന്നത്തെ പ്രസംഗത്തിൽ നിങ്ങൾ പറഞ്ഞിട്ട് മൊയ്തീൻ ഷെയ്ഖിനെ എവിടുന്ന് വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും ഏത് ഭാഷയിൽ വിളിച്ചാലും കേൾക്കും, ഉത്തരം ചെയ്യും എന്ന വിശ്വാസത്തോടെ എൻ്റെ മനസ്സിലുള്ളത് പോലും അറിയും എന്ന വിശ്വാസത്തോടെ അങ്ങനെ ഇല്ലാത്ത വിശ്വാസം ഉണ്ടാക്കി വിളിക്കുക, അള്ളാഹുവെ സംബന്ധിച്ചുള്ള വിശ്വാസം ഇദ്ദേഹത്തിന് ചേർത്തി കൊടുക്കുമ്പോഴാണല്ലോ ശിർക്കായത് എന്നതുപോലെയാണ് സിഹറും. ഒരു മൊഹീദ്ദീൻ ഷെയ്ഖിനെ വിളിക്കുന്നത് പോലെയാണ് സിഹർ ആണെങ്കിൽ അമാനി മൊഴി മുതൽ അങ്ങോട്ട് ഇബ്നു ജരീർ തബരി വരെയുള്ള മുഴുവൻ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഇസ്ലാമിന് പുറത്താണ്. അതുകൊണ്ടാണ് അല്ല സിഹർ ഇന്നെ പറയാൻ പറ്റൂല. നിങ്ങൾക്ക് ഇബ്നു തൈമിയ നിശ്ചയിച്ച പാശ്ചാത്തലാണ് വരുന്ന പാശ്ചാത്തലാണ്. ആ പശ്ചാത്തലം ഞാൻ പറഞ്ഞപ്പോ പറ്റൂല. വിഷയത്തിലേക്ക് പോകാൻ ഇത് പശ്ചാത്തലമല്ലോ, ഈ ലെറ്റർ പശ്ചാത്തലമാണ്. ഈ ലെറ്റർ പശ്ചാത്തലം അബ്ദുറഹ്മാൻ ഇപ്പോൾ ഉന്നയിച്ച ലെറ്റർ ഈ സംവാദത്തിന്റെ അവസരമാണ്. അല്ല അല്ല അപ്പൊ എങ്ങനെ ഈ ലെറ്റർ എങ്ങനെ ഇപ്പോൾ പറയുന്നു? അബ്ദുറഹ്മാൻ പറയട്ടെ ഈ ലെറ്ററും ഈ ചർച്ചയും തമ്മിൽ എന്താണ് പശ്ചാത്തലം? ആയിക്കോട്ടെ. ഫാസൽ ചോദിച്ചു ഈ ലെറ്ററും ഈ പാശ്ചാത്യം തമ്മിൽ എന്താ ബന്ധം? ഈ ലെറ്ററിന് ഒരു മറുപടി തരാത്തത് കൊണ്ട് നേരിട്ട് ഡയറക്റ്റ് ഇദ്ദേഹത്തോട് ചോദിക്കാൻ വേണ്ടി വന്നതാണ് പശ്ചാത്തലം. ഇതിനൊരു മറുപടി കിട്ടിയില്ല, സംവാദം നടക്കില്ല എന്നൊരു തോന്നൽ വന്നപ്പോൾ ഡയറക്റ്റ് ഉസ്താദിന്റെ ക്ലാസ്സിൽ വേണ്ടി ഉസ്താദിനോട് ഇതേ വിഷയത്തിൽ ഒരു വാദപ്രവാദത്തിനുണ്ടോ ഞാൻ ചോദിച്ചത്. ഇതാണ് വസ്തുത, ഇതാണ് പശ്ചാത്തലം. ഓക്കെ. ഈ ലെറ്റർ കൊടുക്കുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട സാദിഖ് സാഹിബ് എന്നെ വിളിച്ച് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടാണ് ഈ ലെറ്റർ കൊടുക്കുന്നത്. സാദിഖ് സാഹിബിന് വേണ്ടി അന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് ഔദ്യോഗികമായ രീതിയിലുള്ള സംഘടനാതലത്തിലുള്ള ചർച്ചയ്ക്കാണ് എങ്കിൽ ഔദ്യോഗികമായ ലെറ്റർ പേര് സംഘടന ലെറ്റർ പേരിൽ ഇവിടെയുള്ള KNM മർക്കസ് ദഅവ വിഭാഗത്തിന് ലെറ്റർ കൊടുത്താൽ ആ രീതിയിൽ സംഘടിപ്പിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ നിങ്ങൾ കൊടുത്തത് സലഫി സെന്റർ പൂതപ്പാറ എന്ന് പറയുന്ന അവിടെയുള്ള ഒരു സംഘടന തട്ടിക്കൊടുക്കാൻ ഔദ്യോഗികമായിട്ട് ഒരു പരിവേഷം ഇല്ലാത്ത രീതിയിൽ. അതോടുകൂടി ഞാൻ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, ഞാൻ പറഞ്ഞ രീതിയിലല്ല നിങ്ങൾ ലെറ്റർ കൊടുത്തത് കൊണ്ട് തന്നെ ആ ലെറ്ററും സംവാദവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന്. അപ്പോൾ ഈ ചർച്ചയും ഈ ലെറ്ററും തമ്മിൽ ഒരു ബന്ധവുമില്ല. പിന്നെ രണ്ടാമത് ഹലോ ആയിക്കോട്ടെ, അത് ചർച്ച വന്നോട്ടെ. ഹലോ പശ്ചാത്തലാണ്. അപ്പൊ ആ ലെറ്ററും ഈ ചർച്ചയും തമ്മിൽ യാതൊരു ബന്ധമില്ല എന്ന് ആമുഖമായി സൂചിപ്പിക്കട്ടെ. പിന്നെ ഈ ചർച്ചയിലേക്ക് വരാനുണ്ടായ സാഹചര്യം അബൂബക്കർ സാഹിബ് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 10-ാം തീയതി ഇവിടെ പൂതപ്പാറ സലഫി മസ്ജിദിൽ വെച്ച് നടന്ന ഒരു ക്ലാസ്സിൽ മുഖാമുഖത്തിൽ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ സാഹിബ് ഒരു എഴുത്ത് കൊടുത്തപ്പോൾ അദ്ദേഹം വ്യക്തിപരമായി തന്നെ പറഞ്ഞു, വിഷയമൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം, അങ്ങനെ ഒരു ചർച്ച എന്ന നിലക്ക് നമുക്ക് ഇരിക്കാൻ തയ്യാറാണെങ്കിൽ അറിയിക്കുക എന്ന് പറഞ്ഞു. അതിനുശേഷം അബ്ദുറഹ്മാൻ സാഹിബും നസാബ് സാഹിബും തമ്മിൽ ടെലിഫോണിലൂടെ വ്യക്തിപരമായി ബന്ധപ്പെട്ടതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു രൂപത്തിലേക്ക് ഇവിടെ ഇറങ്ങിത്തുന്നത്. അല്ലാതെ ഈ കത്തും ഇതുമായി യാതൊരു ബന്ധവുമില്ല. ശരി, ഞാൻ പറയാം വിഷയത്തെ കുറിച്ച്. ആരൊക്കെ സംസാരിക്കുന്ന ഒരു വ്യവസ്ഥ അഞ്ച് മിനിറ്റ് ഫസ്റ്റില് രണ്ടു കൂട്ടരും സംസാരിക്കാം, പിന്നെ ഒരു മാക്സിമം 3 ചെറിയ ഇടപെടലുണ്ടായിരുന്നു. ഒരാള് സംസാരിക്കുമ്പോൾ ഒരു വിഷയത്തിൽ ഒരാളെ സംസാരിക്കാൻ ഞാൻ കണ്ടതാ പറയുന്നത്. 3-4 പേര് ഒരുമിച്ചാന്ന് അദ്ദേഹം ആ രീതി നമുക്ക് മാറ്റി വെക്കാം. ഒരേ സമയം ഒരാളെ സംസാരിക്കും. നിങ്ങളെ 4 ആളെ സംസാരിച്ച് ശ്രദ്ധിക്കാൻ ഒരാൾക്ക് കഴിയുന്ന ഞാൻ 5 മിനിറ്റ് സംസാരിക്കട്ടെ. എന്ത് 5 മിനിറ്റ് സംസാരിക്കണോ അതോ 3 മിനിറ്റ് സംസാരിക്കണോ? 4 മിനിറ്റോളം സംസാരിച്ചില്ല. നമ്പറൊന്നും ഇവിടെ നടക്കൂല സാധനത്തിലായി. നിങ്ങൾ ഒന്നുകിൽ നറുക്കിടി, അല്ലെങ്കിൽ ഇനി സംസാരിക്കും വല്ല രസായിട്ടുള്ള ആൾക്കാർ. ഇനി 5 മിനിറ്റ് സംസാരിക്കുന്ന ആശയൊക്കെ ഒലിച്ചു പോകും. ഞാനാണ് തുടങ്ങുമ്പോൾ അതും പറ്റൂല, അങ്ങോട്ട് പറ്റൂല.
പിന്നെ നിങ്ങൾക്ക് ഉമരിക്ക് 5 മിനിറ്റ് തുടക്കം സംസാരിക്കണം. സഹോദര നമ്മൾ ഇതൊക്കെ നിങ്ങൾ 5 മിനിറ്റ് സംസാരിക്കും. നിങ്ങളെ പക്ഷത്ത് ആരെങ്കിലും 5 മിനിറ്റ് ഞങ്ങൾക്ക് വിശ്വാസം കാരണം എന്തെങ്കിലും അങ്ങനെ ഇതില്ലേ. ഞാൻ എന്റെ പേര് തർക്കിക്കേണ്ട ആവശ്യമില്ല. എന്താ എഴുതിക്കണേ? നോക്കിക്കോളി, ടൈം നോക്കിക്കോളിട്ടോ. ഇതിന്റെ ശേഷം ആ മൊബൈലിൽ വെച്ചാൽ മതി. ഞാൻ പിന്നെ 5 മിനിറ്റ് ഇങ്ങനെയല്ലേ നമ്മൾ പിന്നെ നിങ്ങൾ 5 മിനിറ്റ് പിന്നെ എല്ലാവരും 3 മിനിറ്റ് പോരെ. ഇനി സംസാരിക്കുന്നത് എന്തും സംസാരിക്കും. നിങ്ങളും സംസാരിക്കും, നമ്മൾ സംസാരിക്കും. ഇതുമായി ബന്ധപ്പെട്ട അല്ല, അത് മറ്റേ ഇടപെടാൻ പറ്റൂല, കയ്യേറാൻ പറ്റൂല. ഇത് സംബന്ധമായിട്ട് സംസാരിക്കേണ്ടി വരും, സംസാരിക്കണം, ഹദീസ് സംസാരിക്കണം. ഇതൊന്നും മുന്നേറ്റാണ് നിങ്ങൾ വേറെ പോയി സംസാരിക്കുന്ന സമയം കളി. നിങ്ങൾ അങ്ങനെ സഹിഷ്ണുതല്ല. നിങ്ങൾ അതിനൊക്കെ കുറവുണ്ട്, നിങ്ങൾക്ക് കുറവുണ്ട്. അങ്ങനെ പ്രശ്നം തന്നെ അവിടെ ഇനി അവിടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തുടങ്ങാണ്. ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് ഇങ്ങനത്തെ ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോ കേരളക്കരയിലും പുറത്തും നിങ്ങൾ ഉന്നയിക്കുന്ന ഏറ്റവും വലിയ ആരോപണം ഞങ്ങൾ ഹദീസ് നിഷേധികളാണ്. ബുഖാരി മുസ്ലിമിലെ അടക്കമുള്ള ഹദീസുകൾ ഞങ്ങൾ നിഷേധിക്കുന്നു. ഞങ്ങൾ പറയുന്നു ഞങ്ങൾ ഹദീസ് നിഷേധികൾ അല്ല എന്ന് സലക്ഷം തെളിവ് സഹിതം പറഞ്ഞെന്നാലും അവിടെ നിന്നാണ് വിട്ട വീണ്ടും നിങ്ങൾ ഈ കള്ളത്തരം പറയൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഹദീസ് നിഷേധികളാണോ അല്ലേ? തന്നെയല്ല, ഈ ഹദീസ് നിഷേധികളാണ് അല്ലേന്ന് തെളിവ് സഹിതം തെളിയിക്കപ്പെട്ട പിന്നെ ജിന്ന്, സിഹ്റ്, ശൈത്താന്, മന്ത്രതന്ത്ര കുതന്ത്രമൊക്കെ ഇതിൽ ഒതുങ്ങും ചെയ്യും. അപ്പോ ഞങ്ങൾ ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് കേട്ടോ. സഹീഹുൽ ബുഖാരി, സഹീഹ് മുസ്ലിം അടക്കമുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിലുള്ളതെല്ലാം ഖുർആൻ പോലെ നിരുപാധികം അംഗീകരിക്കേണ്ടതില്ല. അവയുള്ള ചില ഹദീസുകളെ സലഫുകളായ മുഹദ്ദിസുകളും ആധുനികനായ അൽബാനിയും വിമർശിച്ചിട്ടുണ്ട്. ആ മഹാന്മാരും അവരുടെ വാക്കുകളെ എടുത്തുദ്ധരിക്കുന്നവരും ഹദീസ് നിഷേധികളാണ്, നരകത്തിലാണ് എന്ന വാദം കള്ളത്തരവും കാപ്പട്യവുമാണ്. എന്നാൽ ഉസൂലുൽ ഹദീസ് അഥവാ ഹദീസ് നിദാന ശാസ്ത്ര നിയമം അനുസരിച്ച് സഹിയായ ഒരു ഹദീസും നിഷേധിക്കാവുന്നതുമല്ല. ഇതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള വിഷയമായിട്ട് വെക്കാനുള്ളത്. ഇത് നിങ്ങൾക്ക് പറ്റാത്ത ഏതെങ്കിലും ഭാഗം ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അത് പറയാം. അതല്ല, ഞാൻ ഒന്നുകൂടി എന്റെ സമയത്ത് ഒന്നുകൂടി വായിക്കണം. കുറച്ച് നീണ്ട വാചകമായതുകൊണ്ട് പക്ഷേ വേണ്ട വായിക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. സഹീഹുൽ ബുഖാരി, സഹീഹ് മുസ്ലിം അടക്കമുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിലുള്ളതെല്ലാം ഖുർആൻ പോലെ നിരുപാധികം അംഗീകരിക്കേണ്ടതില്ല. ഞാൻ അംഗീകരിക്കണം നിങ്ങൾ നിങ്ങൾക്ക് ആലോചിച്ച് നിങ്ങൾക്ക് അങ്ങനെ ഇതാ. അവയിലുള്ള ചില ഹദീസുകളെ സലഫുകളായ മുഹദ്ദിസുകളും ആധുനികനായ അൽബാനിയും വിമർശിച്ചിട്ടുണ്ട്. ഇല്ല, അവരാരും വിമർശിച്ചിട്ടില്ല എന്നുള്ള അഭിപ്രായം നിങ്ങൾക്ക് അങ്ങനെ ഇതാ. ആ മഹാന്മാരും അവരുടെ വാക്കുകളെ എടുത്തുദ്ധരിക്കുന്നവരും ആരായാണെങ്കിലും ഹദീസ് നിഷേധികൾ അതാ അത് പറഞ്ഞ ഹദീസ് നിഷേധി ആ മഹാന്മാരോ അങ്ങനത്തെ ആ അവസ്ഥ. എന്നിട്ടോ ഇത് പറയണോ നരകത്തിലാണ് എന്ന് തൊണ്ട വീർപ്പിച്ച് ചില ആൾക്കാരെ പ്രസംഗിക്കുക. ഇത് കാപ്പഡ്യമാണ്, കള്ളത്തരമാണ് ഈ പറയുന്നത്. ഇതാണ് ഞങ്ങളുടെ വാദം. എന്നാൽ ഹദീസിന്റെ വിഷയത്തിൽ ഞങ്ങളുടെ തീരുമാനം, ഞങ്ങളുടെ അഭിപ്രായം ഉസൂലുൽ ഹദീസ് അഥവാ ഹദീസ് നിദാന ശാസ്ത്രം അനുസരിച്ച് സഹിയായ ഒരൊറ്റ ഹദീസും നിഷേധിക്കാവതല്ല. ഇതാണ് ഞങ്ങൾക്കുള്ള വാദം. ഈ വാദത്തിന് എന്നാല് എല്ലാ ഇതിൽ ഒതുങ്ങി നിങ്ങൾക്ക് സെഹ്റ് പറയാ, ജിന്ന് പറയാ, ശൈത്താൻ പറയാ, മന്ത്രം പറയാ, കണ്ണേറ് പറയാ, ഇനി വേറെ വല്ലതും ഉണ്ടെങ്കിൽ ഖുറാഫാത്ത് ഉണ്ടെങ്കിൽ അതും പറയാം. എന്നാൽ മെയിൻ അടിസ്ഥാനപരമായിട്ട് ഹദീസ് നിഷേധമാണല്ലോ. ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളെ നിരപരാധിത്വം തെളിയിക്കുന്ന വേണം. ഞങ്ങളെപ്പറ്റി നിങ്ങൾ ഇത് അനാവശ്യമായി നിങ്ങളുടെ മനസ്സിന് വിരുദ്ധം, മനസാക്ഷിക്ക് വിരുദ്ധം, കിതാബുള്ളതിന് വിരുദ്ധം, ഹദീസ് ഗ്രന്ഥങ്ങൾക്കുള്ളതിന് വിരുദ്ധം, പൂർവികന്മാരായ ലോകത്തറിയപ്പെട്ട മുഹദ്ദിസുകൾക്ക് മുഴുവൻ എതിരായിട്ട് നിങ്ങൾ വെറുതെ ഒരു ആരോപണം പടച്ചുണ്ടാക്കി. കാരണം നിങ്ങൾക്ക് സമൂഹത്തിന്റെ മുമ്പിൽ യഥാർത്ഥ മുജാഹിദുകളെ പറ്റി 2002 ശേഷം ആദർശം മാറ്റിയ മുജാഹിദുകളല്ല, പൂർവിക മുജാഹിദുകളുടെ ആ രൂപത്തിൽ പോരുന്നവരെ പറ്റി ഒരു കുറ്റവും പറയാല്ലാതെ ആയപ്പോൾ
ഹദീസു നിഷേധം എന്നാൽ ഇതാണെങ്കിലോ പിളർപ്പിന്റെ സന്ദർഭത്തിൽ ഒരാളും പറഞ്ഞിട്ടില്ല. എന്റെ മുമ്പിൽ തടിച്ചുകൂടിയ പണ്ഡിതന്മാരോ അവരുടെ കൂട്ടത്തിൽ ഒരു കുട്ടിയും പിളർപ്പിന്റെ സന്ദർഭത്തിൽ ഹദീസു നിഷേധികൾ ഇവർ എന്ന് പറഞ്ഞൊരു ആരോപണം കൊണ്ടുവന്നിട്ടില്ല. പിളർന്നതിന് ശേഷം ഒന്നും മുജാഹിദുകളെ പറ്റി പറയാൻ കഴിയാതിരുന്നപ്പോൾ സാങ്കല്പികമായിട്ട് ഒരു കഥയുണ്ടാക്കുകയും ഈ കേരളക്കരയിൽ ഒരുപാട് മുസ്ലിമീങ്ങളെ ഈ പേരും പറഞ്ഞ് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഹദീസ് നിഷേധികളാണോ, ഞങ്ങൾ ഈ പറയുന്നത് ശരിയാണോ, ഞങ്ങൾ ഈ വാദം ഇത് ശരിയാണോ അല്ല തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് മറുവാദം എഴുതാവുന്നതാണ്. എന്നിട്ട് അതിലെ ശരിയായ കാര്യങ്ങൾ എങ്ങനെയാണ്, ഞങ്ങൾ ഹദീസ് നിഷേധികൾ തന്നെയാണ്. ബുഖാരി മുസ്ലിമിലെ എല്ലാ ഹദീസും കണ്ണടച്ച് അംഗീകരിക്കേണ്ടതാണ്. അതിലുള്ള ഒരൊറ്റ ഹദീസുകളെയും പൂർവികന്മാരായ ഒരു മുഹദ്ദിസും എതിർത്തിട്ടില്ല. അവരൊക്കെ ഖുർആൻ മാദിക്ക് ബുഖാരി മുസ്ലിമിലെ ഹദീസാണ് കേൾക്കുമ്പോഴേക്കും സെമീന അത്തായിന എന്ന് പറഞ്ഞ് ഒരു പഠനം നടത്താൻ അങ്ങനെ അംഗീകരിച്ചിട്ടുണ്ട്. എന്നാൽ മടവൂരികൾ എന്ന് പറയുന്നവർ ബുഖാരി മുസ്ലിമിലെ ചില ഹദീസുകൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ സത്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടെ വന്ന അന്ന് മുതൽ നസാഫ് ഉസ്താദിന്റെ പരിപാടി നടക്കുന്നവരെയുള്ള എൻ്റെ ഒരു വാദം ഞാൻ ഇതുവരെ മാറ്റിയിട്ടില്ല. ഈ വാദത്തിൽ എന്ന് ചോദിച്ചപ്പോൾ ഈ വാദത്തിൽ ഒരു സംവാദത്തിന് ഇവർ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നേരെ വിഷയം അട്ടിമറിക്കാനാണ് നസാഫ് ഉസ്താദ് ഇവിടെ ശ്രമിച്ചത്. കാരണം ഈ വിഷയത്തിൽ ഇദ്ദേഹം പറഞ്ഞൊരു സംഗതിയുണ്ട്. ഈ ചോദ്യം കൊടുക്കാനും ഈ ചോദ്യത്തിന് മുമ്പ് ഈ ലെറ്റർ കൊടുത്തതും ഈ ലെറ്ററിന് മുമ്പുള്ള സംസാര വിഷയങ്ങൾ നടന്നത് മുഴുവനും സിഹിറിന്റെ ഹക്കീകത്തും അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹിർ ബാധിച്ചതിനെതിരായിട്ട് വഖാല ളാലിമൻ തത്തബീന ഇല്ലാ റജുലൻ മസ്ഫൂറ എന്നുള്ള ആയത്ത് ഓതലുണ്ട്. അതുപോലെ തന്നെ ഹിഷാമിനെ താഴ്ത്തി കെട്ടാൻ വേണ്ടി ഒരുപാട് വിഷയങ്ങൾ ഉദ്ധരിക്കാറുണ്ട്. ഇറാഖിൽ പോയതിനു ശേഷമാണ് അദ്ദേഹത്തിന് ഇംബിജാത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞ് പെരുപ്പിക്കാറുണ്ട്. പക്ഷെ ഇതിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഈ വിഷയം ഞാൻ എടുത്തുകൊണ്ടാണ് വേറൊരു കാരണമുണ്ട്. അതായത് ഇസ്ലാമിന്റെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉള്ളിൽ ഒതുങ്ങി നിന്നാലല്ലേ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. മൊയ്‌ദീൻ ശൈഖിനെ എവിടെ നിന്ന് വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും ഏത് ഭാഷയിൽ വിളിച്ചാലും കേൾക്കും, ഉത്തരം ചെയ്യും എന്ന വിശ്വാസത്തോടെ എൻ്റെ മനസ്സിലൂടെ പോലും അറിയും എന്ന വിശ്വാസത്തോടെ അങ്ങനെ ഇല്ലാത്ത വിശ്വാസം ഉണ്ടാക്കി വിളിക്കുക, അള്ളാഹുവെ സംബന്ധിച്ചുള്ള വിശ്വാസം ഇദ്ദേഹത്തിന് ചേർത്തി കൊടുക്കുക, അപ്പോഴല്ലേ ശിർക്കായത് എന്നതുപോലെയാണ് സിഹിറിലും സംഭവിക്കുന്നത്. പിശാചി എന്ന് പറഞ്ഞ ഒരു ചങ്ങാതി അഭൗതികമായി, ഇപ്പോൾ അഭൗതികം എന്ന് പറഞ്ഞാൽ റൈബ് എന്ന് പറഞ്ഞാലും നസാഫ് ഉസ്താദിന് പഠിപ്പിച്ചു കൊടുക്കാൻ കുറച്ച് പ്രയാസമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത്. കാരണം ഇത് അലിഫ് മുതൽ തുടങ്ങുന്നുണ്ട്. എന്താണ് അഭൗതികം? അഭൗതികമായി മനുഷ്യരെ വിളിക്കോ സഹായത്തേട്ടത്തിനോ അപേക്ഷക്കോ ഉത്തരമായിട്ട് ഒരു ബുദ്ധി നീക്കാനോ രോഗമുണ്ടാക്കാനോ അവരെ ഇടങ്ങേറാക്കാനോ കുടുംബം തുറക്കാനോ കഴിവുണ്ട് എന്ന് വിശ്വസിക്കലാണ് സിഹിർ ഫലിക്കുമെന്ന് പറഞ്ഞാൽ അത് സദസ്സിനോടൊരു ചോദ്യം, അങ്ങനെയല്ലേ? ആരോട്? ഇത് ഈ വിഷയം ഇങ്ങനെ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ കുടുംബം തുരത്താൻ കാര്യകാരണ ബന്ധങ്ങൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് സിഹിറിന് സാധിക്കും എന്ന് എഴുതിയ അമാനി മൗലവിയുടെ അവസ്ഥ എന്താ? ഇസ്ലാമിനകത്തോ പുറത്തോ? മുഹീദ്ദീൻ ശൈഖിനെ വിളിക്കുന്നത് പോലെയാണ് സിഹിർ കൊണ്ടുണ്ടാകുന്ന ഉപദ്രവങ്ങളും ഗുണങ്ങളും എന്ന് പറയുമ്പോൾ കുടുംബം തുറക്കാൻ മാത്രം യോഗ്യമാണ് സിഹിർ എന്ന് അമാനി മൗലവി എഴുതി വെച്ചതിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യും? എന്തിനാ നമ്മളത് വായിക്കുന്നതിന്? അതുപോലെ തന്നെ സിഹിറിലെ വിശ്വാസം, ഈ സിഹിറിനെ നിഷേധിക്കുന്നത് മുഅ്തസില വിഭാഗക്കാരന് അതിന്റെ ഉത്ഭവം എന്ന് പറഞ്ഞാൽ അതിനെ നിഷേധിക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നൊക്കെ നിങ്ങളെ രക്ഷപ്പെടുത്താനുള്ള ഉദ്ദേശത്തോടുകൂടി ഈ വിഷയത്തിൽ ഇതൊന്നും ഒട്ടും ബേക്കോട്ട് പോയിട്ടില്ല. ഞാൻ വന്ന അന്ന് മുതൽ ഈ ലെറ്റർ മുതലും അതുപോലെ തന്നെ നിങ്ങളോട് ചോദിച്ച ചോദ്യവും നിങ്ങളുടെ സംസാരത്തിൽ വന്ന ആ വിഷയത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ചോദ്യങ്ങളൊക്കെ ഒരൊറ്റ ചോദ്യമാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഞാൻ പറഞ്ഞു ആ രണ്ട് വിഷയം, അതായത് മുഹീദ്ദീൻ സിഹിറിന്റെ ഹഖീഖത്തിനെ കുറിച്ചിട്ട്, അതായത് നിങ്ങൾ അന്ന് പറഞ്ഞു തൗഹീദിന്റെ കാവലാളി എന്ന് നിങ്ങൾ പരിചയപ്പെടുത്തി ഇബ്നു തൈമിയ, അബ്ദുൽ വഹാബ്, അതുപോലെ തന്നെ ഇബ്നു ഖയ്യിം, ഇവർ മൂന്നാളും ഈ സിഹിറിന്റെ ഹഖീഖത്തിനെ അംഗീകരിച്ചവരാണ്. പക്ഷെ തൗഹീദിന്റെ കാവലാളവരെങ്കിൽ അവരെങ്ങനെയാണ് ഈ തൗഹീദിന്റെ വിഷയത്തിൽ അവരതിന്റെ ഉള്ളിലാകുക? നിങ്ങൾ പറയുന്ന മൊയ്‌ദീൻ ശൈഖിനെ വിളിച്ചതുപോലെയാണ് ആ അവസ്ഥ. അബോധികമായിട്ടുള്ള ഒരു സഹായമോ അബോധികപരമായിട്ടുള്ള ഒരു നേട്ടമോ അത് ഒരു മനുഷ്യനല്ല, ഒരു ജിന്നിനല്ല, ഒരു സൃഷ്ടിക്ക് സാധ്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയത്. പക്ഷെ ഇത് കാര്യകാരണ ബന്ധത്തിൽ ഉള്ളിൽപ്പെട്ടതാണ് എന്നും അത് മാത്രമല്ല ഈ വിഷയത്തിൽ നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് ജിന്നുകൾക്ക് അള്ളാഹു നൽകുന്ന കഴിവ് മനുഷ്യ കഴിവിന് അതീതമെങ്കിലും അതിനെ അഭൗതികമെന്ന് വിശേഷിപ്പിക്കുന്നത് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ശരിയല്ല. നസാഫ് ഉസ്താദിന് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രസ്ഥാനത്തിലുള്ള ചെറിയമുണ്ട് അബ്ദുൽ ഹമീദ് പറയാണ്, അതായത് ജിന്നുകൾക്ക് അള്ളാഹു നൽകുന്ന കഴിവ് മനുഷ്യ കഴിവിന് അതീതമെങ്കിലും അതിനെ അഭൗതികമെന്ന് വിശേഷിപ്പിക്കുന്നത് ഒരിക്കലും ശരിയല്ല. നമ്മുടെ നസാഫ് ഉസ്താദ് പറഞ്ഞാൽ അത് അഭൗതികമാണ്. നമ്മൾ ഏതാ വിശ്വസിക്കേണ്ടത്? ഈ അടുത്ത കാലത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കയറിയെന്ന് നസാഫിന്റെ വാക്ക് വിശ്വസിക്കണോ അതോ ചെറിയമുണ്ട് അബ്ദുൽ ഹമീദ് അതിന് പറഞ്ഞ് വിശ്വസിക്കണോ? ഇതിന്റെ അടിസ്ഥാനത്തിൽ അഭൗതികം
വിഷയമാണ് എന്ന് പറയാൻ പാടില്ല എന്ന് ചെറിയമുണ്ട് അബ്ദുൽ ഹമീദും അതിന് പറഞ്ഞതിന്റെ പേരിൽ സത്യത്തിൽ അറിഞ്ഞോ അറിയാതെയോ ചെറിയമുണ്ടൊക്കെ ഇസ്ലാമിന് പുറത്തേക്ക് പോവുകയാണ്. നൗദുബില്ല, നമുക്കത് പറയാൻ കഴിയില്ല. അതുപോലെ തന്നെ ഈ വിഷയം ഇത് തന്നെയാണ് നമ്മുടെ അബോധികമായി മനുഷ്യരുടെ വിളിക്കോ സഹായത്തട്ടത്തിനോ അപേക്ഷ ഉത്തരമായിട്ട് ബുദ്ധി നീക്കാനോ രോഗമുണ്ടാക്കാനോ അവരെ ഇടങ്ങേറാക്കാനോ കുടുംബം തുറക്കാനോ കഴിവുണ്ട് എന്ന് വിശ്വസിക്കലാണ് സിഹിർ ഫലിക്കുമെന്ന് പറഞ്ഞാൽ അബദ്ധമാണത്. അബോധികമായിട്ടുള്ള കാര്യകാരണ ബന്ധങ്ങൾക്കുള്ളിലുള്ള സംഗതിയാണ്. ഈ വിഷയത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത് സിഹിർ ചെയ്യുന്നവന്റെ സ്വന്തം കഴിവ് കൊണ്ടോ അതല്ല സിഹിറിന്റെ ഒരു ഉപദ്രവം, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഉദ്ദേശം ഉത്തരവും കൂടാതെ സിഹിറിന്റെയോ സിഹിർ ചെയ്യുന്നതിന്റെയോ സ്വന്തം കഴിവ് കൊണ്ടല്ല, സിഹിറിനെ ഒരു ഉപദ്രവകാരണമാക്കി അള്ളാഹു നിശ്ചയിച്ചത് കൊണ്ടാണ് ഭാര്യ ഭർത്താക്കൾക്കിടയിൽ അതുമൂലം ഭിന്നിപ്പുണ്ടാക്കുന്നത് എന്ന് സാരം അമാനി മൗലവി. എന്താ നമ്മൾ പറയേണ്ടത്? അബോധിക മാർഗത്തിൽ ജിന്ന് ഉപദ്രവം ഉണ്ടാക്കുമെന്ന് പറഞ്ഞതിന്റെ പേരിൽ അമാനി മൗലവി ഇസ്ലാമിന് പുറത്ത്. ഇനി അമാനി മൗലവി മുതൽ അങ്ങോട്ട് ഹിജ്റ 400-ാം വർഷത്തിലിറങ്ങി ഇബ്നു ജരീർ തബരിയുള്ള മുഴുവൻ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ വിശ്വാസപ്രകാരം വമാഹും ബിദാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ് എന്നുള്ളതിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാം സിഹിറിന്റെ ഹഖീഖത്തിൽ. എന്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നിഷേധിക്കുന്നത്? അത് നിഷേധിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എത്ര ഹദീസുകൾ തള്ളേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ഹദീസ് നിഷേധവും ഹദീസ് നിരൂപണവും അത് എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കി തരണം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായി. ഇതിനു മുമ്പ് ഇതേ വിഷയത്തിലൊരു സംവാദം ബൈലക്ഷൻ നടന്നിരുന്നു. കഴിഞ്ഞു പോയിട്ടോ. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ സാഹിബ് കുറെ കാലം മുമ്പ് മുജാഹിദ് പ്രസ്ഥാനത്തേക്ക് വരിക, എന്നിട്ട് കുറെ നേരത്തെ ഖുറാഫാത്തേക്ക് പോവുകയും ചെയ്യുക. അത് വലിയ കാര്യമൊന്നുമില്ല. അടുത്ത കാലത്ത് വന്ന ഞാൻ അള്ളാഹുവിന്റെ തൗഫീഖോട് തൗഹീദിൽ ഉറച്ചു നിൽക്കുന്നു. ഞാൻ ഭൂതപ്പാർന്ന് പോകുമ്പോൾ ഒരു അപകടത്തിൽ പെട്ടുകയാണെങ്കിൽ എന്റെ വിശ്വാസം അള്ളാഹുവിന്റെ മശീയത്ത്, അള്ളാഹുവിനോട് കാവല്യത്തോട് ഞാൻ അവിടെ ഹാളറായ ഹയ്യായ കയ്യൂമായ സെമിയായ കദീറായ ജിന്നുണ്ടോ നോക്കാൻ പോകുന്നില്ല. അപ്പൊ ഈ അടുത്ത കാലത്ത് വന്നിക്കാണെങ്കിൽ അള്ളാഹുവിന്റെ അപാരമായ തൗഫീഖാൽ ഞാൻ തൗഹീദ് ഉറച്ചിക്കുക. അങ്ങക്ക് പൈലിപ്പൊക്കെ ചക്കല്ലേ, അത് തീർന്നിട്ടില്ലല്ലോ. പിന്നെ വേറൊന്ന്, കുടുംബം തുലക്കുന്ന സിഹിർ തന്നെ. സഹോദര, സിഹിർ കുടുംബം തുലക്കണമെങ്കിൽ സിഹിർ ബാധിക്കണ്ട. എന്റെ നാട്ടിക്ക് വാ, ഒന്നുമില്ലാതെ ഒരു കള്ളബീബി ഏട്ടത്തിക്ക് അനിയത്തി സിഹിർ ചെയ്തു പറഞ്ഞിട്ട് 2 കുടുംബം തമ്മിൽ അടിപിടി കൂടിയാണ്. അത് ആരോപണം ഉണ്ടായാൽ മതി. ഞാൻ അബ്ദുറഹ്മാന്റെ ഉദാഹരണമല്ല, ഞാനും എന്റെ ജ്യേഷ്ഠനും പ്രശ്നം ഉണ്ടായി. ഞങ്ങള് എന്റെ ഭാര്യ മറ്റേ ഭാര്യ ഒരു കള്ളബീബിന്റെ അല്ലെങ്കിൽ സിദ്ധന്റെ അടുത്ത് പോയി ആ സിഹിർ ചെയ്തു പറഞ്ഞുണ്ടാക്കിയാൽ കുടുംബം തൊലയും. അത് സിഹിർ ഫലിക്കണ്ട, അതും നോക്കാതെ. പിന്നെ ഇബ്നു തൈമിയ്യ, വേഗം കേട്ടോളി, ഇബ്നു തൈമിയ്യ പറഞ്ഞ മുഴുവൻ ഞാൻ വെല്ലുവിളിക്കുന്ന അബ്ദുറഹ്മാൻ സാഹിബിനെ. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞത് മുഴുവൻ ഞാൻ അംഗീകരിക്കുന്നു. ഇവിടുന്ന് എഴുതിപ്പെടാൻ റെഡി ഉണ്ടോ? ഒന്നുകൂടി പറഞ്ഞുതരാം. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ ശിഷ്യം ഇബ്നു ഖയ്യിം പറഞ്ഞ ആദർശ മസ്അല എല്ലാ വിഷയവും ഞാൻ തഖ്രീദ് ചെയ്യുന്ന അംഗീകരിക്കാൻ എഴുതിപ്പെടാൻ റെഡി ഉണ്ടോ? ഉണ്ടാവൂല. ഇതാ സുന്നികളെ ബുക്കിറക്കി ഇബ്നു തൈമിയ്യയുടെ വിധി തീർപ്പുകൾ. ഇതിൽ എന്താ പറഞ്ഞോ? ഒരുപാട് വിഷയത്തിൽ ഇബ്നു തൈമിയ്യ ഞങ്ങളെ കൂടെയാണെന്നാ. എന്റെ അടുത്ത് ഇബ്നു ഖയ്യിമിന്റെ ഫത്വണ്ട്. ഒരാൾ സലാം ചെല്ലുമ്പം മരിച്ചവർ കേൾക്കുമെന്നുള്ള രൂപത്തിൽ എല്ലാം പറഞ്ഞൊക്കെ ഉണ്ട്. അതൊക്കെ അംഗീകരിക്കാൻ പോണം നമ്മള്. കിതാബു തമന്നിൽ മൗത്തിൽ ഉസ്താദ്മാര് കേൾക്കുക. കിതാബു തമന്നിൽ മൗത്തിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് മരിച്ച ആൾ ഖബറുള്ള ആൾ കേട്ടെന്ന് ഉത്തരം ചെയ്ത കഥ പറയുന്നുണ്ട്. ഇത് മുഴുവൻ നമ്മൾ അംഗീകരിക്കണോ? മുജാഹിദുകൾക്ക് ഒരു അടിസ്ഥാന ശാസ്ത്രമുണ്ട്. ഖുർആനും സുന്നത്തിനോടും അനുസൃതമായിട്ട് ആര് പറഞ്ഞാലും, അത് ബഹുമാനായ അബ്ദുറഹ്മാൻ പറഞ്ഞാലും, നമ്മൾ അമീർ ഒതുക്കങ്ങൾ പറഞ്ഞാലും, ഷാഫി സലാഹി ചങ്ങലേരി പറഞ്ഞാലും, പിന്നെ നമ്മളെ ഉമരി പറഞ്ഞാലും, ഇനി അവരെക്കാൾ താഴെയുള്ളവർ പറഞ്ഞാലും ഖുർആനോടും സുന്നത്തിനോടും അനുസൃതമാണോ ഞങ്ങളത് അംഗീകരിക്കും. ഇത് രണ്ടിലും പെട്ടിട്ടില്ലെങ്കിൽ ഷെയ്ഖുൽ മശായിഖ് എന്ന് പേര് വെച്ചോണ്ട് ഞങ്ങൾ അംഗീകരിക്കാൻ പറ്റില്ല. കാരണം അവരെക്കാൾ വലിയവൻ അള്ളാന്റെ റസൂലാണ്. അള്ളാഹുവിന്റെ റസൂലിനാണ് ഞങ്ങൾ പ്രതിബദ്ധത കൊടുക്കുന്നത്. അള്ളാന്റെ റസൂലാണ്. മഹാനായ മാലിക് ഇമാം പറഞ്ഞൊക്കെ നമ്മൾ മുമ്പ് മുജാഹിദുകൾ അങ്ങനെ പറഞ്ഞിട്ടില്ലയോ അല്ലേ? എല്ലാ ആളുടെ വാക്കിലും അബദ്ധവും സുബദ്ധവും ഉണ്ടാവും. ഈ ഖബറിന്റെ ഉടമസ്ഥനൊഴികെ അള്ളാഹുവിന്റെ റസൂലല്ല, അതിലൊക്കെ ഉണ്ടാവും അബദ്ധവും സുബദ്ധവും. ഇബ്നു തൈമിയ്യാന്ന് പറയുമ്പോഴേക്ക് ഇങ്ങനെ തഖ്ലീദായി ചാടണ്ട. ഇബ്നു തൈമിയ്യന്റെ നിങ്ങൾ അംഗീകരിക്കാതെ ഞാൻ കാണിച്ചു എനിക്ക് അവിടെ കഴിയും. പിന്നെ വിഷയം അട്ടിമറിച്ചു, നമുക്ക് സമയമല്ല. വിഷയം അട്ടിമറിച്ചല്ല എന്റെ സഹോദര, നിങ്ങൾ സത്യത്തിന്റെ കൂടെ നിൽക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞില്ലേ, വിഷയം നമുക്ക് ഒരുമിച്ച് കൂടി തീരുമാനിക്കാം പറഞ്ഞിട്ടില്ലേ. പിന്നെ എവിടെ അവിടെ അട്ടിമറി? بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله محمد وعلى آله وصحبه الفائزين برضا الله. ബഹുമാനായ അബൂബക്കർ സാഹിബിനെ നന്നായി പ്രസംഗിക്കാൻ അറിയാം എന്ന് നമുക്ക് മുമ്പ് അറിയാവുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇവിടെ വന്നിട്ട്
സംബന്ധിച്ചിട്ട് വലിയൊരു പ്രസംഗം നടത്തി സമയം നശിപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിവിടെ പറഞ്ഞു ക്ഷണിച്ചു വരുത്തിയത് സിഹ്ർ ബാധയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ബാധിച്ചു എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ചില എതിർപ്പുകളും അത് ഹദീസ് വിരുദ്ധമായ കാര്യമാണ്, ഖുർആൻ വിരുദ്ധമായ കാര്യമാണ് എന്ന് പ്രഭാഷണത്തിൽ സൂചിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് ആ വിഷയത്തിൽ സംവാദത്തിന് വേണ്ടി ഞങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊരു ചർച്ചയ്ക്ക് ഇരിക്കണം എന്ന ആശയം പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ വന്നത്. നിങ്ങൾ സാധാരണ അങ്ങാടിയിലും മറ്റും ഒരുപാട് പ്രസംഗിച്ച് നടക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടുകയാണ്, സിഹ്ർ പലിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ ഹദീസ് ഖുർആനെതിരാണ് എന്നുള്ള ആരോപണങ്ങൾ പലപ്പോഴായി നിങ്ങളുടെ നാവുകളിലൂടെ അങ്ങാടിയിലൂടെ ഇഷ്ടംപോലെ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ചും ഈ ഹദീസ് ബുഖാരിയിലും മുസ്ലിമും ഉള്ളതായിരിക്കെ പൊതുജനങ്ങളുടെ മനസ്സിൽ ഇമാം ബുഖാരിയുടെ ഹദീസുകളോടും ഇമാം മുസ്ലിമിന്റെ ഹദീസുകളോടുമുള്ള ആ ഒരു ബഹുമാനം, ആദരവ് പോലും ഇത്തരം നിങ്ങളുടെ സമീപനങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടു പോയിരിക്കുക. ഞങ്ങൾ ഹദീസ് നിഷേധികളല്ല എന്ന് ഉറക്കെ കൂവി വിളിച്ചത് കൊണ്ടായില്ല. ഹദീസുകൾ വന്ന വ്യക്തമായ പരാമർശങ്ങളെ തങ്ങളുടെ ബുദ്ധിക്കും യുക്തിക്കും യോജിക്കുന്നില്ല എന്നുള്ള കാരണങ്ങൾ പറഞ്ഞുകൊണ്ടും പലപ്പോഴും നിങ്ങൾ ഹദീസുകളെ മാറ്റിവെക്കാറുണ്ട്. അങ്ങനെയുള്ള പല കാരണങ്ങളും ഒന്നാണ് സിഹ്റുമായി ബന്ധപ്പെട്ട വിഷയം. അപ്പോൾ ഈ ഹദീസ് ഖുർആനിനെതിരാണ് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ബാധിച്ചു എന്ന ഹദീസ് ബുഖാരിയിൽ ഉണ്ടായിരിക്കെ തന്നെ അത് ഒരിക്കലും അംഗീകരിക്കാൻ സാധ്യമല്ല എന്നും പലതരത്തിലുള്ള കളവുകളും പറഞ്ഞുകൊണ്ട് പൊതുസമൂഹത്തിൽ നിങ്ങൾ പ്രചരിപ്പിക്കാറുണ്ട്. ആമയൂരും എന്റെ സുഹൃത്തായ മൗലവി അബൂബക്കർ നസ്വാഫ് വന്നു എന്നൊരു പലതരത്തിലുള്ള ആക്ഷേപങ്ങളും ആരോപങ്ങളും ഈ ഹദീസുമായി ഉദ്ധരിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞു പോയി. പിന്നെ ഞാൻ അവരെ വീണ്ടും പ്രസംഗിച്ചു, ഞാൻ അവരോട് ആവശ്യപ്പെട്ടു അബൂബക്കർ നസ്വാഫിനെ നിങ്ങൾ കൊണ്ടുവരണം. പക്ഷെ അവർ കൊണ്ടുവരാനിട്ടാണോ അതോ വിളിച്ചിട്ട് വരാനിട്ടാണോ ഒന്നാകാലം ഇവിടെ നമ്മൾ കൂടിയിരുന്നിട്ടുള്ളത് തൗഹീദും ശിർക്കും ചർച്ച ചെയ്യാനല്ല. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് വേറെയും ഇരിക്കാം. ഹയ്യും ഹാലിറും ഖാദിറും അതൊക്കെ നമുക്ക് വിശദീകരിക്കുകയും ചെയ്യാം. പിന്നെ നിങ്ങളുടെ നാട്ടിൽ എന്തുണ്ടായി, അവിടെ വഴക്കുണ്ടായോ ഇവിടെ വഴക്കുണ്ടായോ, അതൊക്കെ യുക്തിവാദമാണ്. ഇവിടെ ഹദീസിൽ ഞങ്ങൾ തെളിച്ചു പറയുന്നു, ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകൻ സിഹ്ർ ബാധിച്ചു, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്, മറ്റു ഹദീസ് ഗ്രന്ഥങ്ങളിലുമുണ്ട്. അത് ഞങ്ങൾ തുറന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നു. സത്യമാണ്, വസ്തുതയാണ്, യാഥാർത്ഥ്യമാണ്. അതുമാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ബാധിച്ചു എന്ന് പറയുന്ന ഹദീസ് ഖുർആനിന്റെ ഒരു ആയത്തിനും എതിരല്ല, മറ്റു ഹദീസുകൾ വന്നിട്ടുള്ള ഒരു ആശയത്തിനും അത് എതിരാവുകയില്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ ചർച്ച തൗഹീദും ശിർക്കുമല്ല ഈ വിഷയത്തിൽ. കാരണം ഇത് ഹദീസ് നിഷേധത്തിന്റെ ഭാഗമാണ്. ഇത് ഹദീസ് നിഷേധം അല്ല എങ്കിൽ നിങ്ങൾ പറയേണ്ടി വരും ശേഖനൂരികളും ഹദീസ് നിഷേധികളല്ല, സിഎമ്മും ഹദീസ് നിഷേധിയല്ല, മുഅ്തസിലാക്കളും ഹദീസ് നിഷേധിയല്ല. എന്തുകൊണ്ട് മുഅ്തസിലാക്കൾ നിഷേധിച്ച അതേ ഹദീസിനെ അതേ ന്യായീകരണം പറഞ്ഞ് നിങ്ങൾ നിഷേധിക്കുന്നു? ശേഖനൂർ നിഷേധിച്ച അതേ ഹദീസുകളെ അതേ ന്യായീകരണം പറഞ്ഞ് നിഷേധിക്കുന്നു? സിഎം നിഷേധിച്ച പിന്നെ നിങ്ങൾക്ക് എന്താ ഞങ്ങളെ പറ്റി കവലകൾ തോറും ഹദീസ് നിഷേധികളിലെന്ന് തൊണ്ട വീർപ്പിച്ച് സംസാരിക്കുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ട് ഞങ്ങൾ ഹദീസ് നിഷേധം ഇന്നത് എന്ന് ഹർഫൻ ബി ഹർഫായിട്ട് തെളിയിച്ചു തരാൻ അവസരങ്ങൾ തന്നിട്ട് നിങ്ങൾക്ക് എന്താ റെഡിയാവാത്ത? ഒരു സിഹ്റിന്റെ തുണ്ടത്തുമ്മൽ ഒരാൾ നിസ്കാരം തന്നെ ഇല്ല എന്ന് വാദിച്ച് നടക്കുകയാണെങ്കിൽ ഉദാഹരണം, അപ്പോ നിങ്ങൾ പോയിട്ട് പറയാം നമുക്ക് നെഞ്ചത്തെ കൈയിട്ടേണത് പൊക്കിൾമല കെട്ട അത് തർക്കിക്കുക, അതല്ലാതെ നിസ്കാരം ഉണ്ടോ അല്ലേ തെളിയിക്കാൻ വരി എന്ന പോലെ ഹദീസ് നിഷേധം എപ്പോഴും നിങ്ങൾ പറഞ്ഞു അല്ലെ? അന്ധമായിട്ട് പറയാണത്. ഒരു നീതിയുടെയും ശാസ്ത്രം അതിന്റെ പിന്നിലുള്ളത് പറയാണ്. അത് തെളിയിക്കാൻ ഞങ്ങൾക്ക് അവസരം തരിക. നിങ്ങൾക്ക് തെളിയിക്കാൻ സത്യം നിങ്ങളെ പക്ഷത്തുണ്ടെങ്കിൽ നിങ്ങൾ തയ്യാറായി. അതില്ലാതെ അവസരം തന്നിട്ട് ഒഴിവുകയും വന്ന് ഞഞ്ഞാമിഞ്ഞ പറയാണ് നിങ്ങൾ സത്യത്തിന് വിരുദ്ധം സംസാരിക്കും. ഞാൻ ഇവിടെ എന്റെ വാദത്തിൽ പറഞ്ഞു കള്ളത്തരും കാപ്പട്ടിയാണ്. എന്താ ഞാൻ എഴുതിയത് കൊണ്ടാണ്. കാരണം നിങ്ങളിൽ പലരും എന്റെ മുമ്പ് ഇരിക്കുന്ന അലിമികളല്ല, ഇവരൊക്കെ നല്ല ആൾക്കാരാണ്. നിങ്ങളിൽ പലരും ഒരു കോഴിക്കോട്ടുകാരൻ ബാലുശ്ശേരി ആ ഭാഗത്തുള്ള ഒരാൾ പറഞ്ഞു മഠപൂരികൾ നരകത്തിലാണ്, അബ്ദുസ്സലാം സുല്ലമി നരകത്തിലാണ്. വിവരമില്ലാത്തോണ്ട് പറഞ്ഞാൽ എനിക്കറിയാം. കാരണം അഹ്ലുസുന്നത്തി ജമാഅത്തിന്റെ ഇജ്മാഇന് എതിരാണ് അയാളെ വാദം. അതിന് അയാൾക്ക് എന്ത് ചാത്തനുണ്ട് മാഷറ, മൂപ്പർക്ക് എന്ത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്. അങ്ങനെ നിങ്ങൾ ഞങ്ങളെ നരകത്തിൽ കൊണ്ടുപോകുന്നുണ്ട്, ഞങ്ങളെ ഹദീസ് നിഷേധികളാക്കുന്നുണ്ട്, ചേകന്നൂരിന്റെ ആൾക്കാരാക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഈ പറയണയിൽ സത്യം ഉണ്ടെങ്കിൽ മനസാക്ഷിക്ക് അനുസൃതമായിട്ടാണ് സംസാരിക്കുന്നെങ്കിൽ ഞങ്ങൾ പറഞ്ഞ ഈ വാദത്തിന് മറുപടി എഴുതാൻ റെഡി. അല്ല സിഹ്ർ, ഇബ്നു തൈമിയ്യ, പിന്നെ ഒരു മുഖാമുഖത്തിൽ എത്ര ആ സെഷനെ കാട്ടട്ടോ ഇമാമിടെ പറഞ്ഞിങ്ങനെ നോക്കണ്ടോ എനിക്ക് ഒരു ഇബ്നു തൈമിയ്യ ഇതൊക്കെയാണോ സംവാദത്തിന് വിഷയാക്കല്? ഇബ്നു ഖയ്യിം ഇന്റെ മുഖാമുഖത്തിൽ കുറെ ചോദ്യം വരും. ഇവിടെ അബ്ദുൽ മലിക് സലഫി മൂപ്പര് മുഖാമുഖം നടത്തുന്നുണ്ടല്ലോ, ഷാഫി സലാഹി പങ്കെടുക്കാറുണ്ടല്ലോ, അതുപോലെ തന്നെ നമ്മൾ ഉമരി പങ്കെടുക്കാറുണ്ടല്ലോ. ഇദ്ദേഹം പിന്നെ ഇസ്ലാഹിൽ ഒരു 15-25 പേജ് മൂപ്പര് തന്നെ എഴുതി തീർക്കുന്നുണ്ടല്ലോ. വാചകം പിടിച്ചാൽ ആരെയും സംവാദത്തിൽ നടത്തോ? അബ്ദുല്ലാസെ സംവാദം വിഷയബന്ധിതാവണം. അതിനാണ് ഞങ്ങൾ വിഷയം പറഞ്ഞത്. ഞങ്ങൾ ഹദീസ് നിഷേധികളാണോ? അല്ലെങ്കിൽ ഒന്ന് പ്രഖ്യാപിച്ചാൽ മതി. ഇല്ല, മടവൂരികൾ ഞങ്ങൾ ഹദീസ് നിഷേധികൾ എന്ന് ഇക്കാലം വരെ പറഞ്ഞിരുന്നു. നിങ്ങൾ ഹദീസ് നിഷേധികൾ അല്ല എന്ന് ഇവിടുന്ന് പറയും. ഇവിടെ
അത് പറയാം. ഞങ്ങൾ ഹദീസ് നിഷേധികൾ നിങ്ങൾക്ക് വാദമുണ്ടോ എങ്കിൽ ഇപ്പൊ ഇവിടെ അദ്ദേഹം പറഞ്ഞല്ലോ ബുഖാരിയിലെ ഹദീസിനെ മോശമാക്കി, ബുഖാരിയിലെ ഹദീസിനെ പറ്റി മഹാന്മാർ പറഞ്ഞു വരുന്നത്, ഈ മഹാന്മാരെ പറ്റി നിങ്ങൾ വിധി പറയും. അള്ളാഹുന്റെ റസൂൽ ഖുർആൻ മറന്നു ബുഖാരിയിലെ ഹദീസ്. ഈ ഹദീസിനെ പറ്റി പണ്ഡിതന്മാരെ എഴുതെന്താ? ഖുർആൻ മറക്കാന്ന് കബായിറാണ്. അള്ളാഹുന്റെ റസൂൽ കബായിർ ചെയ്തോ? അള്ളാഹുന്റെ റസൂൽ കബായിർ ചെയ്തോ? ബുഖാരിയിലെ ഈ ഹദീസ് അനുസരിച്ച് നിങ്ങൾ സംവദിക്കേണ്ടി വരും. അതല്ലെങ്കിൽ ഈ മഹാന്മാരെ കൂടെ നിൽക്കേണ്ടി വരും. നിങ്ങൾ മുഹദ്ദിസുകളുടെ കൂടെ നിൽക്കുന്നോ അതോ ആധുനിക ജിന്നുവാദക്കാരുടെ കൂടെ നിൽക്കുന്നോ? എങ്ങനെയാണ്? ഇങ്ങോട്ട് നോക്കി ഇപ്പടെ പറയല്. നിങ്ങൾ ഈ ഹദീസൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങൾ പറയല്ലോ ബുഖാരിയോ നമ്മളിവിടെ പറയുമ്പോൾ സംസാരിക്കേണ്ടതാണ്. നിങ്ങൾ എന്താ പറയുന്നത് ഞങ്ങൾക്ക് ഒരുപാട് കേട്ടതാണ്. അത് നല്ല പരിചയമുള്ള ശരി. അത് ഹദീസ് നിഷേധിയാണെന്ന് പറയല് അങ്ങനെ ഞാൻ ആ നിഷേധിയാണോ ചോദിക്കുക, നിങ്ങൾ ആണ് അല്ല പറയാം. നല്ലൊരു ഇവിടെ ചർച്ച എന്ത് വിഷയത്തിലാണ് ഹദീസ് നിഷേധം നടക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞു. ചേകനൂരിന്റെ പറഞ്ഞ പല വാദവും നിങ്ങളുടെ കയ്യിലുണ്ട്, സിയന്റെ പറഞ്ഞ പല വാദവും നിങ്ങളുടെ കയ്യിലുണ്ട്. അത് ഇൻഷാല്ലാഹ് വിശദീകരിക്കുകയും ചെയ്യാം. ഇവിടുത്തെ ഇപ്പോഴത്തെ ചർച്ചയും ഇവിടെ ഒരുമിച്ച് കൂടിയും നമ്മൾ സംഘടിച്ചതും ഈ സിഹ്റ് ബാധയുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലാണ്. എന്നാൽ നിങ്ങൾ പറയും, ഞങ്ങൾ പറയുന്നു ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിഹ്റ് ബാധിച്ചു എന്ന് പറയുന്ന ഹദീസ് സ്വഹീഹാണ് അല്ലാതെ നിങ്ങൾ പറയും. അപ്പോൾ ആ ചർച്ച നടക്കുക. അല്ലാണ്ട് നിങ്ങൾ വർത്താനം പറഞ്ഞതിന് വിഷയമില്ലല്ലോ. മാത്രമല്ല ഞങ്ങൾ പിന്നെന്താ പറയുക, ആളുകൾക്ക് നരകത്തിലാണെന്ന് പറഞ്ഞ് മുസ്ലിം പറഞ്ഞതാ. ആരെങ്കിലും എന്തെങ്കിലും ഒരാൾ എന്തെങ്കിലും പറഞ്ഞു, ഒരാളെ വായിൽ എന്തെങ്കിലും അബദ്ധം സംഭവിച്ചു, അതൊരു സംവാദത്തിന് വിഷയമാക്കി എടുക്കാനുള്ളതല്ല. സലാസുലം പറഞ്ഞു AP വിഭാഗം എല്ലാവരും മുസ്ലിങ്ങളാണ്, അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഒരാൾ പറഞ്ഞു, അതൊന്നുമല്ല നമ്മുടെ വിഷയം. ഇവിടുത്തെ നമ്മുടെ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിഹ്റ് ബാധിച്ചിരിക്കുന്നു, അത് സത്യമാണ്, അത് യാഥാർത്ഥ്യമാണ്, അത് നിങ്ങൾ അംഗീകരിക്കുന്നില്ല, അതിന് നിങ്ങൾ നിഷേധിക്കുന്നു. ഹദീസിൽ വന്ന ഒരു ഹദീസിനെ നിഷേധിച്ചാൽ പ്രവാചകന്റെ എല്ലാ ഹദീസും നിഷേധിക്കണമെന്നില്ല. ഞാൻ ഹദീസ് നിഷേധിയാകുന്നു എന്ന് അബൂബക്കർ നസ്സാബ് എന്നെഴുതി ഒപ്പിടേണ്ട ആവശ്യമില്ല. ഹദീസിൽ വന്ന ഏതെങ്കിലും ഒരു വിഷയത്തെ ഒഴിവാക്കുകയോ ഞാൻ അതിനെ അംഗീകരിക്കുകയില്ല എന്ന് പറയുകയോ അത് എന്റെ ബുദ്ധിക്കെതിരാണെന്ന് പറയുകയോ ചെയ്താൽ അത് ഹദീസ് നിഷേധം തന്നെയാണ്. ആ ഹദീസ് നിഷേധമാണ് ഉണ്ടായത്, ആ നിഷേധമാണ് ചേകനൂരിലുണ്ടായത്. അതാണ് നമ്മൾ പറഞ്ഞു വന്നത്. അല്ലാതെ നിങ്ങളെല്ലാവരും ചേകനൂരിയാക്കിയും നിങ്ങൾ സിയന്നാക്കി എന്നല്ല. അല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്റ് ബാധിച്ചു എന്ന് പറയുന്ന ഹദീസ് നിങ്ങൾ നിഷേധിക്കുന്നതിലൂടെ ഹദീസ് നിഷേധം സംഭവിക്കുന്നില്ല എങ്കിൽ എന്ത് പറയണം? മുഅ്തസിലാക്കളും ഹദീസ് നിഷേധിച്ചിട്ടില്ല എന്ന് പറയണം. അവർ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ കണ്ണുകളിലെ മെമ്പറാണ് നിങ്ങൾ സമ്മതിക്കേണ്ടി വരും. അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ വാദം ഇന്നത്തെ ചർച്ചാ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിഹ്റ് ബാധിച്ചു. ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇരിക്കുക, എഴുതുക. ബാക്കി ഓരോ നിങ്ങൾ പറഞ്ഞല്ലോ ഹർഫൻ തയ്യാറാണെന്ന് നിങ്ങൾ നിഷേധിച്ചു എല്ലാം ഞങ്ങൾ വഴിക്ക് കൊണ്ടുവരാം. എന്നിട്ട് ചേകനൂരുമായി ബന്ധിച്ച് മുട്ടിച്ച് നിങ്ങൾക്ക് താരതമ്യം ചെയ്തു തരാം. നിങ്ങൾ ഏതൊക്കെ നിഷേധിച്ചു? ഹർഫ് തുടങ്ങിയ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒന്ന് സിഹറിന് തൗസീറുണ്ട്, യാഥാർത്ഥ്യമുണ്ട്, പ്രവാചകനെ ബാധിച്ചിട്ടുണ്ട്, അത് ഇസ്ലാമിന്റെ നിയമത്തിനെതിരല്ല. എന്നാൽ അക്കലിന് പ്രാധാന്യം കൊടുക്കുന്ന പ്രമാണങ്ങളെ തള്ളിക്കളയുന്ന മുഅ്തസിലത്തിലെ സമീപനം നിങ്ങൾ സ്വീകരിച്ചതുകൊണ്ട് ഹദീസിൽ വന്ന പരമാർത്ഥങ്ങൾ സ്വീകരിക്കാൻ അബൂബക്കർ നസ്സാബ് സാഹിബിന് ആകുന്നില്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് വ്യവസ്ഥയെത്താനും കഴിയുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബാക്കിയുള്ള വിഷയങ്ങൾ ഇൻഷാല്ലാഹ് ഒക്കെപ്പാടെ ചൊല്ലിച്ച് ചർച്ച ചെയ്യാൻ കഴിയില്ല. ഹർഫൻ ബി ഹർഫ് നിങ്ങൾ പറഞ്ഞല്ലോ, ശരി. ഹർഫൻ ബി ഹർഫിലെ ഒന്നാമതായി നിങ്ങൾ നിഷേധിച്ച ഇവിടെയല്ല എല്ലാ സ്ഥലങ്ങളിലും പ്രഭാഷണം നടത്തി നിഷേധിച്ചുകൊണ്ടിരിക്കുന്ന ആ ഹദീസിനെ സംബന്ധിച്ചാകട്ടെ ആദ്യത്തെ ചർച്ച. അതിലല്ലേ നിങ്ങൾക്ക് ബീറ് ദർബാൽ കിണറുണ്ടോ, അങ്ങനെ ഒരു ജൂതനുണ്ടോ, ഇഷാറിന്റെ ഉരുവാന് അത് ഇറാഖിലേക്ക് പോയില്ല എന്ന് മുമ്പിൽ ഒക്കെ ചർച്ച ചെയ്യാൻ ഇൻഷാല്ലാഹ് ഒരു ബേജാറിന്റെ ആവശ്യമില്ല. അതിലേക്ക് നിങ്ങൾ ഹയ്യും ഹാദറും കൂട്ടിക്കൊണ്ടുവന്ന് ചർച്ച നീട്ടിക്കൊണ്ടുപോകരുത്. അപ്പോ പിന്നെ നമ്മളെ ഒരു ഹദീസിനെ പറ്റി എന്റെ സഹോദര ബുഖാരിയിലെ 4000 തെക്രാറില്ലാതെ 4000 ഹദീസിൽ അപ്പൊ മറ്റേ മുഴുവൻ അബദ്ധം ധാരണ ഉണ്ടോ? സിഹറിന്റെ ഹദീസ് സഹിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു നിസ്കാരമില്ല എന്ന് ഒരാൾ വാദിക്കുകയാണെങ്കിൽ ഓനോട് ഈ ചൂണ്ടാവൽ ഉയർത്തണം അതല്ല തർക്കിക്കാൻ പോകേണ്ടത്. നിസ്കാരം ഉണ്ടോ ഇല്ലേ എന്ന് ആദ്യം സ്ഥാപിക്കുക. സിഹർ എന്ന് പറഞ്ഞാൽ നിങ്ങളെ വാദം അനുസരിച്ച് ഞങ്ങൾ നിഷേധിക്കുന്ന കുറെ ഹദീസിൽ പെട്ട ഒരു ഹദീസാ. എന്താ ഒരു ഹദീസിനെ മാത്രം തൂങ്ങും നിങ്ങൾ? ഞങ്ങൾ ഹദീസ് നിഷേധികളാണോ? എന്നാ വേണ്ട, നിങ്ങൾ ഇതിന് മറുവാതെ എന്നിട്ട് അന്ന് നിങ്ങൾ ഈ പറഞ്ഞോളി, നിങ്ങൾ ഇതാ സിഹറിന്റെ ഹദീസിനെ നിഷേധിച്ചു, കണ്ണേറിന്റെ ഹദീസിനെ നിഷേധിച്ചു, മറ്റേ ഹദീസിനെ നിഷേധിച്ചു, നിങ്ങൾ പറയാനുള്ള അവസരം ഞങ്ങൾ തരുന്നത്.
ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഹദീസിനെ പറ്റി ചർച്ച ചെയ്യാലേ. പിന്നെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ ഒരാള് ബുഖാരിയിൽ ഹദീസിനെ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഓ ഹദീസ് നിഷേധിയാണ്, മറ്റൊരാൾ പറഞ്ഞല്ലോ നിങ്ങൾ പറയും ബുഖാരി മുസ്ലിമിലെ പറഞ്ഞില്ലേ, അങ്ങനെ നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ പറയും മഹാനായ ബുഖാരി ഇമാമിനെ പറ്റി പറയും. ഇമാം ബുഖാരി പറഞ്ഞു, ഇമാം മുസ്ലിമിന്റെ ഒരു ഹദീസിനെ സംബന്ധിച്ച് ശരിക്കും ആലോചിച്ച് പറഞ്ഞാൽ കേട്ടോ, കാണോലെ മുഴുവൻ വെറുപ്പുണ്ട് വെച്ച് ഹദീസ് നിഷേധികളാക്കണ്ട, ഓലൊക്കെ നരകത്തിൽ അയക്കണ്ട. ഒരു പറഞ്ഞുതരാം, ഹാദൽ ഹദീസ് മിമ്മ ഇഖ്തലഫ അലൈഹി അഹ്ലുൽ ഇൽമി. എന്നിട്ടോ അഹ്ലുൽ ഇൽമ് മുസ്ലിമിലെ ഒരു ഹദീസ് ഏതാണെന്ന് ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം. മുസ്ലിമിലെ ഒരു ഹദീസിനെ സംബന്ധിച്ച് യഹ്യ ഇബ്നു മഈൻ ആക്ഷേപിച്ചു, അബ്ദുറഹ്മാൻ ഇബ്നു മഹ്ദി ആക്ഷേപിച്ചു, വൽ ബുഖാരി ഇമാം ബുഖാരി വഗൈറുഹും ഇലാ അന്നഹു ഗലത്തുൻ. മുസ്ലിമിലെ ഹദീസ് ഗലത്താന്ന് പറഞ്ഞു. അപ്പൊ ബുഖാരി ഹദീസ് നിഷേധിയാണോ? പറയണം, നിങ്ങൾ മറുപടി പറയണം. മുസ്ലിമിലെ ഹദീസ് ഗലത്താണ്, അബദ്ധാണ്, അബദ്ധം കൊണ്ടുനടക്കാൻ അതിന്റെ അർത്ഥം എവിടുന്ന നിങ്ങൾ ഓതിയത്? അബദ്ധം കൊണ്ടുനടക്കണോ? നിങ്ങൾ ജീവിതത്തിൽ പുലർത്തോ ഈ ഹദീസ്? ഹദീസ് പുലർത്തുകയും പറയും ഞങ്ങൾ മുസ്ലിമിലെ ഈ ഹദീസ് പുലർത്തും എന്ന് പറയും. എന്നിട്ട് നിങ്ങൾ മാതൃക കാണിച്ചു സമൂഹത്തിന്, അല്ല ഞങ്ങളെ കുറ്റം പറയാൻ മാത്രം ഇത് പറയാ. ഇമാം ബുഖാരി എന്താ പറഞ്ഞത്? അത് ഗലത്താണ്. ഇത് അള്ളാന്റെ റസൂലിന്റെ കലാമല്ല പറഞ്ഞ ബുഖാരി. ബുഖാരി ഹദീസ് നിഷേധിയാണോ? അള്ളാന്റെ റസൂലിന്റെ കലാമല്ല മുസ്ലിമിലെ ഈ ഹദീസ്. എന്നിട്ടോ കഅബുൽ അഹ്ബാർ ജൂദായിസാണ് ഈ ഹദീസ് എന്ന് ഇമാം ബുഖാരി പറഞ്ഞത്. ഇബ്നു തൈമിയ്യയും പറഞ്ഞിട്ടുണ്ട്. സംശയം ചോദിച്ചോളൂ എവിടെയുള്ളതെന്ന് ചോദിച്ചോളൂ, അപ്പൊ പറഞ്ഞുതരാം. എന്താ ഇപ്പൊ സംഭവിച്ചത്? ഇബ്നു തൈമിയ്യ നിഷേധിച്ചു മുസ്ലിമിലെ ഒരു ഹദീസിനെ. ഇമാം ബുഖാരി പറഞ്ഞു അത് ഗലത്താണ്, ജൂദായിസാണ് ഈ ഹദീസ്. അങ്ങനെ പറഞ്ഞ ഇമാം ബുഖാരി ഹദീസ് നിഷേധിയ നരകത്ത് പോകുന്ന ആളാ. അത് ഞങ്ങൾ എടുത്തു പറഞ്ഞ സലാം സുല്ലമി എടുത്തു പറഞ്ഞ ഈ പിന്നെ വിദ്യാർത്ഥിയായ അബൂബക്കർ എടുത്തു പറഞ്ഞ അബൂബക്കർ നരകത്തിൽ, സലാം സുല്ലമി നരകത്തിൽ, മടവൂരികൾ മുഴുവൻ നരകത്തിലേക്ക്. എന്നാ ബുഖാരി നരകത്തിലാ പറയാൻ തന്റെ ഇടം കാണിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ സമൂഹത്തോട് നിങ്ങൾ ഈ കപടമുഖം ഉണ്ടല്ലോ, ഇരട്ടത്താപ്പ്, അവിടെ നിന്ന് ഇത് ഉണ്ടാക്കുക, പുറത്തിറങ്ങിയ മടവൂരികൾ ഹദീസ് നിഷേധികളാണ് പറയും. എന്തു പറയുന്നു ഈ ഹദീസിനെ പറ്റി? ഇമാം ബുഖാരി തന്റെ കിതാബിൽ താരീഖുൽ കബീറിൽ പറഞ്ഞ, വാണെങ്കിൽ പോയി മറിച്ച് നോക്കേണ്ടി, താരീഖുൽ കബീറിൽ പറഞ്ഞ മുസ്ലിമിലെ ഹദീസിനെ സംബന്ധിച്ചത് അള്ളാന്റെ റസൂലിന്റെ വാക്കല്ല. എന്ത് പറയുന്നു നിങ്ങൾ ബുഖാരിനെ പറ്റി? എല്ലാ ഹദീസിനും ഒപ്പം ചർച്ച ചെയ്യാൻ കഴിയില്ല നിങ്ങളെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഓരോ ഹദീസ് എടുത്തുകൊണ്ട് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞത്. നമ്മളിപ്പോൾ എത്ര ദൂരം വന്നപ്പോൾ സമ്മാനം നടക്കുന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. അത് നിങ്ങൾക്ക് ആഗ്രഹമാണ്, ഈ നാട്ടുകാരോടും കൂടി പറയണം. ഉദ്ദേശം ഉണ്ടെങ്കിൽ എല്ലാ ഹദീസും ഒന്നിച്ച് ചാടി കളിക്കാൻ പറ്റില്ലല്ലോ. ഒരു ഹദീസ് സഹീർ ബാധിച്ച ഹദീസ് എത്ര കാലമായി പ്രസംഗിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് അതിനെ നിഷേധിച്ചും എതിർത്തും ഖുർആനെതിരാണ്, ഹദീസിനെതിരാണ്, ബുദ്ധിക്കെതിരാണ്. എവിടെ പോയി വിളിച്ച് ചോദിച്ചാൽ അന്വേഷിച്ചാലും കുഴപ്പമില്ല, നമ്മൾ ഇരിക്കണം ഇവിടെ. എന്നിട്ട് വ്യവസ്ഥ എഴുതാനും തയ്യാറാകണം. അപ്പോ നിങ്ങൾ തയ്യാറാണ് അതിന്. ഇവിടെ വേറെയുള്ള വിഷയം ആ ഹദീസിൽ അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ഇമാം ബുഖാരി മുസ്ലിമിന്റെ റിപ്പോർട്ട് സംബന്ധിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാ. ഇഖ്തിലാഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പണ്ഡിതൻ ഒരു വിഷയം പറയും, വേറെ പണ്ഡിതൻ വേറെ അഭിപ്രായം പറയും. സ്വാഭാവികമാണ്. സനദിലെ റാവിമാരിലെ റിപ്പോർട്ടിലെ പരമ്പരയിലെ ആളുകളെ കുറിച്ച് എല്ലാവർക്കും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും. അത് ലോകത്ത് ബുഖാരിയിലെ ഹദീസിനെ കുറിച്ചും ചില ഹദീസിനെ കുറിച്ചും പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. നമ്മൾക്കാർക്കും അതിനോട് എതിർപ്പില്ല. പക്ഷെ ഇവിടെ ഉള്ളതോ അത് ഹദീസ് നിഷേധമാണ്. അവിടെ ചർച്ച നടന്നിട്ടുണ്ട്, പഠനം നടന്നിട്ടുണ്ട്. ഇവിടെ നടക്കുന്നത് ഞങ്ങൾ ആ ഹദീസ് നിഷേധിക്കുന്നു എന്നാ, ഞങ്ങൾ ആ ഹദീസിനെ അംഗീകരിക്കൂല എന്നാ, ഞങ്ങൾ ആ ഹദീസിനെ സന്ധി തൊടാതെ ഒഴുങ്ങൂല എന്നാ. അപ്പൊ ഈ രൂപത്തിൽ ബുഖാരി വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ നിങ്ങൾ ചെയ്യുന്ന നിഷേധമാണ്. മുൻഗാമികൾ നടത്തിയത് നഖ്ദിയാണ്. ആ നഖ്ദ് ഇൽമിയായിരുന്നു, നിങ്ങളുടെ ഇൻകാരിയാണ്. അതാണ് പറഞ്ഞ വിഷയം മനസ്സിലാക്കണമെന്ന്. അന്ന് നടന്നത് ഇൽമിയായ ചർച്ചയാണ്. അത് നഖ്ദുൽ ഇൽമി എന്ന് പറയും. വിദ്യാർത്ഥികൾ നമ്മൾ നടത്തുന്ന എന്താണ്? അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാത്തതുകൊണ്ട് നിങ്ങൾ നടത്തുന്ന നിഷേധമാണ്. മുൻഗാമികൾ നടത്തിയ നഖ്ദ് നടത്തിയ ഏതെങ്കിലും ഒരു ഹദീസ്, ഇന്ന് നിങ്ങൾ നിഷേധിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഹദീസ് അവർ നഖ്ദ് നടത്തിയതുണ്ടോ? ഇന്ന് നിങ്ങൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിഹ്ർ ബാധിച്ചുള്ള ഹദീസ് നിങ്ങൾ നിഷേധിക്കുന്നു. മുൻഗാമികളായ പണ്ഡിതന്മാർ പലരും നഖ്ദ് നടത്തിയിട്ടുണ്ട്. അത് ഹദീസിനെ മത്നിനെ കുറിച്ചല്ല, ഹദീസിന്റെ സനദിനെ കുറിച്ചായിരുന്നു. നിങ്ങൾക്ക് സനദ് ബോധ്യപ്പെട്ടാലും അബ്ദുസ്സലാസ്ലി പറയുന്നുണ്ട്, സനദ് ശരിയാണെങ്കിൽ പോലും ഇത്തരം വിഷയങ്ങൾ മനുഷ്യബുദ്ധിക്കെതിരായതുകൊണ്ട് സ്വീകാര്യമല്ല. ആ യുക്തിവാദം നിങ്ങളുടെ കയ്യിലുള്ളത്. അതാ നിങ്ങൾ ശേഖരിക്കുന്ന വഴിക്ക് പോയി എന്ന് പറഞ്ഞത്. അത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഇവിടെ ഞങ്ങൾ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിഹ്ർ ബാധിച്ചുള്ള ഹദീസ് സത്യമാണ്. അവിടെ നമ്മൾ തുടങ്ങുക. ഒരുപാട് ഹദീസുകളുണ്ട്, നിഷേധിച്ച പലതുമുണ്ട്. ഞാൻ ഇപ്പോൾ ഓരോന്നും എടുത്തിട്ടാൽ നിങ്ങൾ അതിന്മേൽ ചർച്ചയ്ക്ക് നമ്മൾ പോകും. നിങ്ങൾ ഇവിടുന്ന് വിഷയം മാറ്റും. അപ്പം ഇവിടുന്ന് കഴിച്ചിലാവുകയും ചെയ്യും. അങ്ങനെ നിങ്ങൾ കഴിച്ചിലാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ ഇപ്പോൾ നിങ്ങളെ കെട്ടിയിരുന്നത് ഈ വിഷയത്തിൽ തന്നെയാണ്. ഓരോന്നോരോന്നും തുടങ്ങുക. അടുത്ത ആഴ്ച അടുത്തത് നടത്താം, പിറ്റത്തെ ആഴ്ച പിറ്റത്തെ നടത്താം. പലരും നിഷേധിച്ച് നിങ്ങൾ ഖബർ ശിക്ഷ നിഷേധിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരു സംശയമില്ല. അള്ളാഹുവിന്റെ ഇറക്കം നിഷേധിച്ചിട്ടുണ്ട്. നിങ്ങൾ
സിറാത്ത് നിഷേധിച്ചിട്ടുണ്ട്, മീസാൻ നിഷേധിച്ചിട്ടുണ്ട്, അള്ളാഹുവിന്റെ ഇസ്തിവാ നിഷേധിച്ചിട്ടുണ്ട്. ഇതിലൊക്കെ ചർച്ച നടത്തും. നിങ്ങളൊന്ന് ചിന്തിച്ചോളും. അബൂബക്കർ നസാഫി എന്നിവരുടെ പേര് കേൾക്കുമ്പോൾ കാര്യപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു. പിന്നാലെ നടത്തുമ്പോൾ ചിന്തിച്ചോളൂ. ഇപ്പൊ ഞങ്ങൾ പറയുന്നത് ഇരിക്കണം നിങ്ങൾ അബൂബക്കർ നസാഫ് സാഹിബ് എന്നിട്ട് എഴുതണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അസ്സലാമു അലൈക്കും. ഇവിടെ ഓരോ ഹദീസിൻ്റെ അടുത്ത് ചർച്ച ചെയ്യാൻ വിഷമമാണ് എന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. മറിച്ച് ഇവിടെ മൊത്തത്തിൽ നിങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കുന്ന വിഷയം ആദ്യം തന്നെ പറയുകയുണ്ടായി. മടവൂരികളൊക്കെ ഹദീസ് നിഷേധികളാണ്, കാരണം സഹീഹുൽ ബുഖാരിയിലെ ഹദീസുകൾ നിങ്ങൾ നിഷേധിച്ചുകൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാ, ഇപ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു സഹീഹുൽ ബുഖാരിയിലെ ഹദീസുകൾ മുൻകാല പണ്ഡിതന്മാർ വിമർശന വിധേയമാക്കിയിട്ടുണ്ട് എന്ന് നിങ്ങൾ തന്നെ ഈ സംവാദ വ്യവസ്ഥയിൽ തന്നെ സമ്മതിച്ചുകൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാ, ഇനി നിങ്ങൾ പുറത്തുപോയി ജനങ്ങളോട് പറയട്ടെ, ഇത്രയും കാലം ജനങ്ങൾക്ക് മുമ്പിൽ ഇവർ ഹദീസ് നിഷേധികളാണ് എന്ന് പ്രചരിപ്പിച്ചത് തെറ്റാണ് എന്ന് നിങ്ങൾ ജനങ്ങളോടും തുറന്നു പറഞ്ഞാൽ നമുക്ക് ചർച്ചയുടെ മർമ്മത്തിലേക്ക് വരാൻ സാധിക്കുന്നതാണ്. പിന്നെ നിങ്ങൾ അതിനൊരു ന്യായം പറഞ്ഞത് അത് ഇൽമിയാണ്, അത് നഖവിയാണ്. ശരി, നഖവി എന്ന് പറഞ്ഞതിന്റെ താരീഫ് എന്ന് പറഞ്ഞു കൊടുക്കും ജനങ്ങൾക്ക്. ഈ ഇരിക്കുന്ന സാധാരണക്കാർ കൂടി ഒന്ന് പഠിക്കട്ടെ, എന്താണ് നഖവി, എന്താണ് ഇൽമി എന്നൊക്കെ ജനങ്ങൾ പഠിക്കട്ടെ. അതുകൊണ്ട് ഇവിടെയുള്ള ചർച്ചയുടെ മർമ്മം ഹദീസ് നിഷേധവുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഓരോ ഹദീസ് എടുത്തുകൊണ്ട് ചർച്ച ചെയ്യുന്നതിന് പകരം മൊത്തത്തിൽ ആദ്യം ഇവിടെ ഹദീസ് നിഷേധം ഉണ്ടായിട്ടുണ്ടോ, എന്താണ് ഹദീസ് നിഷേധം, ആരൊക്കെയാണ് ഹദീസ് നിഷേധിച്ചത്, ചേകന്നൂരിന്റെ പിൻഗാമികളായിക്കൊണ്ട് ആരൊക്കെയാണ് ഹദീസ് നിഷേധിച്ചത് എന്ന് ജനങ്ങൾ പഠിക്കട്ടെ. അതല്ലാതെ സ്റ്റേജ് കിട്ടുമ്പോൾ, മൈക്ക് കിട്ടുമ്പോൾ ഇവരൊക്കെ ഹദീസ് നിഷേധികളാണ്, ബുഖാരിയിലെ ഇന്ന ഹദീസ് നിഷേധിച്ചതുകൊണ്ട്, മുസ്ലിമിനെ ഹദീസ് നിഷേധിച്ചുകൊണ്ട്, അതൊക്കെ വിമർശിച്ചതുകൊണ്ട് ഇവർ ഹദീസ് നിഷേധികളാണ് എന്ന് പറഞ്ഞ നിങ്ങൾ ഇപ്പോൾ പിൻകാല പണ്ഡിതന്മാരൊക്കെ ബുഖാരിയിലെയും സഹീഹ് മുസ്ലിമിലെയും ഹദീസുകളൊക്കെ വിമർശിച്ചിട്ടുണ്ട് എന്ന് ഈ മേശയ്ക്ക് ചുറ്റുമിട്ട് പറയുമ്പോൾ പുറം ലോകം അറിയട്ടെ, ഇവരൊക്കെ ഇത്രയും കാലം ജനങ്ങളോട് പറഞ്ഞ് പ്രചരിപ്പിച്ചത് കുപ്രചരണമാണ് എന്ന് ജനങ്ങളൊക്കെ മനസ്സിലാക്കട്ടെ എന്നാണ് സാന്ദർഭികമായി സൂചിപ്പിക്കുവാനുള്ളത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ സന്ദർഭത്തിൽ അൽഹംദുലില്ലാ നമ്മുടെ ചർച്ചയുടെ മർമ്മത്തിലേക്ക് തന്നെ നാം കടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഹദീസ് നിഷേധം, ആരാണ് ഇവിടെ ഹദീസ് നിഷേധിച്ചത്? മുൻകാല പണ്ഡിതന്മാർ ഇവിടെ വിമർശിക്കപ്പെടാത്ത ഏതെങ്കിലും ഹദീസുകൾ ഇവിടെയുള്ള മുജാഹിദ് പണ്ഡിതന്മാർ ആരെങ്കിലും നിഷേധിച്ചിട്ടുണ്ടോ, വിമർശിച്ചിട്ടുണ്ടോ? ഇല്ല. നമുക്കറിയാം, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ ആരും തന്നെ ഒരു ഹദീസ് സഹീഹായ മാനദണ്ഡപ്രകാരം സഹീഹായ ഒരു ഹദീസിനെയും നിഷേധിച്ചിട്ടില്ല എന്നുള്ളത് ഇവിടെയുള്ള മുജാഹിദുകൾക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യമാണ്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇത്രയും കാലം ഈ കുപ്രചരണവുമായി ജനങ്ങളുടെ വിധികളാക്കുന്നതിന് വേണ്ടി ജനങ്ങൾക്കിടയിൽ ഇറങ്ങിത്തിരിച്ചത് എന്ന് നമുക്കറിയുന്നത് കൊണ്ട് തന്നെയാണ്. ആ വിഷയമാകട്ടെ, മർമ്മപ്രധാനമായ ആ വിഷയം തന്നെയാകട്ടെ. അസ്സലാമു അലൈക്കും. സഹോദരനെല്ലാം സംസാരിക്കാൻ അറിയാം, പക്ഷേ ഒരു വിവരമില്ല എന്ന് വളരെ ആളുകൾക്ക് കേൾക്കുന്നവർക്ക് മനസ്സിലാവുന്നുണ്ട്. അയാൾക്ക് എന്തും ഹദീസ് എന്താണെന്നോ അല്ലെങ്കിൽ ഹദീസിന്റെ നഖദ് എന്താണോ. സഹോദരൻ ഒരു കാര്യം മനസ്സിലാക്കണം, ബുഖാരിയെ സംബന്ധിച്ചുള്ള വിമർശനം ഇവിടെ ഞങ്ങൾ അംഗീകരിച്ചെന്ന് വലിയ കോലിൽ പറഞ്ഞാൽ ഇത് ഞാൻ എഴുതിയ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ പുസ്തകം എന്തെങ്കിലും വായിച്ചു നോക്കിക്കൂടാ? സഹീഹ് ബുഖാരിക്കും മുസ്ലിമിനതിൽ വിമർശനങ്ങൾ ഇത് നിങ്ങളെപ്പോലെ ഹദീസ് നിഷേധികൾ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. നിങ്ങളെ ആദ്യത്തെ തുടക്കക്കാരെന്നല്ല അബ്ദുസലാം സുല്ലമി ഇവിടെ ദുനിയാവിൽ ഒന്നാമത് ഹദീസ് നിഷേധിച്ച ആളൊന്നുമല്ല. ഇദ്ദേഹത്തിന് മുമ്പ് പല ആളുകളും ഹദീസ് നിഷേധിച്ചത് ആ ഹദീസ് നിഷേധം തനിച്ച മുഅ്തസിലിയത്ത്, അഹ്ലുസുന്നയുടെ വാദമില്ലാത്ത, അഹ്ലുസുന്നക്ക് പരിചയമില്ലാത്ത മുഅ്തസിലി വാദം. ആ വാദം മുഅ്തസിലികളും സലാം സുല്ലമിലല്ലേ മുഅ്തസിലിന്റെ ഇമാമ്, അയാളുടെ ഇമാമ് വേറെ ജുബ്ബായില്ലേ, അതുപോലെ തന്നെ ജസ്സാസ് ഇല്ലേ, ഇവരൊക്കെ നിശ്ചയിച്ച് സലാം സുല്ലം എടുത്തു. അഹ്ലുസുന്നത്തിന്റെ ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിൽപ്പെട്ട ആരാ നിശ്ചയിച്ചത്? സിഹറിന്റെ ഹദീസിൽ നിങ്ങൾ അംഗീകരിക്കോ? ഇല്ലേ. ഇമാം ബുഖാരി തന്റെ സഹീഹുൽ ബുഖാരിയിൽ 6 തവണ കൊണ്ടുവന്ന ഹദീസ് ഇത് നിങ്ങൾ അംഗീകരിക്കില്ല. അത് പറ, അത് നിങ്ങൾ നിഷേധിക്കുന്നു. വിശുദ്ധ ഖുർആന് എതിരാണെന്ന് പറഞ്ഞ ദുർന്യായം, അള്ളാഹുവിന്റെ ഖുർആന് എതിരായ അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിചയമില്ലാത്ത വാദം പറഞ്ഞിട്ട് തനിച്ച കളവ് ഇവിടെ നസാഫ് എഴുതിയ ആ കളവ് നിങ്ങൾ ആവർത്തിക്കരുത്. ആ കളവ് പറഞ്ഞുകൊണ്ട് റസൂലിനെ ഉദ്ധരിച്ച അല്ലെങ്കിൽ പ്രവാചകനെ ബാധിച്ച സീർ നിങ്ങൾ നിഷേധിക്കുന്നു. ഹദീസ് നിഷേധം നമ്പർ 1.
രണ്ട് നമുക്ക് തരാം. സിറാത്ത് നിഷേധിച്ചിട്ടുണ്ടോ അല്ലേ പറ, മീസാൻ നിഷേധിച്ചിട്ടുണ്ടോ അല്ലേ പറ, ഖബർ ശിക്ഷ നിഷേധിച്ചിട്ടുണ്ടോ അല്ലേ പറ, അതുപോലെ തന്നെ ചന്ദ്രബോധം നിഷേധിച്ചിട്ടുണ്ടോ അല്ലേ പറ, അള്ളാഹു ആകാശങ്ങളിൽ ഭൂമിയെ വലത് കൈയിൽ ചുരുട്ടിപ്പിടിക്കുന്നു പറ. അതൊക്കെ നിഷേധിച്ചിട്ട് ഒന്നേ ബൈ ഒന്ന് നമുക്ക് തരാം. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ധൈര്യമുണ്ടെങ്കിൽ ഏത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബാധിച്ച സിഹർ, അത് ബുഖാരിയിലുള്ള ഹദീസ് ഖുർആനെതിരാണ്. അത് കഴിഞ്ഞിട്ട് അടുത്താണ് ഇൻഷാ അല്ലാഹ് നമുക്ക് കണ്ണൂർ ചർച്ച ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താ, ഈ ഹദീസിൽ നിങ്ങൾക്ക് പേടി നസാഫ് ഉസ്താദൊക്കെ മൈക്ക് കിട്ടിയ അത് ഖുർആനെതിരാണ്. എന്ന് ആയത്തോതിട്ട് വിമർശിക്കുന്ന ആളിൽ ധൈര്യമുണ്ടെങ്കിൽ അവതായത്ത് ആയത്തിന്റെ തഫ്സീർ തരിക. അതുകൊണ്ട് ഇവിടെ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളിന്ന് വന്നിട്ടുള്ളത് ഈ ഹദീസ് ചർച്ച ചെയ്യാണ്. ഇതും ചർച്ച എനിക്ക് ധൈര്യമുണ്ടോ? അത് തയ്യാറായി സംവാദങ്ങൾ പിറ്റേന്ന് ഇത് വ്യവസ്ഥ നമുക്ക് ചെയ്താ കണ്ണറ ചെയ്താ. അതുപോലെ തന്നെ നിങ്ങൾ സിറാത്ത് നിശ്ചയിച്ചിട്ടുണ്ടല്ലോ പറ. അള്ളാഹുവിന്റെ നുസൂലിനെ മുത്തവാത്തിറായ ഹദീസിൽ നിങ്ങൾ നിശ്ചയിച്ചിട്ടില്ലേ? ഇല്ലെങ്കിൽ തെളിവ് മുമ്പൊക്കെ ഇട്ടരും നിങ്ങൾ, മനസ്സിലായില്ലേ? പിന്നെ എവിടെ നിഷേധിച്ചത് ഒന്ന് നമ്പർ 1 പിടിച്ചു വെച്ച സഹോദര, നിങ്ങൾ റസൂലുള്ളാഹിന്റെ ഹദീസിൽ നിഷേധിക്കുന്നു. അത് ഇൻകാറല്ല, നിങ്ങളത് നഖദല്ല. നിങ്ങൾക്ക് നഖദും തിരിയില്ല, ഇൻകാറും തിരിയില്ല. ഞാൻ ചോദിക്കട്ടെ, ഇമാം ദാറഖുത്നി വിമർശിച്ച ഹദീസുകൾ, ആ ഹദീസുകൾ ഇമാം ദാറഖുത്നി തള്ളിയിട്ടുണ്ടോ? നിങ്ങൾ തെളിയിക്കാൻ കഴിയത്? ആ ദാറഖുത്നി വിമർശിച്ച ഹദീസിൽ റസൂലുള്ളാഹിക്ക് സീറ ബാധിച്ച ഹദീസുണ്ടോ? തെളിയിക്കാൻ കഴിയാൻ നിങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് നഖദെന്നറിയില്ല. ഞാൻ നിങ്ങൾക്ക് കഥ പറഞ്ഞുതരാം. മുമ്പ് ഒരു മോലിയാര് മുണ്ടാലവിടെ ഇരുന്നോളി, എന്റെ ടൈം അടങ്ങി അവിടെ ഇരിക്കും. ഒരു മോലിയാര് വയല് പറഞ്ഞപ്പോഴേ അറബി വാക്ക് ഇങ്ങനെ നാവുമേ വരും. അപ്പൊ കമ്മിറ്റിക്കാർ പറഞ്ഞു, ഉസ്താദ് നിങ്ങൾ പറഞ്ഞ വയല് നാട്ടുകാർക്ക് തരുന്നില്ല. അപ്പൊ മോലിയാർ മറുപടി പറയാൻ വന്നതാണ്, എന്റെ ലിസാനിൽ കൂടി ജാരിയാകുന്ന അറബി കലിമത്തിന്റെ മഅന മഫ്ഹൂമാകുന്നില്ലെന്ന് ഇവിടെ ശെക്വ കിട്ടിയിട്ടുണ്ട്. പലതും തിരിഞ്ഞോ? എന്നാ വായിക്ക് നഖദ്, ഇൻകാറ്, കൊങ്കാറ് എന്ന് പറയാം. എന്താ നഖദിന്റെ അർത്ഥം നിങ്ങൾ പറഞ്ഞല്ലോ, ഇയാൾക്കൊന്നും തിരിഞ്ഞ ചോദിച്ചതിന് മറുപടി പറഞ്ഞെടുക്കി. അല്ലാതെ ഉത്തരം മുട്ടുമ്പോ കുറെ അറബി വാക്കുകൾ. എന്താ നഖദ് എന്ന് പറഞ്ഞാൽ എന്താ? നഖദ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളിപ്പോ ധൈര്യത്തിനെ വെല്ലുവിളിച്ചു, മുറവിന്റെ അപ്പുറം തന്നെ പുൽപ്പറ്റ ധൈര്യത്തിന് ഒട്ടും കുറവല്ല. ആ ധൈര്യം അങ്ങോട്ട് തരിക. ആ ധൈര്യം എന്താ നഖദ് എന്ന് പറഞ്ഞ? മുൻഗാമികൾ നഖദ് ചെയ്തൂലേ? നഖദ് ചെയ്തോ? മുൻഗാമികൾ നഖദ് ചെയ്താൽ പിന്നെ ഒരു ഹദീസ് നിഷേധികളാവില്ല. ഞങ്ങൾ നഖദ് ചെയ്താൽ അപ്പൊ ഇനി നഖദ് എന്താ വായിക്കുന്നത്? എന്താ നഖദ്? നഖദിന്റെ താരീഫിന് പറഞ്ഞത് നാട്ടുകാർക്ക് തിരിയട്ടെ. അല്ല നിങ്ങൾ ഉത്തരം മുട്ടുമ്പോൾ കുറെ അറബി വാക്ക് കൊണ്ടുവരിക, എന്നിട്ട് അയിമ പഠിച്ച് തൂങ്ങണ്ട. അത് കൗമന്റെ അടുത്ത് പറഞ്ഞ അല്ലാഹു അക്ബർ എന്ന് പറയില്ലെങ്കിലും വെറുതെ ആവേശമുള്ള അവിടെ പറഞ്ഞാൽ മതി കേട്ടോ. പിന്നെ നിങ്ങൾ ആ ബുക്ക് ഉണ്ടല്ലോ, പടച്ചോൻ കാക്കട്ടെ, ഖുറാഫാത്തിന്റെ ബുക്കിൽ നിന്ന് തൗഹീദ് പഠിക്കുന്ന ഒരു ഗതികേടിൽ നിന്നുള്ള ഞങ്ങളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അത്രയും കഴിഞ്ഞ പറ്റി പറയാം. ഇത് വായിച്ചു, നിന്റെ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ ഏതാ ഈ ബുക്ക് അല്ലേ? നിങ്ങളിപ്പോ പറഞ്ഞെന്താ നമ്മുടെ ഉമരി പറഞ്ഞ മുൻഗാമികളായ പണ്ഡിതന്മാരും ബുഖാരിയിലെ ചില ഹദീസ് നഖദ് ചെയ്തിട്ടുണ്ട്. എന്താ ഉമരി നഖദ് എന്ന് പറഞ്ഞ എന്താ അതിന്റെ അർത്ഥം? പുകഴ്ചാണ്, അംഗീകരിക്കുകയാണ്? ആണോ? അല്ലല്ലോ. നിങ്ങൾ പറയും നഖദിന്റെ അർത്ഥം, നിങ്ങൾ പറയും എന്റെ അടുത്ത് എന്തെങ്കിലും കാര്യം. അപ്പൊ ഞാൻ വായിച്ചു തരാം. എന്താ നഖദ് ചെയ്തു പറഞ്ഞാൽ, നിങ്ങളെ ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ, നമ്മളെ കൂട്ടുകാരൻ UK-യും ഉമ്മർ കോയ മദീനി മുമ്പ് പറഞ്ഞു 800 ഹദീസിന്, ബുഖാരിയിലെ ഹദീസിനെ പൂർവികന്മാർ നഖദ് ചെയ്തിട്ടുണ്ട്. പിന്നെ പറഞ്ഞു 1000 ഹദീസിന്. ഇപ്പൊ അത് തന്നെ നമ്മളെ ബഹുമാനിയായ ഉമരിയും പറയുന്നു, മുൻഗാമികളായ പണ്ഡിതന്മാർ ഹദീസിനെ, ബുഖാരിയിലെ ഹദീസിനെ തന്നെ. ഞങ്ങളെ വാദത്തില് ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങൾ കുറെ ഹദീസിന് ഇന്നാ എഴുതി തരും. ഇപ്പൊ നിങ്ങൾ വാചികമായിട്ട് പറഞ്ഞല്ലോ, ഈ സിഹറിന്റെ ഹദീസിന് നിശ്ചയിച്ചു, മറ്റേ ഹദീസിന് നിശ്ചയിച്ചു, എന്നാ ഇത് വാദപ്രകാരത്താ റെഡിണ്ടായി. എഴുതിങ്ങൾ അതിനുണ്ടങ്ങൾ ഈ വാചികമായിട്ട് പറയുന്ന ബടായി എഴുതിയിട്ട് വാദപ്രയോഗത്തിന് റെഡിണ്ടോ? എന്നാ എഴുതി, ഞങ്ങളെ വ്യവസ്ഥക്കനുസരിച്ച് ഇത് മറുവാദം എഴുതി. അതിന് നിങ്ങളെ കിട്ടുക. നിങ്ങളുടെ വിരലിനെ തോന്നി കുറെ വിഷയത്തില് അബൂബക്കർ എന്ന് പറഞ്ഞ ഒരു മനുഷ്യന്റെ മൗജൂദിന് സംശയം ഉണ്ടാവും. അവന്റെ വിരലുണ്ടോ ഇല്ലേ നല്ല നോക്കല്. ഞാൻ തന്നെ ഉണ്ടോ എന്നാ മായ്ക്കാൻ ഞാൻ നിസ്കാരം ഉദാഹരണം പറഞ്ഞാൽ തിരിയുമ്പോൾ ഇനി എന്താ കാട്ടുക? നിസ്കാരം എന്ന് പറയുമ്പം അതിന് നിഷേധം ഉണ്ടോ അല്ലോ എന്ന് പറയുമ്പം അതിന് കൈ ഒന്തിക്കണോ വിരല് തന്നെ കിബിരിട്ട്? അതല്ല ഹദീസ് നിഷേധം. എന്നാ വാചകത്തിൽ പറഞ്ഞേ ഞങ്ങൾ കുറെ ഹദീസ് നിഷേധിക്കണില്ലേ? ഉണ്ടല്ലോ. എഴുതിന്നിട്ട് അതിന് വാദപ്രയോഗത്തിന് റെഡിയായി. അതിന് റെഡിയാവുമ്പോൾ നിങ്ങളെ ആണത്വവും ധൈര്യവും ഇവിടെ ചോർന്നു പോകുമ്പോ എഴുതികൾ ഞങ്ങൾ ഈ വാദത്തിനിതാ ഇതിന് മറുവാദം എഴുതി. സഹീഹുൽ ബുഖാരി, സഹീഹ് മുസ്ലിം അടക്കമുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിലുള്ളത് ഖുർആൻ പോലെ നിരുവാധികം അംഗീകരിക്കേണ്ടില്ല. ഞങ്ങൾ ഈ വാദത്തിന് മറുവാദം എഴുതി.
ഒറ്റ മിനിറ്റ് ഞാൻ ഒരു മിനിറ്റ് സംസാരിച്ചോട്ടെ. ഇത് അല്ല 3 മിനിറ്റ് സംസാരിക്കും. ഞാൻ സംസാരിക്കും. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. അല്ല നിങ്ങളെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ദേഷ്യപ്പെടല്ലേ? ഞങ്ങളുടെ 3 മിനിറ്റ് നസാഫ് ഭായ്, ഞങ്ങളുടെ 3 മിനിറ്റിൽ 1 മിനിറ്റ് അദ്ദേഹം സംസാരിക്കും, ബാക്കി ഞാൻ സംസാരിക്കുന്ന പറഞ്ഞു. നിങ്ങൾ ബേജാറാകല്ല, ഞങ്ങൾ കുട്ടികളാണ്, നിങ്ങൾ പ്രായമുള്ളവരല്ലേ, ഇരിക്കവിടെ. അതായത് ഒരു മിനിറ്റ് ഇവിടെ ഞാൻ സംസാരിക്കാൻ തുടങ്ങി. നമസ്കാര സമയം ഇവിടെ ഞാൻ കൊണ്ടുവന്ന ഈ ചോദ്യങ്ങളും അതുപോലെ തന്നെ ഈ വാദപ്രവാദം നടത്താൻ വേണ്ടി ഞാൻ പറഞ്ഞതൊക്കെ ഇവിടെ ഇല്ലാതായി പോവാണ്. ഇദ്ദേഹം ഇന്ന് എഴുതിയതിനിപ്പോൾ നമ്മൾ അതിന് തയ്യാറാണ്. ഹദീസ് എന്ന് പറഞ്ഞ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞേക്കല്ല ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ പറഞ്ഞ രണ്ടാമത്തെ ആ വാദത്തിന് മുമ്പ് അൽഹംദുലില്ലാ ഞാൻ ആദ്യം കൊണ്ടുവന്ന ഈ വാദത്തിന് നിങ്ങൾ തയ്യാറാവണം. കാരണം എന്താ പറയുക, വളരെ സമർത്ഥമായിട്ട് ഈ വിഷയത്തിൽ മുൻകാലത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ മുഴുവനും മുഹദ്ദിസുകളെ മുഴുവനും ഇസ്ലാമിന്റെ പുറത്ത് നിർത്തിയിട്ട് നസാബുസ്ഥാനം എല്ലാം വിടൂല. എന്താ നിങ്ങൾ പറഞ്ഞത്? മുഹ്യദ്ദീൻ ശൈഖിനെ വിളിക്കുന്നതിന് തുല്യമാണ് സിഹ്ർ എന്ന് പറഞ്ഞ ഒരൊറ്റ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഇസ്ലാമിന്റെ അകത്തില്ല. അത് ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ഈ സംവാദം വെക്കാൻ ഞാൻ ആവശ്യപ്പെട്ടത്. നിങ്ങൾ സമർത്ഥമായിട്ട് എവിടെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്? ഈ അമാനി മൗലവി മുതൽ KM മൗലവി മുതൽ ഇവിടുന്ന് അങ്ങോട്ട് മുതൽ ഇബ്നു കസീറിന്റെ തഫ്സീർ എടുത്തോട്ടെ, ബൈലാവി എടുത്തോട്ടെ, ഖുർത്തുബി എടുത്തോട്ടെ, ഇബ്നു ജരീർ തബരി എടുത്തോട്ടെ, മുഴുവൻ ആൾക്കാരും സിഹറിന്റെ ഹഖീഖത്തിനെ അംഗീകരിക്കുന്നവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ബാധിച്ച് അംഗീകരിക്കുന്നവരാണ്. നിങ്ങൾ വാദപ്രകാരം ഇസ്ലാമിനെ പുറത്താവരുത്. അത് നമുക്ക് തെളിയിക്കേണ്ട കാര്യം. ഇത് നിങ്ങൾ പറഞ്ഞല്ലോ മനുഷ്യനുണ്ടോ നോക്കിയിട്ടില്ല ബെർലിന്റെ കാര്യം ചർച്ചയിൽ, ഇസ്ലാമിന്റെ അകത്ത് വരും എന്നിട്ടില്ല ഹദീസിനെ കുറിച്ച് ചർച്ചയിൽ. നിങ്ങൾ മനസ്സിലാക്കേണ്ട, നിങ്ങൾ നിഷേധിക്കുന്ന ഹദീസുകൾ വെച്ച് ഹറഫൻ ബിഹറഫൻ നിങ്ങൾ പറഞ്ഞ തുല്യമായിട്ട് ഒന്നാമത്തെ ഹദീസ് ഏതിക്കോ സിഹറിന്റെ ഹദീസ് 6 സ്ഥലത്ത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ, ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ, അഹ്മദ് റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ? ഇവരൊക്കെ ഇസ്ലാമിന് പുറത്താ. സിഹിറിനെ വിശ്വസിക്കണമെന്ന് മുഹ്യിദ്ദീൻ ശൈഖിനെ വിളിക്കുന്നത് പോലെയാണ്, അതുപോലെയാണ് സിഹിറിനെ കൊണ്ടുണ്ടാകുന്ന ഉപദ്രവം. ഇതെല്ലാം ഇമാമുകൾ പറഞ്ഞതാണ്. നിങ്ങളുടെ വാദപ്രകാരം മുഹ്യിദ്ദീൻ ശൈഖിനെ വിളിക്കുന്ന ഖുറാഫികൾക്ക് സമാന അമാനുമൂലം മുതൽ അങ്ങോട്ട് 400-ാം നൂറ്റാണ്ട് വരെയുള്ള ഇമാമുകൾ ഞങ്ങൾ പറയുന്നത് എന്തർത്ഥമുള്ളത്? അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. സിഹിറിന്റെ ഹഖീഖത്ത് തെളിഞ്ഞ ഈ അമാനുമൂലം ഇവരൊക്കെ ഇസ്ലാമിന്റെ അകത്തായി. നിങ്ങൾ ഈ വാദപ്രകാരമെങ്കിൽ ഈ അമാനുമൂലം മുതൽ മുഴുവൻ ആൾക്കാർ ഇസ്ലാമിന് പുറത്താണ്. സിഹിറിന്റെ ഹഖീഖത്ത് സിഹിർ യാഥാർത്ഥ്യമുള്ള ഗുണമോ ദോഷമോ ഉള്ള എന്തെങ്കിലും ഫലമുണ്ടാക്കുന്ന തരത്തിൽ ഒരു സിഹിറുമില്ല. കേവലം മനുഷ്യനെ പകിട്ടാകുന്ന ചില ചെപ്പടവിധികൾക്ക് മാത്രമുള്ള പേരാണ് സിഹിർ എന്നിങ്ങനെ ചില അഭിപ്രായങ്ങൾ മുമ്പും ഇപ്പോഴും നിങ്ങളാണ്, മുമ്പുള്ള മുഅ്തസിലകളാണ്. എന്നിട്ട് പറയാണ് മുഅ്തസില വിഭാഗക്കാരിൽ നിന്നാണ് ഇതിന്റെ ഉത്ഭവം. ഇനി പറ, ഈ മുഅ്തസില വിഭാഗക്കാർ അഹ്ലുസുന്നത്തിന്റെ ഉള്ളിലോ പുറത്തോ? അമാനി മൗലവി എവിടെ ഇപ്പൊ നിൽക്കുന്നു? മുഹ്യിദ്ദീൻ ശൈഖിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് തുല്യം അമാനി മൗലവി അല്ലെ? നിങ്ങൾ അങ്ങനെ ഭൂതപ്പാറ സംസാരിച്ചത്? ഭൂതപ്പാറൊക്കെ നിങ്ങൾ സംസാരിച്ച എങ്ങനെയാണ്? മുഹ്യിദ്ദീൻ ശൈഖ് എവിടുന്ന് വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും ഏത് ഭാഷയിൽ വിളിച്ചാലും കേൾക്കും, ഉത്തരം ചെയ്യുമെന്ന വിശ്വാസത്തോടെ എന്റെ മനസ്സിലുള്ളത് പോലും അറിയും എന്ന വിശ്വാസത്തോടെ അങ്ങനെ ഇല്ലാത്ത വിശ്വാസം ഉണ്ടാക്കി വിളിക്കുക. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസം ഇദ്ദേഹത്തിന് ചേർത്തി കൊടുക്കുന്ന പോലെ അതാണല്ലോ ശിർക്ക് എന്നതുപോലെയാണ് സിഹിറും സംഭവിക്കുന്നത്. പിന്നെ വിളവുണ്ടില്ലേ? കാര്യം പിടുത്തം വിട്ടു പോകുന്നുണ്ട്. നമ്മളെ ഉമരിയും അബ്ദുൽ മലിക്കും സംസാരിച്ച പിടുത്തം വിട്ടു പോകുന്നുണ്ട്, ഹദീസിമൊക്കെ പോകുന്നുണ്ട്. പേടിച്ചു ഷെയ്ഖ് അബ്ദുറഹ്മാൻ പേടിച്ചു. നേരൊറ്റ മറിച്ചിട്ട് സിഹിറുമക്ക്. എന്റെ സഹോദര സിഹിറും തങ്ങൾക്ക് ഹദീസ് നിഷേധത്തിൽ സംസാരിച്ചൂടെ? ഹദീസ് നിഷേധം കോമൺ വിഷയം വെച്ച അതിൽ പറഞ്ഞൂടെ? എന്നാ എഴുതി ഹദീസിനിതാ ഞങ്ങളെ വാദത നിങ്ങൾ സഹീഹുൽ ബുഖാരി സഹീഹ് മുസ്ലിം സംസാരിച്ചിരിക്കുകയാണ് ഉണ്ടാക്കിയവിടെ. സഹീഹുൽ ബുഖാരി സഹീഹ് മുസ്ലിം അടക്കമുള്ള ഹദീസു ഗ്രന്ഥങ്ങളിലുള്ളതെല്ലാം ഖുർആൻ പോലെ നിരുപാധികം അംഗീകരിക്കേണ്ടതില്ല. മറുവാദം ചെയ്താൽ റെഡി ആയിക്കോളി. അവയിലുള്ള ചില ഹദീസുകളെ സലഫുകളായ മുഹദ്ദിസുകളും ഈ ഹദീസു ഗ്രന്ഥങ്ങളിലുള്ള ചില ഹദീസുകളെ സലഫുകളായ മുഹദ്ദിസുകളും ആധുനികനായ അൽബാനിയും വിമർശിച്ചിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞതനുസരിച്ച് അവരൊക്കെ ഹദീസ് നിഷേധികളാവും അല്ലേ? കേട്ടോ, ആ മഹാത്മാക്കളും അവരുടെ വാക്കുകളെ എടുത്തുദ്ധരിക്കുന്നവരും ഹദീസു നിഷേധികളാണ്, നരകത്തിലാണ് എന്ന വാദം കള്ളത്തരവും കാപ്പട്യവുമാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ എഴുതാൻ കിട്ടാത്തത്? ഞങ്ങൾ പറഞ്ഞ ശരി ഞങ്ങൾ ബോധിപ്പിച്ചു തരല്ലേ? അല്ലെങ്കിൽ എഴുതി സംവാദത്തിന് റെഡിയായി, ആൺകുട്ടികളാണെങ്കിൽ റെഡിയായി. എന്നാൽ
ഉസൂലുൽ ഹദീസ് അഥവാ ഹദീസ് നിദാന ശാസ്ത്രം അനുസരിച്ച് സഹിയായ ഒരു ഹദീസും നിഷേധിക്കാവതല്ല. ഈ സംവാദത്തിൽ നിങ്ങൾ തെളിയിച്ചേരി. ഉസൂലുൽ ഹദീസ് അനുസരിച്ച് ഇന്ന ഹദീസിന് ഒരു കുഴപ്പമില്ല, അത് മഖ്ബൂലിയെ നിഷേധിച്ചു എന്ന് ഈ സംവാദത്തിൽ തെളിയിച്ചേരി. ഇത്ര അവസരങ്ങൾക്ക് തന്നിട്ട് നിങ്ങൾ ഇങ്ങനെ വൈദി സിഹർ എന്ന് പറഞ്ഞ ഒരു വിഷയത്തിലേക്ക് വരും അല്ലേ? പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ അമാനി മൗലവി പറഞ്ഞ മുഴുവൻ അംഗീകരിക്കാൻ നിങ്ങൾ റെഡി ഉണ്ടോ? അയ്യൂബ് നബിക്ക് രോഗം ഉണ്ടാക്കിയ ശൈത്താൻ അങ്ങൾ പറഞ്ഞ് അമാനി മൗലവി പറഞ്ഞ അങ്ങനെ അല്ല എന്ന് പറഞ്ഞില്ലേ? അമാനി മൗലവി നിങ്ങൾ മുഴുവൻ അംഗീകരിക്കുക, പൊളിഞ്ഞ് പാളീസങ്ങള്. അതുപോലെ തന്നെ പിന്നെ ഇപ്പൊ കട്ടുകൾക്ക് നിലച്ചു എന്നാണ് അമാനി മൗലവി എഴുതിയിട്ടുള്ളത്, നിങ്ങൾ അംഗീകരിക്കണോ? തന്നെയല്ല നമ്മളെ സക്കരിയ ഉസ്താദ് പറഞ്ഞല്ലോ, നമ്മളെ തഫ്സീറിലൊക്കെ ഒരുപാട് കള്ളത്തരം കടന്നുകൂടിയാണ്, ദുർബലത കടന്നുകൂടിയാണ്. പിന്നെ നിങ്ങൾ മാത്രം അമാനി മൗലവിനാണ് സെമീന അത്താഴ അങ്ങനത്തെ ഒരു ഇതുണ്ടോ? തക്ലീദ് ഉണ്ടോ നമ്മളേല്? ഇല്ലല്ലോ. എവിടുന്ന് നിങ്ങളൊക്കെ മുജാഹിദായത്? നിങ്ങൾ ആ ഗൾഫിൽ റിയാദിൽ പോയി കാണും, ഇവിടുത്തെ മുജാഹിദ് എന്താ നിങ്ങൾ മനസ്സിലാക്കിയില്ല. പിന്നെ നേരത്തെ നേരത്തെ പറഞ്ഞു എന്നപ്പോ സലഫുകൾക്ക് ഭിന്നത ഉണ്ട്. എന്താ ഭിന്നത? ഖുർആൻ മറക്കാന്ന് പറഞ്ഞത് വൻ പാപമാണ്. ഈ ഹദീസിൽ ബുഖാരിയിലെ ഹദീസ് എന്താ പറഞ്ഞറിയോ? അള്ളാഹുവിന്റെ റസൂല് ഖുർആൻ മറന്നു. എനിക്ക് ബഹുമാന്യന്മാരായ ഹദീസ് പണ്ഡിതന്മാരോട് ചോദിക്കാതെ അള്ളാഹുവിന്റെ റസൂല് ഖുർആൻ മറക്കുവോ? ഒരു തലക്കം ഇങ്ങനെ ഖുർആൻ ഇറങ്ങുക, എന്നിട്ട് റസൂൽ എന്നെ ഇങ്ങനെ മറന്നുപോവുക. ബുഖാരിയിലെ ഹദീസ് കേട്ടോളി. അൻ ഹിശാം ബിൻ ഉർവ അൻ നബിഹി അൻ ആയിഷ. ഹദീസ് കേൾക്കണം, വാറോലല്ലത്. സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജുലൻ യഖറഉ ഫീ സൂറ ബില്ലൈൽ ഫഖാല യർഹമുഹുമുല്ലാഹ് ലഖദ് അദ്കർനി കദാ വകദാ ആയ കുൻതു ഉൻസീതുഹാ മിൻ സൂറത്തി കദാ വകദാ. ഈ ഹദീസിനെ പറ്റി എന്ത് പറയുന്നു? എന്നാലും പഴയ മുസ്ലിഹാദത്ത് പോയിട്ടില്ല, ചിരിച്ചിട്ടും ഗോമാത്രം കാട്ടിയിട്ടും രക്ഷപ്പെടാൻ കരുതണ്ട. നമ്മൾ പറഞ്ഞത് ഇവിടെ ഹദീസ് നിഷേധത്തിന്റെ ഉദാഹരണം അവിടെ എഴുതി കഴിഞ്ഞു. ഹർഫാണ് പറഞ്ഞത് മടവൂരികൾ ഹദീസ് നിഷേധിക്കുന്നു, മടവൂരികൾ ഹദീസ് നിഷേധിക്കുന്നു. നമ്മുടെ വാദമാണ് മടവൂരികൾ ഹദീസ് നിഷേധിക്കുന്നു. തെളിവ് 1, സിഹിർ ബാധയെ നിഷേധിക്കുന്നു. കാരണം അത് ബുഖാരിയിലുണ്ട്, അത് മുസ്ലിമിലുണ്ട്, മറ്റു ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട്. 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിഹിർ ബാധിച്ചതിനെ നിങ്ങൾ നിഷേധിക്കുന്നു, അത് ബുഖാരിയിലുണ്ട്, അബൂദാവൂദിലുണ്ട്, ഒരുപാട് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ നിങ്ങൾ വാദപ്രതിവാദത്തിന് തയ്യാറാവണം, സംവാദത്തിന് നിങ്ങൾ തയ്യാറാവണം, വ്യവസ്ഥ എഴുതണമെന്ന് ബഹുമാനനായ നസാഫ് മൗലവിയോട് പറയാണ്. പിന്നെ ഈ ഒരു കത്തെണ്ണങ്ങൾ 2002 മടവൂരികൾ പിരിഞ്ഞ് സന്ദർഭത്തിൽ MI സുല്ലമി ഗൾഫ് കൊടുത്തൊരു കത്ത. ഈ കത്ത് എന്തിനാ കൊടുത്തോ? പൈസ പിടുങ്ങാന്. അറബികളുടെ പൈസ പിടുങ്ങണമെങ്കിൽ സിഹിർബാധ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറയണം. സിഹിർബാധ ഞങ്ങൾ നിഷേധിക്കുന്നു പറഞ്ഞ ഒരൊറ്റ തട്ടാണ് തട്ടിയാൽ അവിടുന്ന് പുൽപ്പറ്റക്ക് നേരെ വിട്ടു വരും. അതുകൊണ്ടാണ് ഇത്രയും കാലം മദീനത്ത് നിൽക്കാനും അവിടെ ചായക്കട നടത്താനും നിങ്ങൾക്ക് സാധിച്ചത്. അപ്പോ ആ ചായക്കട നിർത്തി വന്ന് നോക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് മറക്കാണ്. ഏതായാലും അന്ന് ഗൾഫിൽ എഴുതി കൊടുത്ത കത്ത് കേട്ടോളി. MI സുല്ലമി മടവൂരികളുടെ നേതാവ്, തരിച്ച മുനാഫിഖിന്റെ സ്വഭാവം, നിഫാഖിന്റെ സ്വഭാവം കേട്ടോളൂ. ഇന്ന ശൈഖ് അബ്ദുൽ ഖാദിർ സൈനുദ്ദീൻ അബ്ദുൽ ഖാദിർ AP അബ്ദുൽ ഖാദിർ മൗലവിയും അദ്ദേഹത്തിന്റെ അനുയായികളും അവർ സലഫിന്റെ ആളുകളാണ്, സലഫികളാണെന്ന് പറയുന്നു. പക്ഷേ അവർ അഖലാനിയത്ത് മിസ്റിന്റെ അഖലാനിയത്തിനെ പിൻപറ്റുന്നു, മുഅ്തസിലാക്കളുടെ അഖലാനിയത്തിനെ പിൻപറ്റുന്നു. അതിന് ഉദാഹരണമാണ് APM കൂട്ടവും സിഹിറിന് നിഷേധിക്കുന്നു. കള്ളന്മാരെ, നുണയന്മാരെ, ഗൾഫിൽ പോയ പൈസ കിട്ടാൻ വേണ്ടി സിഹിർ അംഗീകരിക്കുന്നു എന്ന് പറയാം. ഇവിടെ മേശന്റെ വട്ടത്തിൽ ചുറ്റും ഹദീസിന് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ വേറെ വല്ലതും പ്രസംഗിച്ച് വിഷയം മാറ്റിക്കൊണ്ടുപോകും. നടക്കൂല. മൗലവിക്ക് എന്നെക്കാട്ടിൽ പ്രായണ്ടും അത് ഞാൻ മാനിക്കുന്നു. പക്ഷേ നിങ്ങൾ ഇവിടെ നടത്തിയ പരാമർശം വിഷയത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള ശ്രമമാണ്. പിന്നെ പറഞ്ഞെന്താണെന്നറിയോ? അടുത്ത വിഷയം ഗൾഫിൽ എഴുതി കൊടുത്തത് എന്താ? മനുഷ്യ ശരീരത്തിൽ ജിന്നി പ്രവേശിക്കൂല എന്ന് KNM-കാർ APM കൂട്ടരും പറയുന്നു. ഇത് ഇന്നത്തെ വിഷയം എപ്പം എഴുതി കൊടുത്തു ഞങ്ങൾ സമ്മതിക്കും. ഇപ്പൊ ആൺകുട്ടികളാണെങ്കിൽ എഴുതി കൊടുക്കുകയും നിങ്ങൾക്ക് AP വേണ്ടല്ല, അബ്ദുറഹ്മാൻ സൈഫി വേണ്ടല്ല, പ്രായം നോക്കിയിട്ട് നിങ്ങൾ ആരും പേടിക്കാറുമില്ല. ഇവിടെ ഇസ്ലാമാണ് വിഷയം. അതിന് സഹീഹുൽ ബുഖാരി മുസ്ലിമിൽ വന്ന പച്ചയായ സ്വഹീഹായ ഹദീസുകളെ നിങ്ങൾ ഇഷ്ടപ്പെടാൻ നിഷേധിക്കാം, വ്യാഖ്യാനിക്കാം. അവിടെ പോയി പൈസ കിട്ടുമ്പോൾ അതുള്ളതാന്ന് പറയാം. ഇവിടെ വന്നിട്ട് പൈസന്റെ ആവശ്യമെല്ലാം അത് വേറെ ആളുകളുടെ മുമ്പിൽ കൂടി ഈ മുഅ്തസിലിയെ തരുന്ന നടക്കണം, അതിന് നിഷേധിച്ച് നടക്കുകയും ചെയ്യാം. നിങ്ങൾ ചെയ്യേണ്ടത് സംസാരിച്ച് സമയം കളയലല്ല. നിങ്ങൾ വേഗം വാദോക. മടവൂരികൾ, നിങ്ങൾ ഉൾക്കൊള്ളുന്ന മടവൂരികൾ ഇത്രയും കേട്ടിട്ടും അല്പമെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതി. നിങ്ങളടക്കം മടവൂരികൾ ഹദീസ് നിഷേധിക്കുന്നു, തെളിവ് 1, സിഹിർ നിഷേധിച്ചു.
പരമസാധുക്കളെ, നിങ്ങളെ അവസ്ഥ ഞാൻ ആലോചിച്ച് നോക്കുക. എന്റെ നിങ്ങളെ ഞാൻ സക്കരിയ സലാഹിന്റെ ഒരു വാക്ക് എനിക്ക് കടക്കാൻ വല്ലാത്ത പൂതിണ്ട്. ഈ സന്ദർഭമായിട്ട് വല്ലാത്ത മുനാസിബാണ്. അതിന്റെ തലക്ക് നാളെ പിന്നെ ടാന്നുമാണ്. ബാക്കി നിങ്ങൾ കൂട്ടിയാൽ മതി. ചങ്ങാതിമാരെ, നമ്മൾ ഏതോ ഒരു മൗലവിന്റെ കത്തിനെ പറ്റി ചർച്ച ചെയ്യാൻ അവിടെ കൂടിയത് ആണോ? അതാ ഞാൻ പറഞ്ഞത്, പരമസാധുക്കളെ. ഒരു സംവാദത്തിന്റെ വ്യവസ്ഥ എന്താണ്? മുഹമ്മദ് അലി മൗലിയാരെ കത്ത്, അതാണ് പരമസാധുക്കൾ. സഹതാപം കൊണ്ട് ഞങ്ങൾ ചിരിച്ചു മറിയ ഉള്ളു. എന്നാ നമുക്ക് കത്തിനെ പറ്റി പിന്നെ വ്യക്തിപരമായി ഇങ്ങനത്തെ ആരോപണം പറയണമെങ്കിൽ ഞാൻ രണ്ടാളെ പേര് പറയാൻ, ബാക്കിയൊന്നും പോകില്ല കേട്ടോ. വെറുതെ പറയിപ്പിക്കണ്ട. നിങ്ങൾ ഖുറാഫികളെ വിശ്വാസത്തിൽ പോയിട്ട് ഓരോ സംസ്കാരം എടുക്കാൻ നിൽക്കരുത്. ഓരോ വ്യക്തി കക്കാൻ പോയി മറ്റേ പോയി. ഇവിടെ എന്താ നിങ്ങളെ സജീവ 2 മൗലവിമാരെ പറ്റി സാമ്പത്തിക അഴിമതി വന്നിട്ടുണ്ട്. മൗലവിമാരെ പറ്റി ഇപ്പോ വേങ്ങര പ്രദേശത്ത് ഒരു മൗലവിനെ പറ്റിയുള്ള ഞങ്ങൾക്കറിയാം. ഞാൻ അതൊന്നും വിളിച്ചു, കാരണം എനിക്ക് ഈ ഖുറാഫി ആകാൻ പറ്റില്ലല്ലോ, ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് ഏതെങ്കിലും വ്യക്തി കക്കാൻ പോയി അങ്ങോട്ട് മറ്റേ പോയി അന്നത് നിലവാരം കുറഞ്ഞ് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഞാൻ ഊരി വിടുന്ന രൂപത്തിൽ പറയാനുള്ളത് ഞങ്ങൾക്ക് തെളിവുണ്ട്. ഞാൻ CK അബൂബക്കറാണ്, അബൂബക്കർ നസാഫ്. ഞാൻ ജിന്നൂരി അല്ല, മുവഹിദാണ്. ായ കൾച്ചറുണ്ട്, സഖാഫത്തുണ്ട്. അതുകൊണ്ട് എനിക്ക് ഉമരി ആവാൻ കഴിയൂല. അതുപോലെ അവിഷയമുണ്ട്. നിങ്ങൾ സംവാദത്തിനുണ്ടോ? ഇപ്പൊ എന്താ നിങ്ങളെ വാദം? കട്ടിനെ വാദം എന്ന് വായിച്ചാണ്. മടവൂരികൾ ഹദീസ് നിഷേധിക്കുന്നു, തെളിവ് സിഹറിനെ നിഷേധിക്കുന്നു. ഇപ്പൊ എന്താ ഇപ്പൊ സംഭവിച്ചത് എനിക്കറിയോ? നിങ്ങൾ എന്താ ഇങ്ങനെ ചെറുതാണ്? ബുദ്ധിപരമായും പ്രായം കൊണ്ടും നീട്ടം കൊണ്ടും നിങ്ങൾ ഇങ്ങനെ ചെറുതാണ്. ഇതിപ്പോ എന്താ? ഞങ്ങൾ നിഷേധിക്കുന്ന ഒരു ഹദീസ്, ഇന്ന് മൊത്തം ഹദീസ് നിഷേധത്തെ സംബന്ധിച്ച് എഴുതി ചങ്ങാതിമാരെ. അതിനെന്താ കിട്ടാത്ത? എന്തുകൊണ്ട് ഒരു ഹദീസിനെ പറ്റി ചർച്ച ചെയ്യാൻ നിങ്ങൾ ധൈര്യം? അപ്പൊ വേറെ ഹദീസിനെ പറ്റി ഇല്ലേ? പരമസാധുക്കളെ, നിങ്ങൾക്ക് ഇത്ര ധൈര്യം ചോർന്നല്ലോ. നിങ്ങളെ ഹദീസ് പണ്ഡിതന്മാര്, നിങ്ങളെ സംബന്ധിച്ചൊക്കെ ഞങ്ങൾ വിചാരിച്ച് നിങ്ങളെ പറ്റി നിങ്ങളെ ആൾക്കാർ ഹദീസ് പണ്ഡിതന്മാരെന്നാ പറഞ്ഞത്. കുറച്ചൊക്കെ ഉണ്ടാവും, ആ പറഞ്ഞ അത്ര ഒന്നും ഇല്ലെങ്കിൽ. എന്നിട്ട് ഞങ്ങൾ പൊതുവായിട്ടൊരു വിഷയം ചെയ്യുമ്പോൾ അതിന് മറുവാദം എഴുതിക്കുക. മടവൂരികൾ ഹദീസ് നിഷേധിക്കുന്നു, തെളിവ് സിഹർ നിഷേധിക്കുന്നു. അപ്പൊ വേറെ ഞങ്ങളൊന്നും നിഷേധിക്കുന്നില്ലേ? ഉണ്ടോ? എന്നാ അതിന് മുഴുവത്തിന് റെഡിയായി. ഞങ്ങൾ സിഹർ മാത്രമേ നിഷേധിക്കുന്നുള്ളൂ നിങ്ങളുടെ ഭാഷയിൽ ആണോ? 1, 2, 3, 5 മഹാമിടുമിടുക്കന്മാരായിട്ട് ഞങ്ങളൊരു വാദത്തിനെ തൊടാൻ കഴിയില്ല. എന്നിട്ട് മടവൂരി ഹദീസ് നിഷേധിക്കുന്നു. ഒരിക്കൽ പറയാ കുറെ അങ്ങനെ ഉണ്ട്. എവിടെ നിങ്ങൾ ഉറച്ചിക്കുന്നത്? ബുഖാരി മുസ്ലിമെ ഹദീസിലെ ഹദീസ് പണ്ഡിതന്മാര് ഹദീസ് ഗ്രന്ഥത്തിൽ ഹദീസിനെ വിമർശിച്ചിട്ടുണ്ടോ അല്ലേ? ഞാൻ നേരത്തെ ബുഖാരി ഇമാം മുസ്ലിമിലെ ഹദീസ് അതിശക്തമായി നിഷേധിച്ചത് ഞാൻ പറഞ്ഞു. ബുഖാരി ഇമാം നരകത്തിലാണോ അതേ ഹദീസ് നിഷേധിക്കണം? മിണ്ടാൻ ധൈര്യം കിട്ടാത്ത എന്താ? എന്നിട്ട് ഇപ്പൊ ഒരു വാദമായിട്ട് വന്നക്ക മടവൂരികൾ ഹദീസ് നിഷേധിക്കുന്നു, തെളിവ് സിഹർ ബാധയെ നിഷേധിക്കുന്നു, നബിക്ക് സിഹർ വായിച്ചത് നിഷേധിക്കുന്നു. ഇത് മാത്രമേ ഞങ്ങൾ നിഷേധിക്കുന്നുള്ളൂ? അല്ല, മുഴുവത്തിൽ റെഡിയായി. പടച്ച റബ്ബെന്ന എഴുതി കഴിയാത്ത പണിക്ക് നിൽക്കണം. പിന്നെ ഇവിടെ നസാബ് സാദ് ഒരു കഥ പറഞ്ഞിട്ടാണ് ആർക്ക് തുടങ്ങിയത്. ഒരു മൂല്യയുടെ പ്രസംഗം. ഞാനൊരു കഥ പറഞ്ഞിട്ട് തുടങ്ങാം. ഒരു കരത്തിൽ ചോറ് വെച്ചു ചങ്ങായി. നിങ്ങൾ നേരത്തൊക്കെ ഇവിടെ കുട്ടിക്കാണ്ട് ഇങ്ങനെ ഓരോ വറ്റിട്ടും വെട്ടി നോക്കുന്നുണ്ട്. എന്താണ് പൊട്ടാച്ച് കാരണം വെച്ചാൽ ചോറ് വന്തക്കണം നോക്കിയതാണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പൊട്ട ഒരൊറ്റ വറ്റി നോക്കി എനിക്ക് മനസ്സിലാവുക ചോറ് വന്തക്കണം അറിയാമെന്ന് പറഞ്ഞു ബുദ്ധി വരുത്താൻ. അതുപോലെ ഒരൊറ്റ ഹദീസ് സിഹറിന്റെ വിഷയത്തിലുള്ള ഒരു ഹദീസ് ഒന്ന് നെക്കി നോക്കിയാൽ മനസ്സിലാവുന്ന ഹദീസ് നിഷേധികളാണോ അല്ല എന്നുള്ളത്. നിങ്ങൾ പറയുന്ന ബുഖാരിയിലും മുസ്ലിമുള്ള എല്ലാ ഹദീസും നെക്കി കാണുന്നുള്ള പറഞ്ഞത് അതല്ല ഇവിടെ വിഷയം. ഇവിടെ ഇപ്പൊ എനിക്ക് മനസ്സിലായ സംഗതി, ഇവിടെ കണ്ണൂർ സ്റ്റാൻഡിൽ വെച്ച് അബൂബക്കർ നസാഫും അബ്ദുല്ലാസും കൂടെ കണ്ടു. അബ്ദുല്ലാസ് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. അബൂബക്കർ നസാഫ് അലൈക്കും അസ്സലാം എന്ന് പറഞ്ഞു. എന്നാൽ ഒഴിവുണ്ട് നമ്മൾ സംവാദം നടത്തുകയെന്ന് ചോദിച്ചു. ആയിക്കോട്ടെ, അത് പരിവ് കൂടുകയെന്ന് പറഞ്ഞു. എന്താ വിഷയം? ആ വിഷയം കൂടെ തർക്കുന്ന ഇവിടെ സംസാരത്തിന് മനസ്സിലായത്. ഇവിടെ വിഷയം അതല്ല. ഈ പള്ളിയിൽ വെച്ചുണ്ടായ ചർച്ചയിൽ നേരത്തെ അബൂബക്കർ നസാഫ് പറഞ്ഞു, അബൂബക്കർ നസാഫിന് വജൂദുണ്ടോ ഇല്ല എന്നുള്ള തർക്കം വരുമ്പോൾ എനിക്ക് വിരലുണ്ടോ ഇല്ല എന്നുള്ള തർക്കം എന്നുള്ളത്. നിങ്ങൾ ആ പള്ളിയിൽ ചർച്ച ചെയ്ത് അബൂബക്കർ നസാഫ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള വിഷയമല്ലോ, വിരലുണ്ടോ എന്നാണ് ചർച്ച ചെയ്ത്. സിഹറിന് ഹഖീഖത്തുണ്ടോ, സിഹർ ബാധിക്കുമോ എന്നുള്ള വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോഴാണ് സിഹർ ബാധിക്കുമെന്ന് വിശ്വസിക്കുന്നത് മൊയ്തീൻ ശൈഖിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് പോലെ പച്ചയായ ശിർക്കാണ് എന്ന് നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഇവിടെ അദ്ദേഹം ഈ വിഷയവുമായി സിഹറിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇവിടെ കൂടിയത്. ഇവിടെ കൂടി പോകുമ്പോൾ ധൈര്യം കൊണ്ട് പറക്കാൻ തുടങ്ങി. അപ്പോ എല്ലാ വിഷയവും ചർച്ച ചെയ്യണം. ഇതെന്താ മാരത്തോണോ എല്ലാം പാടെ നേർത്തിച്ചാണ് പറയാന്? അല്ല, ഒരൊറ്റ വിഷയം. ആദ്യമായി ഇവിടെ തർക്കള പ്രധാനപ്പെട്ട വിഷയം അള്ളാഹുവിന്റെ റസൂലിനെ ഞങ്ങൾ കൊച്ചാക്കി. ഇതാ ജിന്നൂരുകൾ റസൂലിന് സൂര്യ ബാധിച്ചു എന്ന് പറയുന്നു. നിങ്ങൾ ജനങ്ങൾക്കിടയിൽ ആകെ വികാരമിളക്കി വരുന്ന വിഷയം അതാണ്. അള്ളാഹുവിന്റെ റസൂൽ
റസൂലിന് സൂറ് ബാധിച്ചു എന്ന് പറയുന്നു. അസ്റഫുൽ ഖൽഖായ ലോകത്തെ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമനായ അള്ളാഹുവിന്റെ റസൂലിന് പോലും സിഹ്ർ ബാധിച്ചു എന്ന് ജിന്നൂരികൾ പറയുന്നു എന്ന് പറഞ്ഞാണ് കേരളത്തിലെ ജനങ്ങൾ നിങ്ങളുടെ കൂടെ കൂടിയ അന്തമില്ലാത്ത മുജാഹിദുകൾ എന്ന് പറയുന്ന അക്രാനികളെ നിങ്ങൾ ആവേശം കൊള്ളിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂലിന് സിഹ്ർ ബാധിച്ചു എന്ന് ജിന്നൂരികൾ പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് സിഹ്ർ ചർച്ച ചെയ്യാം. കാരണം ഇവിടെ യാദൃശ്യമായി എല്ലാവർക്കും കൂടെ പ്രത്യേകിച്ച് പണം ചെയ്യുന്ന അർത്ഥാനാണ് കൂടെ നമ്മൾ വെറുതെ നിങ്ങളുടെ വാദപ്രയോഗം നടത്തുക. അങ്ങനെയുള്ള കൂടിയല്ലോ. ഇതിന് പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം എന്താണ്? ഇവിടെ ആദ്യം നെക്കി നോക്കേണ്ട ഒറ്റ സിഹറാണ്. അത് ബന്ധുക്കളെ നോക്കുമ്പോൾ ഇത് വാക്കിയാക്കി നമുക്ക് അതല്ല നല്ലത്. പിന്നെ MI സുല്ലമിനെ വിളിച്ചത് ഏതോ ഒരു മൗലവി ഇവർക്ക് ആലുവ മാപ്പുറത്ത് വെച്ച കണ്ട പരിചയം പോലും ഇല്ല. ഞങ്ങൾ വിഷയം മടവൂരിനെ കൊടുന്നു ഏതോ ഒരു മടവൂരിന്ന് വരും. പിന്നെ സലാസിന്റെ പിന്നെ ഞാനും എന്റെ കുട്ടിയോടും തട്ടാനും അത് മാത്രമാണോ നിങ്ങളെ മുജാഹിദ് പ്രസ്ഥാനം? ആണോ? നിങ്ങൾക്ക് MI സുല്ലമി ലോകത്തെ അറബി ശേഖന്മാർക്ക് കൊടുത്ത കത്താണ് ഇത്. ഇവിടുത്തെ മർക്കസിന്റെ പോസ്റ്റ് ഓഫീസിന് ആദ്യം പോസ്റ്റ് ചെയ്ത സംഗതിയല്ലത്. MI സുല്ലമി എന്ന അന്നും ഇന്നും MI സുല്ലമി മനസ്സിലാക്കില്ലേ? അന്നും ഇന്നും നിങ്ങളുടെ കൂട്ടത്തിലുള്ള MI സുല്ലം ഇത് നിങ്ങൾ കേരളത്തിൽ ഫിത്ന ഉണ്ടാക്കാൻ എഴുതിയ പുസ്തകമാണ്. ഗൾഫ് സലഫി മുജാഹിദ് പ്രസ്ഥാനം MI സുല്ലമി. അദ്ദേഹം ഗൾഫിലെ അറബി ശേഖന്മാർക്ക് ഇവിടെയുള്ള അബ്ദുൽ ഖാദർ മൗലവിന്റെ ടീം സിഹർ നിഷേധിക്കുന്നു, അവർ ജിന്നുബാധ നിഷേധിക്കുന്നു എന്ന് പറഞ്ഞ അറബികളുടെ പൈസ പിടുങ്ങാൻ വേണ്ടി കത്ത് കൊടുത്ത് ഞങ്ങൾ വായിച്ചപ്പോൾ അത് മാത്രമല്ല വേറെ ഒരുപാട് വിഷയമുണ്ട്. നമ്മുടെ സഹോദരൻ ചോറ് വെന്തോന്ന് നോക്കുമ്പോൾ ചോറിന്റെ കലത്തിൽ ചിലപ്പോൾ കറുത്ത വറ്റുണ്ടാവും, കല്ലുണ്ടാവും, ഒക്കെ ഉണ്ടാവും. അപ്പൊ നെക്കി നോക്കുന്നത് ചോറ് തന്നെ ആവണ്ടേ സഹോദര? ഒരു സിഹർ മാത്രമല്ല ആ കലത്തിൽ പോകുന്നത്. കണ്ണേറുണ്ട്, ജിന്നുകളുടെ സഹായഘട്ടമുണ്ട്, ഇതൊക്കെ ഉണ്ട്. നിങ്ങൾ പറഞ്ഞ പള്ളിയിൽ വെച്ച് ചർച്ച ചെയ്ത ഒന്നാമത്തെ വിഷയം പോലും, അവിടെ വന്ന ഒന്നാമത്തെ ചോദ്യം പോലും ജിന്നുകളോടുള്ള സഹായഘട്ടം ശിർക്കാണ് എന്നതായിരുന്നു. ആ വിഷയം ചർച്ച ചെയ്യാൻ നമ്മൾ പറഞ്ഞില്ലല്ലോ. മറിച്ച് ഈ വിഷയങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഹദീസ് നിഷേധവുമായി ബന്ധപ്പെട്ട ചർച്ചയിലേക്കാണ് നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുന്നത്. അറിയാമല്ലോ, അന്ന് ഈ അബ്ദുറഹ്മാൻ സാക്ഷിയാണല്ലോ. അബ്ദുറഹ്മാന്റെ അഭിപ്രായത്തിൽ അന്ന് അവിടെ നിന്ന് നസാബ് സാദ് പറഞ്ഞല്ലോ, അവിടെ ജിന്നുകളോടുള്ള സഹായത്തേട്ടം ശിർക്കാണ് എന്ന് അബ്ദുറഹ്മാനും നമ്മളോട് പറഞ്ഞല്ലോ, സമ്മതിച്ചല്ലോ. എന്തേ നിങ്ങൾക്ക് ആ വിഷയത്തിൽ വല്ല എതിരഭിപ്രായമുണ്ടോ? ആ വിഷയം ചർച്ച ചെയ്യാൻ നമ്മൾ പറഞ്ഞില്ലല്ലോ. ഇങ്ങനെ ഓരോ വിഷയം ചർച്ച ചെയ്യുന്നതിന് പകരം ആ കലത്തിലുള്ള ഏറ്റവും മുന്തിയ ഇനം ഒരു ചോറ് കയ്യിൽ കിട്ടുന്ന നല്ലൊരു ഇനം ചോറ് തന്നെ വെക്കി നോക്കിയാൽ മനസ്സിലാകുമല്ലോ. അപ്പോൾ എന്താണ് ഹദീസ് നിഷേധം? ആരാണ് ഇവിടെ ഹദീസ് നിഷേധിക്കുന്നത്? നിങ്ങൾക്കറിയാമല്ലോ. ഇവിടെയുള്ള ആളുകളെയൊക്കെ ഇത്രയും കാലം ഇപ്പോൾ നമ്മുടെ ഉമരി സാഹിബ് പോലും പറഞ്ഞത് മടവൂരികൾ ഹദീസ് നിഷേധിക്കുന്നു. കാരണം സിഹ്റിനെ നിഷേധിക്കുന്നു. സിഹ്റിന്റെ ഹദീസ് ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, മറ്റ് ഹദീസ് ഗ്രന്ഥങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മുടെ ചോദ്യം. സഹീഹുൽ ബുഖാരിയിലുള്ള ഒരു ഹദീസിനെ വിമർശിച്ചത് കൊണ്ട് മാത്രം അവർ ഹദീസ് നിഷേധികളാണ് എന്നുള്ള വാദം നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ അത് പറയൂ. സഹീഹുൽ മുസ്ലിമിനെ ഏതെങ്കിലും ഒരു ഹദീസിനെ വിമർശന വിധേയമാക്കിയാൽ അത് ഹദീസ് നിഷേധമാണ് എന്നുള്ള വാദം നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ ആ ഹദീസ് ആ വിഷയം നിങ്ങൾ ചർച്ച ചെയ്യൂ. അതല്ലാതെ ഏതെങ്കിലും മുജാഹിദ് പണ്ഡിതന്മാരിലെ ഏതെങ്കിലും ഒരു പണ്ഡിതൻ ആർക്കോ ഒരു കത്ത് എഴുതിയ ആ വിഷയം ചർച്ച ചെയ്യാനല്ല നമ്മളിവിടെ കുത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റു പലതും ചർച്ച ചെയ്യാനുണ്ട്. പഴയകാലത്ത് സിഹ്ർ ഫലിക്കില്ല എന്ന് കേരളത്തിലെ മുജാഹിദുകൾക്ക് പഠിപ്പിച്ചു കൊടുത്ത പല പണ്ഡിതന്മാരും ഇന്ന് ഞെളിഞ്ഞു നടക്കുന്നുണ്ടല്ലോ. അവരുടെയൊക്കെ വാദങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാമല്ലോ. എങ്കിൽ വ്യക്തിപരമായിട്ട് ഓരോരുത്തരെ നേരത്തെ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ സാഹിബ് ചെറിയ മണ്ഡലത്തിന്റെ പേരെടുത്ത് പറഞ്ഞപ്പോൾ അതുപോലെയുള്ള പരാമർശിക്കാൻ നമുക്കറിയാത്തത് കൊണ്ടല്ല, മറിച്ച് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ചെറിയ മണ്ഡലത്തിന്റെ വാദങ്ങളോ സെക്രട്ടറിയുടെ വാദങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള പണ്ഡിതന്മാരുടെ വാദങ്ങളോ അല്ല, മറിച്ച് ഇതിന്റെയൊക്കെ മർമ്മം കിടക്കുന്നത് ഹദീസ് നിഷേധവുമായി ബന്ധപ്പെട്ട പരാമർശമാണ്. അതുകൊണ്ട് തന്നെയാണ് നാം പ്രഥമമായി പറയുന്നത്. എന്തായാലും സംവാദത്തിന് തയ്യാറല്ല ഞങ്ങൾ നിഷേധിക്കും, പക്ഷെ സംവാദത്തിന് ഞങ്ങൾ ഒരുക്കല്ല എന്ന് വലിയ ഇത്ര ചങ്കിട്ടുണ്ട്. പ്രസംഗത്തിന് മനസ്സിലാകുന്ന രൂപത്തിൽ നിന്ന് പറഞ്ഞാൽ സമാധാനം ആൾക്കാർ കേൾക്കണതല്ലേ. നമ്മൾ ബേജാറായിട്ട് ഒച്ചപ്പാടിലാക്കി വെള്ളം കുടിച്ചോളൂ, നല്ലതാണ്. അപ്പൊ ഏതായാലും നിങ്ങൾ എഴുതി ഇവിടെ എന്തൊക്കെ പറഞ്ഞു. നിങ്ങൾ കക്കാൻ പോയി പറയാൻ പാടില്ല. ഇല്ല, ഞാൻ പറയാൻ പാടില്ലല്ലോ. കക്കാൻ പോണ വിഷയം നമ്മളെ കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ. എന്താ പറയണത്?
എന്ത് ഈ കളവ് പറയുന്നത് മഹമ്മദിനെ പറ്റി പറഞ്ഞാണ്. അറബികളുടെ പൈസ കിട്ടാൻ പൈസ ശരി പൈസ ഞാൻ പറഞ്ഞു വേണ്ട അവിടെ ഇരിക്കും. ഞാൻ പറഞ്ഞത് ഞങ്ങൾ കക്കാൻ പോയി ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് കക്കലല്ല. അവിടെ പോയിട്ട് അറബികളെ പൈസ കിട്ടാൻ കളവ് പറയുന്നു, ആദർശം മാറ്റി പറയുന്നു. ഇവിടുത്തെ നിഷേധം അവിടുത്തെ യാഥാർത്ഥ്യമാകുന്നു എന്നിട്ട് മറ്റൊരുത്തിന്റെ പേരിൽ ആ കളവ് ആരോപിക്കുന്നു. ഇത്ര വലിയ മുനാഫിക്കിന്റെ പണിയാ ചെയ്തത് എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ പോയിട്ടൊന്നുമില്ല. പിന്നത്തെ വിഷയം എന്താ? മുൻഗാമികൾ നഖ്ദ് നടത്തിയത് നമ്മൾ വാനിൽ നടത്തിയത്, മുൻഗാമികൾ നിരൂപണമാണ് നടത്തിയത്, ചർച്ചയാണ് നടത്തിയത്. അതൊന്നും തിരിയാത്ത മനുഷ്യന്മാരെ ചുരിച്ചോണ്ട് ജീവ പടിയില്ല. നിങ്ങൾ നടത്തുന്ന നിഷേധമാണ്. ഞങ്ങൾ തെളിയിച്ചു. നിങ്ങൾ ഹദീസ് നിഷേധിക്കുന്നുണ്ട്, അംഗീകരിക്കുന്നില്ല. നിങ്ങൾ പ്രവാചകൻ സിഹുർ ബാധിച്ചു എന്ന ഹദീസ് എന്നാ ഇനി കേട്ടോ. സിഹുർ യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ട്? ഈ കൂടിയിരിക്കുന്ന നിങ്ങൾ കുറച്ചെങ്കിലും താല്പര്യം ദീനിനോട് കൂറുണ്ടെങ്കിൽ പഠിച്ചോളി. ഖുർആൻ പറയുന്നു ജനങ്ങൾക്ക് സിഹർ പഠിപ്പിച്ചു പിശാചുക്കൾ. അപ്പൊ സിഹർ ഉള്ളതാണ്. ഖുർആൻ പറയുന്നു സിഹർ യാഥാർത്ഥ്യമാണ്. നിങ്ങൾ കാഫിറുകളാകരുത്, ഞങ്ങളൊരു പരീക്ഷണമാണ് എന്ന് പറയാതെ അവരാരും സിഹർ പഠിപ്പിച്ചിട്ടില്ല. ഇല്ലാത്ത ഒരു കാര്യം പഠിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് സിഹർ യാഥാർത്ഥ്യമാണ്. ഭാര്യക്കും ഭർത്താവിനും ഇടയിൽ വേർതിരിവുണ്ടാക്കുന്ന സിഹർ അവർ പഠിച്ചു. ഉള്ളതല്ലാതെ പഠിക്കാൻ കഴിയില്ല, ഉള്ളതേ പഠിക്കാൻ കഴിയും. ഖുർആന പറയുന്ന സിഹർ ഉണ്ട് എന്ന്. ആ സിഹറിലൂടെ ജ്യോത്സ്യന്മാർക്കോ അത്തരം ആളുകൾക്കോ ഒരു ദ്രോഹം ചെയ്യാൻ കഴിയില്ല. അള്ളാന്റെ അനുമതിയോടുകൂടിയല്ലാതെ, അള്ളാന്റെ അനുമതിയോടുകൂടി സിഹർ ബാധിക്കുന്നു എന്നർത്ഥം. അവർക്ക് ഉപകാരമില്ലാത്തതും ഉപദ്രവമുള്ളതുമായ കാര്യം അവർ പഠിക്കുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 102-ാമത്തെ ആയത്തിൽ സിഹറിന്റെ യാഥാർത്ഥ്യത്തെ കുറിച്ചാണ് ഈ പറയുന്നത്. ഇനി ഞങ്ങൾ പറയുന്നു സിഹർ ഫലിക്കുമെന്നുള്ള വിശ്വാസം അന്ധവിശ്വാസമാണെങ്കിലും സൂറത്തുൽ ബഖറയിലെ 102-ാമത്തെ ആയത്തിലെയും നിങ്ങൾ തള്ളിയിരിക്കുന്നു. ഇനി ധൈര്യമുണ്ടെങ്കിൽ സംവാദത്തിന് വ്യവസ്ഥ എഴുതുക. എല്ലാം കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ കഴിഞ്ഞില്ലേ? പിന്നെ ഞാൻ പറഞ്ഞു വ്യക്തിപരമായിട്ട് ഓരോരുത്തരെ ആക്ഷേപിക്കുന്നത് കൊണ്ടുവരുത്. നിങ്ങളൊക്കെ വലിയ ശൈഖന്മാരായി പ്രതിഷ്ഠിക്കുന്ന ചില ആൾക്കാരെ സംബന്ധിച്ച് അടുത്ത് കേൾക്കുന്നവരെ ഇവിടെ പറഞ്ഞതൊക്കെ ഒരു 2ാം നമ്പർ പരിപാടിയില്ല. നിങ്ങൾ ഖുറാഫി ആവരുത്, എനിക്കതേ പറയാനുള്ളൂ. അതുകൊണ്ട് ഞാൻ എനിക്ക് പോകുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ മുജാഹിദാണ്. പിന്നെ നിങ്ങൾ പെരീന്ന് ഇങ്ങനെ പറഞ്ഞ പോലെ ഞാൻ എന്തായാലും സംവാദം നടത്തിയ പോകുന്ന പറഞ്ഞ പോലെ വിഷയം നിങ്ങളെന്നെ തീരുമാനിക്കുക സിഹർ. എന്നിട്ട് നിങ്ങൾ എന്നെ സ്വയം സംവാദം നടത്തുക. അതിന് ആദ്യത്തെ തെളിവ് ഓതുക. നിങ്ങൾ എന്റെ പേരേക്ക് നമുക്ക് ഒറ്റയ്ക്കും സംവാദം നടത്താം. എന്റെ സഹോദരൻ വിഷയം സംവാദം നടത്തുന്ന ആയത്തോതി സിഹർ തെളിയിക്കാൻ നമ്മളോട് തീരുമാനിച്ചോ സിഹറിനെ പറ്റി സംവാദം നടത്തുകയെന്ന്? അതാ ഞാൻ പറഞ്ഞു, നിങ്ങൾ സംവാദം നടത്തിയേ പോവുള്ളൂ എന്ന് നിങ്ങൾ ഹദീസ് ഞങ്ങൾ നിഷേധിക്കേണ്ടതില്ലേ? ഞങ്ങൾ ഹദീസ് നിഷേധികളാണോ അല്ലേ? എന്നാ ഹദീസ് ആ വിഷയത്തിൽ ഒരു സംഭവത്തിന് റെഡി ഉണ്ടോ അല്ലേ? എന്താ അപ്പൊ സിഹറിന്റെ ഹദീസ് മാത്രമേ ഞങ്ങൾ നിഷേധിക്കണുള്ളൂ? അല്ല. അപ്പൊ എന്നാ ഹദീസ് നിഷേധം മൊത്തം പറഞ്ഞ എല്ലാം പറഞ്ഞൂടെ? എന്താ നിങ്ങൾ ഹദീസ് നിഷേധി എന്നിട്ട് നിങ്ങൾ കുറെ ഹദീസ് ഞങ്ങൾ നിഷേധിക്കുമ്പോൾ പറഞ്ഞല്ലോ ആണല്ലോ. അപ്പൊ 5 പറ്റുള്ളൂ. അപ്പൊ ശരി ശരി അപ്പൊ ശരി അപ്പൊ നിങ്ങൾക്ക് ഈ വാദം തൊടാനുള്ള ധൈര്യമോ സത്യമോ നിങ്ങളെ പക്കലില്ല. സമ്മതിച്ചില്ലേ? എന്റെ ഈ വാദം തൊടാനുള്ള ധൈര്യമോ സത്യമോ നിങ്ങളെ കയ്യിലില്ല. ഇനി പുറത്തിറങ്ങി ഞങ്ങൾ വീണ്ടും പറയില്ലേ, ഇവിടെ പൂതപ്പാറ അബ്ദുറഹ്മാൻ സാഹിബ് ഇപ്പോൾ സ്റ്റേജിൽ എന്ന് വീണ്ടും പറയില്ലേ, മടവൂരിൽ ഹദീസ് നിഷേധിച്ചില്ല. ആശയദാരിദ്ര്യം കൊണ്ടല്ലത് അല്ലേ? ആശയദാരിദ്ര്യം കൊണ്ട് വേറെ ഞങ്ങളെ പറ്റി പറയാൻ വല്ലുണ്ട്. ഈ ധൈര്യപൂർവ്വം വരി. അല്ലാതെ ഞങ്ങൾ ശേഖന്മാർ പറഞ്ഞിട്ട് വെറുതെ തൊള്ളിയും കാട്ടി വരിക. എന്നിട്ട് ഒരു ഹദീസാണ് ഇപ്പൊ ഞങ്ങൾ നിഷേധിക്കുന്നത്. എന്നാ അങ്ങനെ പറയും, ഞങ്ങൾ മടവൂരിയുള്ളവരെ ഹദീസ് നിഷേധിക്കുന്നുള്ളൂ, അതിനെപ്പറ്റി സംവാദം നടത്താൻ പറയും. അങ്ങനെയാണ് അബ്ദുറഹ്മാൻ സാഹിബ് തിരക്കൂട്ടില്ല. ടൈമായില്ല. ആവേശം കൊള്ളല്. സത്യം എന്താ? ഞങ്ങൾ കുറെ ഹദീസ് നിഷേധിക്കുന്നുണ്ടോ അതോ ഒരു ഹദീസുള്ളൂ? പറഞ്ഞോളി. എന്നാ ഒരുപാടിനെ പറ്റി ചർച്ച ചെയ്യാൻ നിഷേധി. എന്താ എന്നിട്ടോ ഒന്ന് മാത്രം ബാക്കിയോ? എന്നാ ബാക്കി ഞങ്ങൾ നിഷേധിക്കുന്നില്ല എഴുതി തരി.
അബ്ദുറഹ്മാൻ സാഹിബ് ഈ വെള്ള പേപ്പറിൽ ഇത് ബാക്കി ഞങ്ങൾ നിഷേധിക്കുന്ന എഴുതി തരി. എന്നിട്ട് സ്വയം സിഹിറിനെ പറ്റി ഇങ്ങനെ പറയുക. ആ സിഹിറൊക്കെ പോണ് ഞങ്ങൾക്ക് മനസ്സിലായി. വിഷയത്തിന്റെ മർമ്മത്തിന് തടി സലാമത്താക്കുക. ഇതൊക്കെ ഖുറാഫികൾ മുമ്പ് പയറ്റി തകർന്ന് തരിപ്പണായ വളവ. ആ ചീഞ്ഞ വളവ എപ്പോഴെടുക്കാൻ വരുന്നത് ഇതാ ഞങ്ങൾക്ക് കൊണ്ട് തന്നെ. നിങ്ങൾ വിഷയത്തിൽ സംസാരിക്കണ്ടോ? ഞങ്ങൾ ഹദീസ് നിഷേധികളാണോ? ആണ് നിങ്ങൾ പറയുന്നു എങ്കിൽ ഇത് സംബന്ധമായി സംവാദത്തിന് റെഡിയാകുക. അല്ലെങ്കിൽ മാറ്റി പറയും, എഴുതി ഒപ്പിട്ട് ഞങ്ങൾ ഹദീസ് നിഷേധികളല്ല എന്ന് എഴുതി ഒപ്പിട്ടേരി. നിഷേധികളല്ല ആണ് എന്നാ ഇത് സംവാദത്തിന് റെഡിയാക്കുക. ഒരു ഹദീസ് ഒറ്റ ഹദീസ് അങ്ങനെ മടവൂരികൾ. അപ്പൊ 5 ഹദീസ് നിഷേധിക്കുള്ളൂ. 5 അല്ല, ടൈം ഇട്ടാണെങ്കിൽ 15 പറ്റൂലേ? ധൈര്യം ചോർന്നു പോയവരെ, നിങ്ങൾക്ക് ഹദീസിന്റെ വിഷയത്തിൽ സംവാദം റെഡി ഉണ്ടോ? അൽഹംദുലില്ലാ. ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നസാഫ് ഉസ്താദ് ബൈലക്സിൽ വെച്ച് സാലബിയുടെ റിപ്പോർട്ട് വായിച്ചിട്ട് മുങ്ങിയ ആളാ. അതാണ് ഹസീബിന്റെ വിഷയം. ഞാനത് പൊക്കുന്ന അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. ബൈലക്സിൽ വെച്ചിട്ട് ഈ വിഷയം ഇബ്നു കസീർ റഹിമഹുല്ല, ഒരു മിനിറ്റ്, ഇബ്നു കസീർ റഹിമഹുല്ല ഒരുപാട് വിശദീകരണങ്ങൾ കൊടുത്തിട്ട് സഹീഹായത് മുഴുവനും കൊടുത്തിട്ട് അവസാന ഭാഗത്ത് സാലബി കൊടുത്ത കുറച്ച് കഥകൾ കൊടുത്തിട്ട് ഇബ്നു കസീർ അവസാനം പറഞ്ഞത് അത് ബിലാ ഇസ്നാദ്, അതിന് സനദൊന്നുമില്ല. ഏതിന്? ഈ അവസാനം പറഞ്ഞ സാലബി കൊടുത്ത വിശദീകരണത്തില് ആ വിശദീകരണം കൊണ്ട്, ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു, എന്റെ കയ്യിലാണ് ഞാൻ തെളിയിക്കുന്നത്. അതായത് ഈ വിഷയങ്ങളൊക്കെ വരും എന്നുള്ളത് കൊണ്ടാണ് സിഹിറിന്റെ വിഷയത്തിൽ എന്റെ ഉസ്താദ് പോക്കോട്ട് പോയി. ഞാൻ ചോദിക്കട്ടെ നസാബ് ഉസ്താദേ, ഒരു ഹദീസ് നിഷേധിക്കാൻ വേണ്ടി 12,000 ഹദീസ് നിഷേധിക്കണം. ഒരു ഹദീസ് നിഷേധിച്ചാൽ മതി. നിങ്ങൾക്ക് ഈ ഹദീസിന് വരാൻ ഒരു പാടും ഒരു വിഷമം. ഒരു ഹദീസ് 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല 5 എഴുതിക്കോ, ഒരു പ്രയാസമില്ല നമുക്ക്. നിങ്ങൾ തന്നെ ആദ്യം പറഞ്ഞു ഹർഫും ബി ഹർഫായിട്ട് നമുക്ക് തുടങ്ങാം. എഴുതിക്കോ, 1 സിഹിർ, 2 എഴുതിക്കോ. ഇഷ്ടം പോലെ ഹദീസുകളുണ്ട്, 1, 2, 3, 4 എന്നല്ല. അതുകൊണ്ട് 1 by 1 by ഇൻഷാല്ലാ ഈ വിഷയം നടക്കട്ടെ. ഞാനിത് പറയാനുള്ള കാരണം ഉസ്താദ് ഇപ്പോൾ എഴുതിക്കൊണ്ടുന്ന ഈ വ്യവസ്ഥകൾ മുമ്പേയുള്ള ഒരു വ്യവസ്ഥ എൻ്റെ അടുത്തുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് വാദപ്രയോഗത്തിന് സംവാദത്തിന് വ്യവസ്ഥീകരിക്കാന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഈ വിഷയത്തിലേക്ക് നിങ്ങൾ വരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് റസൂലുള്ളാഹിക്ക് ദേശം ബാധിച്ചു 6 മാസം അങ്ങനെ വകതില്ലാണ്ട് നടന്നു. 22 വർഷവും 6 മാസവും വഹി അറിഞ്ഞിട്ടുള്ളൂ. 23 വർഷമൊക്കെ ഇല്ലേ? 6 മാസം എന്തായിരുന്നു? അന്ന് റസൂലുള്ളാഹി സംസ്കരിച്ചിട്ടില്ലേ? വഖാല ളാലിമുൻ ഇൻ തതബീനു ഇല്ലാ റജുലൻ മസ്കൂറ ഉൻദുർ കൈഫ ദറബു ലക്കൽ അംസാൽ ഫദല്ലു ഫലാ യസ്തതിയൂന സബീല. ഒരു കാര്യം കൂടെ പറഞ്ഞു ഉസ്താദേ, ഫദല്ലു ഫലാ യസ്തതിയൂന സബീല. നിങ്ങൾ ഉദ്ധരിക്കുന്ന ഇമാം റാസി എന്ന ആ വിഷയത്തെ കുറിച്ച് പറഞ്ഞെന്നറിയോ? ഐ ഇലൽ ഹുദാ ഇലൽ ഹഖ്, ഹക്കിലേക്കും നേർമാർഗത്തിലേക്കും പ്രാപിക്കാത്ത ആൾക്കാരാണ് ഇത് പറയുന്നത് എന്ന് എണ്ണിക്കോ. ഇമാം ബുഖാരി ഫദല്ലു ഫലാ യസ്തതിയൂന സബീല, ഇമാം മുസ്ലിം ഫദല്ലു ഫലാ യസ്തതിയൂന സബീല, അബൂ ദാവൂദ് ഫദല്ലു ഫലാ യസ്തതിയൂന സബീല, അബൂ ദാവൂദ് ഫദല്ലു ഫലാ യസ്തതിയൂന സബീല, ഇമാം അഹ്മദ് ഫദല്ലു ഫലാ യസ്തതിയൂന സബീല. എങ്ങനെ നിങ്ങൾക്ക് ചങ്കുറപ്പുവന്ന്? ഈ മുഹദ്ദിസുകൾ ആരാ റിപ്പോർട്ട് ചെയ്യാത്ത റസൂലുള്ളാഹിക്ക് ആ സിഹർ വാങ്ങിച്ചത്? ഈ സിഹർ വാങ്ങിച്ച മുഹദ്ദിസുകൾ മുഴുവൻ ഫദല്ലു അതിന് വഴിവെച്ചിരിക്കുന്നു. ഫലാ യസ്തതിയൂന സബീല, ഒരിക്കൽ നേർമാർഗത്തിലേക്ക് വരില്ല നമുക്ക് പറയാൻ പറ്റുമോ? അതുകൊണ്ട് ജനങ്ങൾക്ക് മനസ്സിലാവണം. വഖാല ളാലിമുൻ ഇൻ തതബീനു ഇല്ലാ റജുലൻ മസ്ഊറ, ഈ ഹദീസും ഈ ഖുർആനും തമ്മിൽ യാതൊരുവിധ വൈരുദ്ധ്യവുമില്ല എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. കാരണം ഖുർആനെതിരാണ്, അതുകൊണ്ട് നമ്മൾ തള്ളിക്കളയുന്നു. CP മുർസലിം മൗഖൂഫായിട്ട് വെക്കണം, നമ്മളത് മൗഖൂഫായിട്ട് വെക്കണം, സനദ് ശരിയല്ല. സലാത്തുൽ പറഞ്ഞാൽ സനദ് ശരിയാണെങ്കിൽ തന്നെ തള്ളിക്കളയേണ്ടതാണ്. ഇത്തരം ഇഖ്തിലാഫുകൾ, ഇന്ന് നിലവിലുള്ള ഇഖ്തിലാഫുകൾ ജനങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ ഈ ഖുർആൻ ആയത്തും ഈ ഹദീസും തമ്മിൽ വൈരുദ്ധ്യമാണ്. ഈ ഖുർആന്റെ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ സിഹർ ബാധിച്ച് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. നിങ്ങൾ നാടുകൾ പ്രസംഗിച്ച് നടക്കുന്നു. സംവാദം നിങ്ങൾക്ക് എഴുതാൻ മടിയല്ലേ? ആവശ്യം എന്താ മടി? നിങ്ങൾ നേരത്തെ കുറെ പറഞ്ഞു സിഹറിന്റെ വിഷയം. സിഹിർ മടവൂരികൾ സിഹിർ മറ്റുള്ള ആ പേപ്പർ എടുത്ത് വെച്ച് നിഷേധിച്ചു. നിങ്ങളെന്ന് മൈക്കെടുത്ത് പറ സിഹിറിന്റെ ഹദീസ് നമ്മൾ നിഷേധിക്കുന്നില്ല. ധൈര്യം ഉണ്ട് നിങ്ങൾക്ക് പറയാം? നിങ്ങൾ സിഹിറിന്റെ ഹദീസ് നിഷേധിക്കുന്നില്ല ഒന്ന് പറഞ്ഞു കിട്ടിയാൽ നമുക്ക് മതി. എന്നാൽ നമുക്ക് തുടങ്ങാൻ അങ്ങോട്ട് ബാക്കിയുള്ളത് അത് നമ്മൾ ആ വിഷയം ഇപ്പം തന്നെ അവസാനിച്ച് വേറെ 2ാമത്തെ ഹദീസിലേക്ക് നമുക്ക് കിടക്കാം. എന്റെ പരമ സഹോദര, സാധുവായ സഹോദര, ഞങ്ങൾ എന്താ പറഞ്ഞത്? ബുഖാരി നല്ലോണം കേട്ടോ. ബുഖാരി മുസ്ലിമിലെ ചില ഹദീസുകളെ ലോകത്തറിയപ്പെട്ട ഹദീസ് തിരിയുന്ന പണ്ഡിതന്മാർ വിമർശിച്ചിട്ടുണ്ട്. ആരും ലോകത്ത് വിമർശിച്ചിട്ടില്ല എന്നല്ല പറഞ്ഞത്. ഒരൊറ്റ കാര്യം, ആ നിഷേധിച്ചാലോ ഗാഫിറ, ഹദീസ് നിഷേധിയ എന്നാ മറുപടി ഇപ്പൊ പറഞ്ഞേരി. ബുഖാരിയിലെ ഒരു ഹദീസിനെ സംബന്ധിച്ച് കേട്ടത്രമാണ് ഇതുവരെ കേട്ടിട്ടുണ്ടാവില്ല. وليس في الحديث حجة للاختلاف في لفظه ولقبول التأويل وقد قال جماعة من الأئمة إن هذا الموضوع مقلوب وجزم ابن القيم بأنه غلط. മനസ്സിലായോ? ബുഖാരിയിലെ ഹദീസിനെ പറ്റി ഇബ്നു ഖയ്യിം പറഞ്ഞത് തെറ്റാണ്. ആ തെറ്റാണ് ബുഖാരിയിലെ ഹദീസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം നരകത്തിലാണോ? ഹദീസ് നിഷേധിയാണോ? ധൈര്യം പറ. നോക്കി എന്നിട്ട് നോക്കി നിങ്ങൾ
ഇതൊന്നും കണ്ടിട്ടുണ്ടാവില്ല, കണ്ടിട്ട് ഒളിപ്പിച്ച് വയല് പറഞ്ഞോളി. ഹദീസ് ഇബ്നു ഖയ്യിം നിഷേധിച്ചു, ഗലത്താണ് ബുഖാരിയിലെ ഈ ഹദീസ് പറഞ്ഞു. അദ്ദേഹം ഹദീസ് നിഷേധിയാണോ? ധൈര്യം നീ പറഞ്ഞേരി എവിടെ പോയി ചീരിയും കളിയൊക്കെ? അത് ഗലത്താണോ? അല്ലേ, ഗലത്താണ്. ഇബ്നു ഖയ്യിം പറഞ്ഞു ബുഖാരിയിലെ ഈ ഹദീസ് ഏതാ തിരിഞ്ഞിട്ടില്ലെന്ന് ചോദിച്ചു, ഏതാ ഹദീസ് ചോദിച്ചു പറഞ്ഞുതരാം. അത് ഗലത്താണ്. വഹ്തജ്ജ ബിഅന്ന അല്ലാഹു തആല അഖ്ബറ ബിഅന്ന ജഹന്നമ തംതലു മിൻ ഇബ്ലീസ വഅത്ബാഇഹി വകദാ. ഇതിലെ അടിവരട്ടോ, വകദാ അൻകറ, ഇൻകാർ ചെയ്യാൻ നിഷേധിക്കുക. മടവൂരിയ ബൽഖീനി, ഇമാം ബൽഖീനി ഹദീസിനെ നിഷേധിച്ചു. ഇമാം ബൽഖീനി മടവൂരിയ, ഞാൻ പോട്ടപ്പോഴത്തക്കാരെ ഇനി പറഞ്ഞില്ല, നിങ്ങൾ ഇങ്ങനെ അയക്കണുള്ള എനിക്കെന്നെ അറിയാം. ഇമാം ബൽഖീനി അൻകറ, ഇൻകാർ ചെയ്താൽ നിഷേധിച്ചു മൂല്യം. അതിന്റെ അർത്ഥം മൗലവി. അപ്പൊ ബൽഖീനി ബുഖാരിയിലെ ഒരു ഹദീസിനെ നിഷേധിച്ച ബൽഖീനി നരകത്തിന്റെ ആണോ? ധൈര്യം തുറന്നു പറഞ്ഞേരി. അല്ലെങ്കിൽ ഇത് ബാക്കി എന്താ, ബാക്കി വേറെ വിഷയം ഉണ്ടെങ്കിൽ ഇതൊക്കെ വായിക്കണം. എന്നാ ബൽഖീനി നിഷേധിച്ചില്ല വായിച്ചേരി, ബൽഖീനി നിഷേധിച്ചില്ല എന്ന് വായിച്ചിരി. ഇബ്നു ഖയ്യിം ഗലത്താന്ന് പറഞ്ഞിട്ടില്ല വായിച്ചേരി. തന്റെ ഇടമുണ്ടോ? കിതാബ് തിരിയോ? തന്റെ ഇടമുണ്ടോ? അങ്ങനെ ഇബ്നു ഖയ്യിം ഗലത്താന്ന് പറഞ്ഞിട്ടില്ല നമുക്ക് ബാക്കി വായിച്ചു തരാൻ കഴിയോ? ഒരു വിഷയത്തിന് 100,000 കാര്യം പറയുമ്പോൾ നമുക്ക് സംസാരിക്കുന്ന വിഷയം മാത്രം പറഞ്ഞാൽ പോലെ അല്ലേ? എന്ത് വിട്ടിത്താൽ കുനൂത്ത് സുന്നത്താണോ അല്ലേ എന്ന് പറഞ്ഞ ഇസ്തിഹാസിനെ പറ്റി ചർച്ച ചെയ്യുന്നു പറയണോ? ഖുറാഫിസം തലയിൽ കയറിയിട്ട് വർത്താനത്തിനും കാട്ടിക്കൂട്ടലും മുഴുവൻ ഖുറാഫിസം. എനിക്ക് ചോദിക്കാനുള്ളത്, ഇബ്നു ഖയ്യിം ബുഖാരിയിലെ ഹദീസ് ഗലത്താന്ന് പറഞ്ഞു, അദ്ദേഹം ഹദീസ് നിഷേധിയാണോ? ആണെങ്കിൽ ഇപ്പൊ പറഞ്ഞേരി. ഇമാം ബൽഖീനി അദ്ദേഹം ഈ ഹദീസിനെ നിഷേധിച്ചു. ഫത്ഹുൽ ബാരി എന്നാണ് ഞാൻ ഈ വായിക്കുന്നത്, ഫത്ഹുൽ ബാരിന്ന്. അപ്പൊ അതേ ഇമാം ബൽഖീനി അദ്ദേഹം ഹദീസ് നിഷേധിയ. നമ്മളെ മുജാഹിദ് ബാരിഷയുടെ ഭാഷയിൽ അദ്ദേഹം നരകത്തില ആണോ? എന്ത് വിഡിത്ത സഹോദരങ്ങളെ, ഈ മുഹദ്ദിസുകളെ മുഴുവൻ നരകത്തിൽ പറഞ്ഞേക്ക് നിങ്ങളെ പണി ആണോ? അപ്പോ നസാബ് ഉസ്താദ് ഏതായാലും സിഹറിന്റെ ഹദീസിൽ ചർച്ചയ്ക്ക് ഇല്ലാന്ന് തോന്നുന്നുണ്ട്. ഇവർക്ക് മൈക്ക് പിന്നെ പുറത്ത് കിട്ടിയാലേ സിഹർ വരുള്ളൂ. ഇവിടെ മൈക്ക് കിട്ടുമ്പോൾ സിഹർ വരുന്നില്ല എന്നാ തോന്നുന്നത്. എന്താ അതിന്റെ ഗുപ്തജനക്ക് പിടികിട്ടില്ല. നിങ്ങൾ ഞാൻ പറയട്ടെ, നിങ്ങൾ നിഷേധിച്ച് 25 ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഹർഫം ബിഹർഫ് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് വിശുദ്ധ ഖുർആൻ കൊണ്ടും ഇവിടെ ഇരിക്കും കേക്ക് ഞാൻ പറഞ്ഞു. റസൂലുള്ളാഹി വിശുദ്ധ ഖുർആൻ കൊണ്ടും നിങ്ങൾ ഹദീസിനെ മാത്രം നിഷേധിച്ചു. അള്ളാഹുവിന്റെ ഖുർആനെ നിങ്ങൾ നിഷേധിച്ചിട്ടുണ്ട്. നിങ്ങൾ തെളിയിക്കും. അള്ളാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞ കാര്യം പച്ചയായി നിഷേധിച്ചിട്ടുണ്ട്. നിങ്ങൾ എവിടെ പോണിപ്പടി. അപ്പോ അത് നിങ്ങൾ ഹദീസ് നിഷേധിക്കണം മാത്രം, അള്ളാഹിന്റെ ഖുർആൻ നിഷേധിച്ചിട്ടുണ്ട്. ഇല്ലാന്ന് ധൈര്യം ഏതെങ്കിലും ഞങ്ങൾ പച്ചയെ തെളിച്ചത്. ഒന്ന്, മടവൂരികൾ ഹദീസ് നിഷേധികളാണ് ഞങ്ങളുടെ വാദം ഞങ്ങൾ പറഞ്ഞത്. അതുപോലെ നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഹദീസ് നിഷേധികളല്ല. നിങ്ങൾ ഏത് ധൈര്യം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഞങ്ങളുടെ വാദങ്ങൾ മടവൂരികൾ ഹദീസ് നിഷേധികളാണ്. നമ്പർ 1, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സിഹറിന്റെ ഹദീസ് നിഷേധിക്കുന്നു. 2 പിടിച്ചോ, ഒരു 10 പിടിച്ചോ. 2 മുസ്താദോടെ നിൽക്കി. ആയിക്കോട്ടെ. 2 ആയിക്കോട്ടെ. ഇവർക്ക് ഇത് കേൾക്കാനുള്ള 2 പിടിച്ചോ. അല്ലാഹുവിന്റെ നുസൂലിനെ നിഷേധിക്കുന്നു. 2. 3, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇമാം ബുഖാരി ഉദ്ധരിച്ച സിറാത്തിനെ നിഷേധിക്കുന്നു. 4, അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ഖബർ ശിക്ഷയെ പച്ചയായി നിഷേധിക്കുന്നു. 5, വിശുദ്ധ ഖുർആനിൽ കൊണ്ട് സ്ഥാപിച്ച നസ്ഖിനെ നിഷേധിക്കുന്നു. 6, ധൈര്യം തെളിയിക്കാൻ. അതുപോലെ തന്നെ ചേകനൂർ ഈച്ച ജ്യൂസ് വിമർശിച്ച ഈച്ചയുടെ ഹദീസിൽ നിങ്ങൾ നിഷേധിക്കുന്നു. ദജ്ജാലിന്റെ ഹദീസിൽ വിമർശിക്കുന്നു. ഇല്ലേ? ഇനി വേണോ? ഹദീസ് നിഷേധിക്കുന്നു. അതുപോലെ തന്നെ മലക്കുൽ മൗത്തിന്റെ കണ്ണിന്റെ ഹദീസ് നിഷേധിക്കുന്നു. സംസമിന്റെ പവിത്രത നിഷേധിക്കുന്നു. താടിയെ പരിഹസിക്കുന്നു. സംഗീതം ഹലാലാക്കുന്നു. അതുപോലെ തന്നെ ഹജറുൽ അസ്വദിന്റെ പുണ്യം നിഷേധിക്കുന്നു. ഇനിയാണോ? ആദ്യം ഇത് കഴിയട്ടെ. ഇതിൽ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഇത് ഒന്നാമത്തെ സിഹർ ഞങ്ങൾ റെഡി. പിന്നെ ഞാൻ പറയട്ടെ. പിന്നെ അർഫും ബിഅർഫ് അത് 1. പിന്നെ ഈ ഇബ്നു ഹജർ അസ്ഖലാനിന്റെ ഫത്ഹുൽ ബാരി എന്ന് വായിച്ചു. ആ ഫത്ഹുൽ ബാരിന്റെ മുഖദ്ദിമ ഉണ്ട് മുസ്ലിയാരെ, അതൊന്ന് വായിച്ചു നോക്ക്. അത് ഞാൻ വായിച്ചത്. ഇത്തരം വിമർശിച്ച ഹദീസുകളെ സംബന്ധിച്ച് ഇമാം നവവിയുടെ ഉദ്ധരണി ഇബ്നു ഹജർ അസ്ഖലാനി എടുത്തു കൊടുക്കുന്നുണ്ട്. കേട്ടോ, അറബി ഇറങ്ങി കേട്ടോ. قد استرك الدارقطني على البخاري ومسلم أحاديث فطعن في بعضها وذلك الطعن مبني على قواعد لبعض المحدثين ضعيفة جدا.
ലഈഫത്തുൻ ജിദ്ദാ, ലഈഫത്തുൻ ജിദ്ദാ. ആ ഫത്ഹുൽ ബാരിന്റെ മുഖദ്ദിമയുള്ളത്. ഞാൻ വായിച്ചുതരാം. ഇമാം ദാറഖുത്നി ഇമാം ബുഖാരിയുടെ മുസ്ലിമിന്റെ ഹദീസിനെ സംബന്ധിച്ച് വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ മുഹദ്ദിസീങ്ങളുടെ ഖവായിദ് അനുസരിച്ച് അത് ലഈഫത്തുൻ ജിദ്ദാ, 5 പൈസക്ക് കൊള്ളൂല. മനസ്സിലായി? അതന്നെ മലയാളം. ലിമാ അലൈഹിൽ ജംഹൂർ മിൻ അഹ്ലിൽ ഫിഖ് വൽ ഉസൂൽ വഗൈരിഹിം ഫലാ തഅതറ ബിദാലിക. അതുകൊണ്ട് അതിൽ വഞ്ചകനാകണ്ട, പോയത്തക്കാരനാകണ്ട ചുരുക്കം. ഞാനിപ്പോ ഈ വർത്താനം ദാറഖുത്നി പറഞ്ഞൊരു മഹാന ഉപയോഗിച്ചോ. ഇബ്നു ഖയ്യിം പറഞ്ഞ ദാറഖുത്നി എവിടുന്ന സലഫിയങ്ങൾ കയറിയത്? മുറയുന്നല്ല നിങ്ങൾ വണ്ടിയേര്, അതോ വേറെ കുറച്ച് അപ്പുറന്നോ പൂങ്കറന്നോ ഉണ്ടാവട്ടില്ല നിങ്ങൾ നോക്കണോ? ഇബ്നു ഖയ്യിം നിശ്ചയിച്ചുകൊണ്ട് മൂപ്പർക്ക് ഹദീസും കൊടുത്തു. ഇതിന് മറുപടി പറയാ ദാറഖുത്നി പറഞ്ഞതിനെ പറ്റി. ദാറഖുത്നി ആരവിടെ സംസാരിച്ചത്? ഇബ്നു ഖയ്യിമിനെ പറ്റി പറഞ്ഞ ഇമാം ബൽഖീനെ പറ്റി പറഞ്ഞപ്പോൾ നേരെ മൂപ്പര് വണ്ടി വിട്ടു ഇമാം ദാറഖുത്നിയിലേക്ക്. ഇനി ദാറഖുത്നിയെ പറഞ്ഞുതരാം. നിങ്ങൾ എവിടെന്നെങ്കിലും ഒരു ബടായി കുറഞ്ഞില്ല. ഇതേ ഈ കിതാബ് ഇത് നോക്കിയാൽ കുറഞ്ഞോട് ഞാൻ കുറഞ്ഞത് ഇത് അങ്ങനെ ഒളിപ്പിച്ച് വെച്ചത് സന്ദർഭം കിട്ടുക. ഇതെന്താ? അൽ ഇൽസാമാതു വത്തതബ്ബുഅ്. നിങ്ങൾ പറഞ്ഞ ദാറഖുത്നി ശേഖരൂരല്ലേ 200-ഓളം ഹദീസിനെ വിമർശിച്ച അദ്ദേഹം അതിന്റെ സനദ് ശരിയല്ല എന്ന് പറഞ്ഞ് എത്ര 200-ഓളം ഹദീസിന് ഏകദേശം എന്തിലേന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ. എന്തിലേന്ന് ഞാൻ പറഞ്ഞ അന്തം വിട്ടാണ് പേമെന്റ് വികാരം കൊള്ളാൻ എന്തിലേന്ന് ഞാൻ പറഞ്ഞില്ല. ഇത് വെല്ലുവിളിക്കുണ്ടോ? എങ്ങനെയെങ്കിലും ഒന്ന് ചാടിയതായ ഓതിയിട്ടില്ലല്ലേ? ഓതിയിട്ടില്ല, വെറുതെ ഹദീസുകാരായ തമാശക്കാരാണ്. ഇതിന്റെ ഇടയിൽ നിങ്ങൾ തമാശയൊക്കെ രസമുണ്ട്. എന്നാ ഇദ്ദേഹം വഫാത്തായത് ആധുനിക ഖുറാഫി അല്ല ഇദ്ദേഹം. കണ്ടോ? അൽ മുതവഫി ഹിജ്റ 385 4-ാം നൂറ്റാണ്ടിൽ 1000 ചില്ലറ കൊല്ലം മുമ്പ് വഫാത്തായ ഇമാം ദാറഖുത്നി ഹദീസിന്റെ ലോകത്തെ മുടിചൂടാ മന്നൻ. എന്നിട്ട് ഈ മഹാനെ പറ്റി നിങ്ങൾ ഈ ഖുറാഫിന്റെ ആൾക്കാരല്ല അദ്ദേഹം ഹദീസ് നിഷേധി പറഞ്ഞോ? ലോക മുഹദ്ദിസുകൾ, എന്റെ ചോദ്യത ലോക മുഹദ്ദിസുകൾ പറഞ്ഞോ? എന്നിട്ടോ ഇപ്പൊ ആധുനിക ഹദീസ് പണ്ഡിതനായ മുഖബിൽ ഇബ്നു ഹാദിൽ വദാഇ ദുക്തൂറാണ് അദ്ദേഹം തഹ്ഖീഖ് എഴുതിയതിന്. എന്നിട്ട് അദ്ദേഹം മുഴുവൻ നിഷേധിച്ചോ? ഇല്ല. നിങ്ങൾക്ക് വിവരമില്ല, നിങ്ങൾക്ക് ഒന്നും അറിയുന്നില്ല അല്ലേ? എന്നിട്ട് എവിടെന്നോ ഒരു വാറോലിട്ട് അത് വായിച്ചു. തഖ്രീദിന്റെ ആൾക്കാരങ്ങൾ എന്തുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് ഇമാം ദാറഖുത്നി എന്ന് പറഞ്ഞ ലോകം അറിയപ്പെടുന്ന ഹദീസ് പണ്ഡിതൻ 4-ാം നൂറ്റാണ്ടിൽ ഇങ്ങനത്തെ ഒരു കിതാബ് ഇമാം ബുഖാരിന്റെയും മുസ്ലിമിന്റെയും സനദിൽ വന്ന പോരായ്മകൾ വിവരിച്ചിട്ട് ലോക മുസ്ലിമീങ്ങൾ അദ്ദേഹം ഹദീസ് നിഷേധിക്കാൻ പറഞ്ഞിട്ടില്ല, അദ്ദേഹം നരകത്തിലാന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പൊ നിങ്ങൾ ഖുറാഫാത്തിന്റെ ആൾക്കാർ ചിലപ്പം ഇദ്ദേഹത്തിന് നരകത്തിലാക്കും. ഇനി ഇബ്നു ഖയ്യിം നരകത്തിലല്ലേ? ഇബ്നു ഖയ്യിം ഈ ഹദീസ് ഉണ്ടോ? ബുഖാരിയിലെ ഹദീസ് ബിഅന്നഹു വലത്തുൻ, അത് തെറ്റാന്ന് പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ എന്താ നടപടി എടുക്കണത്? ഞങ്ങൾക്ക് മറുപടി പറയാം. ബുഖാരി ഇമാം മുസ്ലിമിലെ ഹദീസിനെ പറ്റി പറഞ്ഞത് കള്ള ഹദീസാണ്. അള്ളാന്റെ റസൂലിന്റെ പേരിൽ കഅബുൽ അഹ്ബാറിന്റെ കഥ പറഞ്ഞതാണ് പറഞ്ഞു. ഇമാം മുസ്ലിമിനെ പറ്റി, മുസ്ലിമിന്റെ സഹീഹ് ഹദീസിനെ പറ്റി പറഞ്ഞ ഇമാം ബുഖാരി ഹദീസ് നിഷേധിയാണോ? ഇത് ആണ് ഇങ്ങനെ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങിപ്പോയ പോലെ. ഇതിന് മറുപടി അറിയാം. ഇമാം ബുഖാരി ചില്ലറക്കാരനല്ലോ, നമുക്കറിയാലോ. അദ്ദേഹം മുസ്ലിമിലെ ഹദീസിനെ അതിശക്തമായി വിമർശിച്ചു. അദ്ദേഹം ഹദീസ് നിഷേധിയാണോ? ആണോ? മിണ്ടൂലനി ഇമാം ഇബ്നു ഖയ്യിം ഇനി വരാണ്ട് വായിക്കാൻ വരാണ്ട് ഇതിനെ പറ്റി മിണ്ടി. ഈ 3 മഹാന്മാരെ പറ്റി പറഞ്ഞോട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മാഷാഅല്ലാഹ് അൽഹംദുലില്ലാഹ്. ഏതായാലും സിഹ്റിനെ തൊടാൻ വലിയ പ്രയാസം. ദാറഖുത്നി 300 ഹദീസ് വിമർശിച്ചു എന്നാണ് പൂതപ്പാറയിൽ വെച്ചിട്ട് ദാറഖുത്നി 300 ഹദീസ് നിഷേധിക്കുന്നവർ പറഞ്ഞു. ഈ ഗ്രന്ഥം നിങ്ങൾ ഉയർത്തിയിട്ട് ഇവിടെ അത് 200 സംഭാവന നടക്കുമ്പോൾ അതിലും പറയും. സഹോദരന്മാർക്ക് ഒരു കാര്യം പറയാം. 110 ഹദീസുകൾ അദ്ദേഹം നിരൂപണം ചെയ്തത് ഇമാം ബുഖാരിക്ക് 3 ലക്ഷം ഹദീസ് കിട്ടി. 2 ലക്ഷം ഹദീസ് അദ്ദേഹം ദുർബലമായി തള്ളിക്കളഞ്ഞു. 1 ലക്ഷം ഹദീസ് സഹിഹാണ്. അതിൽ നിന്ന് കടഞ്ഞെടുത്ത 7000 ചില്ലറ ഹദീസ് എന്റെ സഹീഹിൽ കൊടുക്കണമെങ്കിൽ ചില മാനദണ്ഡം ഞാൻ വെക്കുന്നുണ്ട്. ആ മാനദണ്ഡം ഈ 110 ഹദീസിൽ ഇമാം ബുഖാരി ഉൾക്കൊള്ളിച്ചില്ല എന്നുള്ള കാര്യം മാത്രമേ ദാറഖുത്നി 110 ഹദീസിനെ കുറിച്ച് പറഞ്ഞു. അത് മനസ്സിലാണത്. നിരൂപണം നിങ്ങൾ ദാറഖുത്നി നടത്തുമ്പോൾ നിങ്ങൾ നിരൂപണം നടത്തി ഇസ്ലാം നമ്മുടെ പുറത്തേയാടും. ദാറഖുത്നി ഞാൻ പറഞ്ഞുതരാം. അതിന്റെ നിരൂപണം അതായത് ഇമാം ബുഖാരിക്ക് 3 ലക്ഷം ഹദീസ് കിട്ടിയിട്ടുണ്ട്. 2 ലക്ഷം ഹദീസ് അദ്ദേഹം തള്ളി, അത് ശരിയല്ലാത്തതുകൊണ്ട്. 1 ലക്ഷത്തോളം ഹദീസുകൾ സഹീഹാണ്. എന്നിട്ടും അദ്ദേഹം അതിൽ നിന്ന് കടഞ്ഞെടുത്ത 7000-ഓളം ഹദീസ് ഇമാം ബുഖാരിയുടെ ഗ്രന്ഥത്തിൽ തെരഞ്ഞെടുത്ത് എഴുതാൻ വേണ്ടി അദ്ദേഹം ചില നിബന്ധനകൾ വെച്ചിരുന്നു. ആ നിബന്ധനകളിൽ പാലിക്കാത്ത 110 ഹദീസ് ഉണ്ട് എന്നാണ് ദാറഖുത്നി അതിൽ പറഞ്ഞത്. അല്ലാതെ തള്ളിക്കളയല്ല ചെയ്തത്. നിങ്ങളെപ്പോലെ അക്ലാനികളല്ലല്ലോ ആ ദാറഖുത്നി. അതായത് ഈ സിഹറിന്റെ ഹദീസിനെ കുറിച്ചിട്ട് എന്തൊക്കെ വിഷയങ്ങൾ ബനൂ സുറൈഖ് എന്ന് പറയുന്ന
ഗോത്രമേ മദീനയിലില്ല. ബീറുദിർവ എന്ന് പറഞ്ഞ കിണറേ ഇല്ല. എവിടെ പോയാലും അതിന് മറിയൊക്കെ ഇതൊക്കെ പ്രസംഗിച്ചാണ് ഇതിൽ. മദീന ഒരു ചരിത്രത്തിൽ അങ്ങനെ കിണറേ ഉണ്ടായിട്ടില്ല, ബനൂദുറയ്ക്ക് ഉണ്ടായിട്ടില്ല. അത് മാത്രമല്ല 6 മാസങ്ങളുണ്ട്, വ്യത്യാസമുണ്ട്, ഇഖ്തിലാഫുണ്ട്. ആ ഹദീസ് കൊള്ളൂല. ഹിഷാം ഇറാഖിലേക്ക് പോയ ശേഷം എന്തൊക്കെയോ അദ്ദേഹത്തിന് ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അത്തുംപിത്തും പറഞ്ഞു. 200 ഹദീസ് ഉണ്ട് ഇമാം ബുഖാരിയിൽ പിന്നെ ഹിഷാം വന്ന സംഗതി. അത് മാത്രമല്ല, ഹിഷാമിനെ പാഠം മാറ്റി നിർത്തിക്കാൻ ഹിഷാം അല്ലാത്തവരെയും സിഹിന്റെ ഹദീസ് ഉദ്ധരിച്ചിട്ടില്ലേ? ഒരു തെളിയിച്ചാൽ നമ്മൾ എന്താ നിങ്ങൾ ഈ വിഷയത്തിലേക്ക് വരാത്തത്? റസൂലുള്ളാഹിക്ക് സിഹർ ബാധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കോളം നിങ്ങൾ അറിയോ? മടവൂർ വിഭാഗത്തിലെ ചില സുഹൃത്തുക്കളോട് റസൂലുള്ളാഹിക്ക് സിഹർ ബാധിച്ച വിഷയം പറയുമ്പോൾ അവർ ചൂടായിരുന്നു, തട്ടിക്കാരൻ എന്താ നീ പറയുന്നത്, എനിക്കെന്ത് നീ വഴിവെച്ചു, നീ അങ്ങനെ പോകും. ഇത് മുഴുവൻ മുഹദ്ദിസീങ്ങളും മുഴുവൻ മുഫസ്സിരീങ്ങൾ പറഞ്ഞൊരു സംഗതിയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ വിഷയത്തിലേക്ക് വരാതിരിക്കരുത്. നിങ്ങൾ ഹദീസ് നിഷേധിയാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ഹദീസ് നിഷേധിയാകാൻ വേണ്ടി 10-12 ഹദീസ് നിഷേധിക്കണമെന്നില്ല. നിങ്ങൾ പറഞ്ഞ എല്ലാ വഴിക്കും വരാൻ നമ്മൾ തയ്യാറാണ്. ഒന്ന് നിഷേധിച്ചാൽ മതി. ആ നിഷേധം ഒന്നറിഞ്ഞാൽ ജനങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ആ മതി, ഒന്ന് നിഷേധിച്ചാലും നിഷേധം തന്നെയാണ്. ഹദീസ് നിഷേധം തന്നെയാണ്, യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് മാത്രമല്ല ജീവിതത്തിൽ ഉൻദുർ കൈഫ ദറബുലക്കൽ അംസാൽ എന്ന് എഴുതിയതിന് ഇന്ന മുഫക്കറ വഖദ്ദർ ഫഖുതില കൈഫ ഖദ്ദർ സുമ്മ ഖുതില കൈഫ ഖദ്ദർ സുമ്മ നദറ സുമ്മ അബസ വബസർ സുമ്മ അദ്ബറ വസ്തക്ബർ ഫഖാല ഇൻ ഹാദാ ഇല്ലാ സിഹ്റു യുസർ. ഇബ്നു കസീർ ഈ ഉദ്ധരണം നിങ്ങൾക്ക് ജനങ്ങളുടെ മുമ്പിൽ വായിക്കാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ പൂതപ്പാറക്ക് വന്നിട്ട് എത്ര തഫ്സീർ വായിച്ചു? ഇബ്നു കസീറിന്റെ ഒരു തഫ്സീർ മാത്രം, വൈദ് സയ്യന ലഹും ശൈത്താനു അഅമാലു, അതിന് തഫ്സീർ വായിക്കണോ? അത് മലയാളം പരിഭാഷ നോക്കിയാൽ പോരെ. വൈദ് സയ്യന ലഹും ശൈത്താനു അഅമാലു താഴെ വായിക്കാൻ ധൈര്യം ഉണ്ടപ്പോൾ എന്റെ കയ്യിലുണ്ട് അതിന്റെ പൂർണ്ണ രൂപം. അന്ന് എന്റെ വണ്ടിയിൽ അന്നും ഉണ്ടായിരുന്നു. പക്ഷെ പൂതപ്പാർക്ക് ഒരു പ്രശ്നം ഉണ്ടെന്ന് വെച്ചിട്ടാ ഞാൻ അങ്ങോട്ട് പോയത്. ഈ വിഷയത്തിലേക്ക് നിങ്ങൾ വരണം. എനിക്ക് പറയാനുള്ള സുഹൃത്തുക്കളെ, ഇദ്ദേഹം ഈ വാദം എഴുതുന്നതിന് മുമ്പ് ഞാൻ വന്ന മുതൽ 2 മാസമായിട്ട് ഞാൻ എഴുതിക്കൊണ്ടൊരു വാദമുണ്ട്. ആ വിഷയത്തിലാണ് ഞാൻ പൂതപ്പാർക്ക് ഇവരോട് ചോദ്യം ചോദിച്ചത്. ഒന്ന് ആദ്യം ഞാൻ പറഞ്ഞുതരാം. ഈ ഇൽസാമാത്തോ തത്തബുവിനെ സംബന്ധിച്ച് ഇവിടെ മാത്രമല്ല സംസാരിച്ച് ഒരുപാട് സ്ഥലത്ത് സംസാരിച്ച് പലയിടത്തും സ്വീകരിയുണ്ട്. അത് ഞാൻ പറയുന്നത് സാധാരണ സത്യമാണ്. 200 ഹദീസിനായി എപ്പോഴും സബുഖുലിസാനായി 300 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അബദ്ധാണ് കേട്ടോ. 200 എല്ലാവർക്കും ഞാൻ അങ്ങനെ പറയല്, അത് തെളിവ് സ്വീകരികളുണ്ട്. അപ്പൊ 300 എന്നൊക്കെ പറഞ്ഞു പോയിക്കണേ മനസ്സിലുള്ളതല്ല, അത് വാക്കിൽ അബദ്ധം വന്ന. ഏതായാലും 200 110 200 പറഞ്ഞ 110 അത് ഏതായാലും നിങ്ങൾ 300 എന്ന് ഞാൻ എപ്പോഴാ പറയണമെങ്കിൽ അത് വാക്കിൽ വന്ന അബദ്ധാണ്. അങ്ങനെ ഞാൻ പറയില്ല. അത് പോട്ടെ, അതല്ലത്. എന്റെ സഹോദരങ്ങളെ, നിങ്ങളെ ഇപ്പോഴും ഇബ്നു കസീറിന്റെ തഫ്സീർ ഇതൊക്കെ വായിക്കാനുള്ള അവസരത്തിനാണ് നിങ്ങൾക്ക് ഞങ്ങൾ വെച്ചിട്ട് തരുന്നത്. ഹദീസ് നിഷേധം പറഞ്ഞാൽ സിഹർ പറഞ്ഞൂടെ, കണ്ണൂർ പറഞ്ഞൂടെ, ജിന്ന് കൂടുതൽ പറഞ്ഞൂടെ, ശൈത്താൻ രോഗം ഉണ്ടാക്കൽ പറഞ്ഞൂടെ, റുഖിയ ശറയ്യ പറഞ്ഞൂടെ, വേറെ വല്ലതുണ്ടെങ്കിൽ അതും പറഞ്ഞൂടെ. ഇതൊക്കെ ഉൾക്കൊള്ളുന്ന വിഷയം എന്നാ നേർക്ക് നേരെ ചോദിച്ചാലോ അങ്ങനെ ഹദീസ് നിഷേധിക്കുക, എന്നാ അത് എഴുതി തരീന്ന് പറഞ്ഞാലോ എഴുതി തരൂല. ഇത് പനി മുമ്പ് അസമൂലിയത് പറഞ്ഞ പണിയല്ലേ? വാചികമായിട്ട് പറഞ്ഞാൽ കെട്ടിത്തരായി. എന്റെ സഹോദരങ്ങളെ കേൾക്കുക, ഇതാ ഹദീസ് നിഷേധത്തിന് നമ്മളെ വാദം എന്താണ്? സഹീഹുൽ ബുഖാരി, സഹീഹ് മുസ്ലിം സഹീഹുൽ ബുഖാരി, സഹീഹ് മുസ്ലിം അടക്കമുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിലെല്ലാം ഖുർആൻ പോലെ നിരുപാധികം അംഗീകരിക്കേണ്ടതില്ല. അവയിലുള്ള ചില ഹദീസുകളെ സലഫുകളായ മുഹദ്ദിസുകളും ആധുനികനായ അൽബാനിയും വിമർശിച്ചിട്ടുണ്ട്. ആ മഹാന്മാരും അവരുടെ വാക്കുകളെ എടുത്തുദ്ധരിക്കുന്നവരും ഹദീസ് നിഷേധികളാണ്, നരകത്തിലാണ് എന്ന വാദം കള്ളത്തരവും കാപ്പട്യവുമാണ്. എന്നാൽ ഉസൂലുൽ ഹദീസ് അഥവാ ഹദീസ് നിദാന ശാസ്ത്ര നിയമം അനുസരിച്ച് സ്വഹീഹായ ഒരു ഹദീസും നിഷേധിക്കാവതല്ല എന്ന വാദത്തിന് നമ്മളെ സഹോദരന്മാർ ഇതാ ഹദീസ് പണ്ഡിതന്മാർ മറുവാദം എഴുതി തന്നിരിക്കുന്നു. ഒരു ഹദീസിനെയും നിഷേധിച്ചിട്ടില്ല. ആര്? ജിന്നകളോ? ഇതെന്തിന്റെ മോള് ഒരു ഹദീസും നിഷേധിച്ചിട്ടില്ല. ഇത് എഴുതി തന്നെ ഒരു ഹദീസിനെയും നിഷേധിച്ചിട്ടില്ല. മടവൂരികൾ ഒരുപാട് ഹദീസ് നിഷേധിക്കുന്നു. ഇപ്പൊ നിലവൈരുദ്ധ്യം. ആരും നിഷേധിച്ചിട്ടില്ല എന്ന് എഴുതി പിന്നെ ഹദീസ് നിഷേധിക്കുന്നു. എവിടുന്ന വന്ന് അല്ല സത്യത്തിൽ ഇപ്പൊ നിങ്ങൾ ഈ ജിന്നാക്ക് മാർക്കറ്റുണ്ടെങ്കിൽ ഇപ്പൊ സത്യത്തിൽ കൂടിയോ? ഒന്ന്, മടവൂരികൾ ഒരുപാട് ഹദീസ് നിഷേധിക്കുന്നു. തെളിവ് സിഹ്ർ ബാധയെ നിഷേധിക്കുന്നു. 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ബാധിച്ചതിനെ നിഷേധിക്കുന്നു. സിഹ്ർ ബാധയെ നിഷേധിക്കുന്നു. നബിക്ക് സിഹ്ർ ബാധിച്ചതിനെ ഇതാണോ? നബിക്ക് വിശദീകരിച്ച് അല്ലാതെ പറഞ്ഞുതരാം. ഒന്ന് മതി. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ജിന്നിന്റെ വിഷയത്തില് ജിന്ന് ഖാദിർ എന്ന് പറഞ്ഞാൽ പിന്നെ ഹയ്യ് വേണ്ടേ? ഹയ്യ് ഇല്ലാതെ ഖാദിർ ഉണ്ടാവില്ല, കുദ്റത്ത് ഉണ്ടാവില്ല. അതുപോലും തിരിയാത്തവരാണല്ലോ നിർവഹണം ഉണ്ടാക്കി അല്ലേ? നമ്മളെ നസാഫ് മുസ്ലിയാരെ
നസാഫ് മുസ്ലിയാർ ആദ്യത്തെ ആവേശമൊക്കെ പൊടി തോന്നുന്നുണ്ട്. ചൂടാണ്. പിന്നെ ഇവിടുന്ന് കിട്ടുന്ന ചൂടുണ്ടാവും അല്ലേ? ഞാനിവിടെ നിങ്ങൾ ഇൽസാമാത്ത് തത്തപ്പോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും ആദ്യം 300 പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് വായിച്ചു വെക്കില്ല. ആദ്യം പിന്നെ ഇതിൽ 110 ഹദീസുകൾ വിമർശിച്ചിട്ടുള്ളൂ. അപ്പൊ നിങ്ങളത് വായിച്ചില്ല. ഈ ഇൽസാമാത്ത് തത്തബ്ബുഇന്റെ മറുപടി ഞാൻ പറഞ്ഞു. അത് അഡ്വാൻസ് ആയിട്ട് ഞാൻ സംസാരിക്കട്ടെ. ഈ ഇൽസാമാത്ത് തത്തബ്ബുഇ നിങ്ങൾ കൊണ്ടുവരുന്ന നിങ്ങൾക്കറിയാം. അതുകൊണ്ട് അഡ്വാൻസ് മറുപടി അങ്ങോട്ട് വെച്ചത് ദഈഫത്തുൻ ജിദ്ദാ കഴിഞ്ഞു പോയി. ഇമാം നവവി പറഞ്ഞു ഇതിന്റെ പിന്നെ ഫത്ഹുൽ ബാരിയുടെ മുഖദ്ദിമയിൽ ഹദീസ് എടുത്ത് മറിച്ചു വെക്ക്. അത് ഇമാം നവവിയുടെ ഖൗൽ ഇബ്നു ഹജർ അസ്ഖലാനി എടുത്തത് 2 ഹാഫിളുകളാ പറഞ്ഞു. ഇനി കേട്ടോ, ഇത് ഇൽസാമാത്ത് തത്തബ്ബുഇന്റെ മറുപടി കേട്ടോ. فبتقدير توجيه كلام من انتقد عليهما يكون قوله معارضا تصحيحهما ولا ريب في تقديمهما في ذلك على غيرهما فيندفع الاعتراض من حيث الجمله. ഒറ്റ മറുപടി ഇതിനുള്ള മറുപടി ഇത് കേട്ടോ. ഇത് ഇബ്നു ഹജർ അസ്ഖലാനി ഹദീസ് സാരി പേജ് നമ്പർ 357. ഇനി കേട്ടോ, വൽ ജവാബ് അമ്മാ യതഅല്ലഖു ബിൽ മുഅല്ലഖ് സഹലുൻ അന്ന മൗദുൽ കിതാബ്. അത് കഴിഞ്ഞിട്ട് അഖാല അബൂബക്കർ ഖതീബുൽ ബഗ്ദാദി പറഞ്ഞു മഹ്തജൽ ബുഖാരി വ മുസ്ലിം ബിഹി മിൻ ജമാഅത്തിൻ വലമുതഅൽ ഫീഹി മിൻ ഗൈരിഹിം മഹ്മൂലൻ അലാ അന്നഹു ലം യസ്ബുത് അത്തഅലുൽ മുഅസ്സിർ മുഫസ്സിർ സബബി. ഇമാം ബുഖാരിക്കെതിരെ വിമർശനം ഉന്നയിച്ച ഏതൊരു മുഹദ്ദിസിന്റെയും തഅന് വിമർശനം അത് മുഫസ്സിർ സബബല്ല. അഥവാ ഇന്ന കാരണങ്ങൾ വിശദമായി കൊണ്ട് പറഞ്ഞു വിമർശിച്ചിട്ടില്ല. മാത്രവുമല്ല ഇമാം ബുഖാരിയുടെ അത്ര തന്നെ അവർ ഈ വിഷയത്തിൽ അഗ്രഗണ്യരുമല്ല. ഇനി കേട്ടോ, ഇനി അവരുടെ ഹദീസ് വിശദീകരിക്കാത്തല്ലേ, അതിന് മറുപടി കേട്ടോ. ശരിക്കും പഠിച്ചു വെച്ചോളി. എന്റെ ശബ്ദം കേൾക്കുന്ന മടവൂർ സുഹൃത്തുക്കൾ മനസ്സിലായി. ഇവിടെ മുഹദ്ദിസുകൾ നടത്തിയ ഇൻകാറല്ല. അവർ ആ ഹദീസിൽ പറഞ്ഞു റാവിയെ വിമർശിക്കും. ആ റാവി ഇല്ലാത്ത ഹദീസ് വന്നാൽ സ്വീകരിക്കും. ഞാൻ ചോദിക്കട്ടെ, അതാണ് മുഹദ്ദിസുകളുടെ നഖദ് വിമർശനം. ഇത് നിങ്ങൾ നടത്തുന്ന ഇൻകാർ നിഷേധമാണ്. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇമാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ബാധിച്ചു എന്ന ഹദീസ് ഹിശാമിനെ പറഞ്ഞ് നിങ്ങൾ വിമർശിക്കുന്നു. ശരി, ഹിശാം ഇല്ലാത്ത റിപ്പോർട്ട് ഞാൻ വായിച്ചു തരാം. നിങ്ങൾ അംഗീകരിക്കോ? അപ്പൊ ഇത് നിങ്ങളുടെ നഖദല്ല, ഇൻകാറാണ്. മുഹദ്ദിസുകൾ നടത്തിയത് നഖദാണ്. അവർ ആ റാവി ഇല്ലാത്ത ഹദീസ് വന്നാൽ സ്വീകരിക്കും. ഇനി അൽബാനിയുടെ വിഷയം കേട്ടോ. പിന്നെ അബ്ദുറഹ്മാൻ ബിൻ അബ്ദുള്ള എന്ന റാവിയുള്ള ഹദീസിനെ അൽബാനി നിരൂപണം ചെയ്തു. അതേ ഹദീസ് പിന്നെ ഈ സാധുവിന്റെ കഥ എന്തെങ്കിലും എവിടെങ്കിലും പറഞ്ഞു. എന്റെ സഹോദര ഇൽസാമാത്ത് തത്തബ്ബുഇ ഞാൻ കൊണ്ടുവന്നാൽ നിങ്ങൾ വെറുതെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു. ശരി, നബി ഇമാമിന്റെ വർത്താനം കൊണ്ടുവന്നു, അതിന്റെ സത്യാവസ്ഥയും പറഞ്ഞു. ഇതിനൊക്കെ ലോകത്തുള്ള മറ്റേത് വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ റെഡിയാ. ഞങ്ങൾ ഹദീസ് നിഷേധം ചർച്ച ചെയ്ത് വ്യവസ്ഥ ചെയ്ത് അങ്ങനെ നിങ്ങൾ റെഡി ആയില്ലല്ലോ. എന്തു ധൈര്യക്കേടാ നിങ്ങൾക്ക്? അപ്പൊ ഇതാണ് നമുക്ക് നിർത്തല്ലേ? അല്ല, ഇതാണ് എവിടെ ആ ഏരിയ തരി. ആ ശരി, ഞാൻ അതായത് ഞങ്ങളുടെ വാദത്തിൽ നിങ്ങൾ തന്നത് എന്താണ്? മടവൂരികൾ അത് വായിക്കാം. സിഹർ ബാധ നിഷേധിക്കുന്നു, നബിക്ക് സിഹർ വായിച്ചത് നിഷേധിക്കുന്നു, സിറാത്തിനെ നിഷേധിക്കുന്നു, പിന്നെന്താ നുസൂലിനെ നിഷേധിക്കുന്നു. പിന്നല്ലേ അതായത് ഞങ്ങൾ ഈ 4 ഹദീസിനെ നിഷേധിക്കുന്നുള്ളൂ. കുറെ വേറെയുണ്ട്. ശരി ഇപ്പൊ മനസ്സിലായി. അതായത് എല്ലാ ഹദീസ് ഞങ്ങൾ നിഷേധിക്കുന്നത് പറഞ്ഞാൽ എന്നോട് തെളിയിക്കാൻ കഴിയൂല. ഞങ്ങൾ നിഷേധിക്കുന്ന ഞങ്ങളെ പേര് ഞങ്ങൾ നിഷേധിക്കുന്നു എന്ന് നിങ്ങൾ ആരോപിക്കുന്ന എല്ലാ ഹദീസും നിങ്ങളോട് തെളിയിക്കാൻ അതിന് ത്രാണില്ല. 4 ഹദീസ് എന്നാ എഴുതിയരി, അത് എഴുതിയരി. ഞങ്ങളോട് 4 ഹദീസിനെ പറ്റി പറയാൻ സാധിക്കുള്ളൂ, അപ്പുറം പറയാൻ കഴിയൂല. അത് എഴുതിയരി. അത് ധൈര്യണ്ടോ? പിന്നെ എന്താങ്ങള് ആളെ വെട്ടിയാക്കില്ല, ആൾക്കാരെ വെട്ടിയാക്കില്ല. 4 പുറത്തിറങ്ങി ഞങ്ങൾ പറയാം. ഞങ്ങൾ കണ്ണൂരിന്റെ ഹദീസ് നിഷേധിക്കുന്നു, ശൈത്താൻ കൂടെ നിഷേധിക്കുന്നു, മറ്റേ ഹദീസിക്കുന്നു, ഒരുപാട് ഹദീസ് നിഷേധിക്കുന്നു. ഇപ്പൊ എഴുതാൻ പറഞ്ഞപ്പോ ഒരു വിഷയത്തിൽ 2 ഹദീസ്. സിറാത്ത് ഇപ്പൊ ഞങ്ങൾ സിറാത്തിനെ നിഷേധിക്കുന്നു, നുസൂലിനെ നിഷേധിക്കുന്നു. സാധാരണ ഇതൊന്നും അല്ല വരല്. ഇതല്ലാത്ത ഹദീസ് ഞങ്ങൾ നിഷേധിക്കുന്നുണ്ടോ? അല്ലേ? ഇതല്ലാത്ത ഹദീസ് ഉണ്ടോ?
ഹദീസിനെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞൊരു വിഷയം ഒരൊറ്റ ഹദീസിനെ ഒരാൾ നിഷേധിച്ചാൽ അവൻ ഹദീസ് നിഷേധിയായി. ഉറപ്പാണല്ലോ. അപ്പൊ ഇബ്നു ഖയ്യിം ഹദീസ് നിഷേധിയാണ്, അൽബാനി ഹദീസ് നിഷേധിയാണ്. ആണോ അല്ലേ? അല്ല, അത് ഇയാൾ വായിച്ചത് ഇൽസാമാത്തിന്. അപ്പൊ ഹദീസ് ബുഖാരിയിലെ ഹദീസിനെ നിഷേധിച്ച ഇമാം ബാഖുല്ലാനി, ഇമാം ബൽഖീനി ഹദീസ് നിഷേധിയാണ്. ആണോ അല്ലേ? ഇവിടെ പറയും മുജാഹിദ് ഞങ്ങൾ ഒരു ഹദീസിനെ പറ്റി വിമർശനം പറഞ്ഞ ഹദീസ് നിഷേധികൾ. എന്നാൽ ഇമാം അൽബാനി ഹദീസിനെ ബുഖാരിയിലെ ഹദീസ് നിഷേധിച്ചാൽ അത് തെറ്റാണ് പറഞ്ഞ അദ്ദേഹം ഹദീസ് നിഷേധിയാണോ? അല്ലേ? മുണ്ടൂല. മുഹദ്ദിസുകൾ മുണ്ടൂല. എന്തിനാ പിന്നെ നിങ്ങൾ വണ്ടി കയറി പോകുന്നത്? ഇതിനെപ്പറ്റി മിണ്ടാൻ കഴിയില്ല, പിന്നെ എന്തിനു പോകുന്നു? ഇമാം അൽബാനി ഹദീസ് നിഷേധിയാണോ? അദ്ദേഹം ബുഖാരിയിലെ ഹദീസിനെ ദുർബലപ്പെടുത്തി ഞാൻ വായിച്ചതാക്ക് ഉണ്ടോ? ഉണ്ട്. അപ്പൊ ഇമാം അൽബാനി ഞാൻ മറുപടി പറഞ്ഞു. ഹലോ, ഏതായാലും നസാബ് ഉസ്താദിന് എനിക്കൊക്കെ ഏകദേശം ഒരേ വിവരം മനസ്സിലായി. കിതാബ് ഞാൻ മുമ്പ് എഴുതിയിട്ടില്ല. അവിടെ ഞാൻ ഒരു കാര്യം പാടെ പറയാം. പണ്ട് ഒരാൾ ഞാൻ വലിയ ചോറുപ്പ് തന്നെ അതിനാണ് കല്യാണത്തിന് ചോറക്കാൻ പോയി വെച്ചുകാണ് ഇങ്ങനെ വേവ് വേറി ഏകദേശം കുളായി ചോറും അല്ല കഞ്ഞിലോ ചൊറിഞ്ഞായി മാറി. ഇനി എങ്ങനെ ഒരു മുമ്പെന്ന് ആലോചിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് കല്യാണത്തിൽ വന്നൊരു സാധു കാക്ക അതിൽക്കൂടി ഇങ്ങനെ നടന്നു പോയ അടുപ്പിന്റെ ഭാഗത്തുനിന്ന് പുറത്ത് കിടക്കുന്ന ഒരു സെറ്റ് അടുപ്പുകാൻ തട്ടിയ സാധു അത് ഇയാളെ ഞാൻ ആ ചോറ് ഏകദേശം പാകാക്കി വെച്ചതായിരുന്നു. ഇപ്പൊ അത് വെന്ത് കുളായി ഏറി ഇനിച്ചാന്റെ ഭാഗം ഞാൻ പോകുന്ന ഇറങ്ങണം മുങ്ങി. അതേമാതിരി മുങ്ങാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ ഞങ്ങൾ സമ്മതിക്കൂല. ഇവിടെ ബന്ധത്തിന് ഓരോ വിഷയം മൂപ്പര് പറഞ്ഞെന്താണ് അറബിയാണ്. ഞാൻ എനിക്ക് അറബി അറിയില്ല. അവിടെ ചോദിക്കണം എനിക്കറിയില്ല. അവിടെ ചോദിച്ചാണ് ഈ പണ്ഡിതന്മാരാണ് ഹർഫും പെർഫോറിനോ 100 നന്നായിട്ടുന്ന അത് ഓരോന്നോരോന്നായിട്ടുന്ന അങ്ങനെയാണ് എനിക്കറിയില്ലാണ്ട് അവിടെ ചോദിക്കണം. അത് പഠിപ്പിച്ചില്ല. ഹർഫും പെർഫോറാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഹർഫും പെർഫോറിന്റെ വാചകങ്ങളാണ് ഉപയോഗിച്ചത്. ഓരോന്നോരോന്നായി എങ്ങനെ പരിപാടി ഒന്ന് ചെയ്യണം ആദ്യം, പിന്നെ രണ്ടാമത്, അങ്ങനെ ഓരോന്നോരോന്നായി ഞാൻ മനസ്സിലാക്കേണ്ട എങ്ങനെയാണ് എനിക്കറിയില്ലത്. ഓരോന്നായി ഞങ്ങൾ പറഞ്ഞതാ. ഒന്നാമത്തെ ഒന്നാമത്തെ വിഷയം ഞങ്ങൾ എഴുതിയിട്ടുണ്ട്. സിഹറിന്റെ വിഷയം ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ? സിഹറിന്റെ വിഷയം ചർച്ച ചെയ്യാൻ തയ്യാറില്ല. പിന്നെ മൂപ്പര് പറഞ്ഞു ഞങ്ങൾ ഈ 4 ഹദീസുകളെ നിഷേധിക്കുന്നുള്ളൂ എഴുതി തരണം. അതെങ്ങനെ എഴുതി തരാം? ഒറ്റ ഹദീസ് തെളിയിച്ചാൽ അത് നിങ്ങൾ നിഷേധിക്കുന്നു എന്ന് തെളിയിച്ചാൽ നിങ്ങൾ ഹദീസ് നിഷേധിക്കാൻ വാക്കിൽ നിങ്ങൾക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഞങ്ങൾ സിഹറിന്റെ ഹദീസ് ഞങ്ങൾ എടുക്കും. സിഹറിന്റെ ഹദീസ് നിങ്ങൾ നിഷേധിക്കുന്നു എന്ന് തെളിയിക്കും. ഞങ്ങൾ നിഷേധിക്കുന്നില്ല നിങ്ങൾ തെളിയിക്കും. അപ്പൊ അടുത്ത വിഷയത്തിൽ പോവാം. അപ്പൊ ഞങ്ങളെ വാദം നിങ്ങളെ വാദം വിജയിച്ചു. സിഹറിന്റെ ഹദീസ് ഞങ്ങൾ നിഷേധിക്കുന്നില്ല. ഇതാ ഞങ്ങളുടെ വാദമായി അൽബാനിയുണ്ട്, ഞങ്ങൾക്ക് വാദമായി ഇബ്നു ഖയ്യിമുണ്ട്. നിങ്ങൾ അപ്പൊ ഓരോന്ന് തെളിയിക്ക്. ഓരോ വിഷയം അടുത്ത സിഹറിന്റെ വിഷയം, നുസൂലിന്റെ വിഷയം, രണ്ടാമത്തെ സുറാത്തിന്റെ വിഷയം, ഖബർ ശിക്ഷ, ചന്ദ്രൻ പേർന്നത്, സംസം വെള്ളത്തിന്റെ പോരിശം, എണ്ണിയാൽ ഒടുങ്ങാത്ത ഹദീസ് നിഷേധം നിങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് എങ്ങനെ ഒന്നിച്ചെടുത്തിട്ട് കലത്തിട്ട് ഉപയോഗിക്കരുത് അല്ലല്ലോ. ഓരോന്ന് ചർച്ച ചെയ്യണം. ഇനി നമ്മൾ പറയുന്ന ഹദീസ് നിഷേധം ചർച്ച ചെയ്യുന്ന പോലെയാണ്. നിങ്ങളെ വാദത്തിന് വേണ്ടി അംഗീകരിച്ചു കുട്ടികളും നിങ്ങൾ ഹദീസ് നിഷേധം ചർച്ച ചെയ്യുന്ന പറഞ്ഞ വാദം അപ്പോഴും വേണ്ടൊരു വിഷയം എടുക്കുക ചർച്ച ചെയ്യാൻ. ഹദീസ് നിഷേധം ചർച്ച ചെയ്യാനും വേണ്ട വിഷയം കൊണ്ടുക. എവിടെ തുടങ്ങി നമ്മൾ തുടങ്ങേണ്ട വിഷയം? ആ തുടങ്ങുന്ന വിഷയം സിഹറായിക്കോട്ടെ എന്ന് ഞങ്ങൾ പറഞ്ഞേ. എന്താ ഇപ്പൊ ആദ്യം വന്ന ഊറ്റമുണ്ടല്ലത്? ഇതിപ്പോ എന്താ സംഗതി? ഇത് ഞങ്ങൾ പറയുന്നു. ഇവിടെ ചർച്ച ഉണ്ടായ വിഷയം എന്താണ്? നിങ്ങൾ പറഞ്ഞ വാർത്തയിൽ ഞങ്ങൾ പറഞ്ഞേ. ഇവിടെ എഴുതി കൊടുക്കുന്ന ഇദ്ദേഹം പറഞ്ഞൊരു വിഷയമുണ്ട്. നിങ്ങൾ പള്ളിയോട് ചോദിച്ചൊരു വിഷയമുണ്ട്, സിഹറിന്റെ വിഷയം. ഇത് മൊയ്തീൻ ശേഖർ രക്ഷിക്കണ, ബദരീങ്ങളെ കാക്കണ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ശിർക്കാകുന്നത് പോലെ തന്നെ സിഹറിൽ വിശ്വസിക്കുന്നയാൾ ശിർക്കാകുമെന്നാണ് നിങ്ങൾ പറയുന്നത്. അത് ശിർക്കും തൗഹീദുമാണ് അവിടെ ഏറ്റുമുട്ടുക. എങ്ങനെയാണ് ശിർക്ക് തൗഹീദ്? ഇത് ഞങ്ങൾ ശിർക്കിലാണെന്ന് നിങ്ങൾ വാദിക്കുന്നു, നിങ്ങൾ മൗഹീദുകളാണെന്ന് നിങ്ങൾ വാദിക്കുന്നു. നമ്മൾ ചർച്ച ചെയ്യുക ഒന്നാമത്തെ വിഷയം ഷിർ. ആയിക്കോട്ടെ. ഈ അറബിയിലുണ്ട് ഒരു പഴമൊഴി, അൽ മറു യഖീസു അലാ നഫ്സിഹി. മനുഷ്യ അൽ മറു യഖീസു അലാ നഫ്സിഹി. മനുഷ്യൻ എന്നെ പോലെയാണ് മറ്റൊന്നും കണക്കൂട്ടും. മദ്രസ പോകാത്ത അമീറിനെ പോലെയാണ് ഞാനും എന്ന് കണക്കൂട്ടിയത് തെറ്റാണ്. അമീറെ ഞാൻ മദ്രസ പോയിക്കുന്നത് തിരിഞ്ഞല്ലോ, ഇപ്പൊ തിരിഞ്ഞു. പിന്നെ ബുഖാരിയിലെ 2-3 ഹദീസ് വായിച്ച ഞാനും ആ ഭാഗം കേൾക്കുമ്പോഴത്തിന് വെപ്രാളം വരുന്ന ആൾക്കാരും ഒരേ തട്ടിൽ അളക്കില്ല പ്ലീസ്. അത്ര അതിനെ പറ്റി പറയേണ്ടുള്ളൂ. രണ്ടാമത്തെ കാര്യം പറഞ്ഞു, മടവൂരികൾ ഹദീസ് നിഷേധിക്കുന്നുണ്ട്. എന്റെ സഹോദര, ഹദീസ് നിഷേധം പറഞ്ഞ ഇത് നിങ്ങൾ സാധാരണ അമീറിന് കിട്ടുന്ന എഴുത്തിൽ എഴുതുന്നു, ഇവർ പ്രസംഗത്തിൽ പറയുന്നു ഞങ്ങളെ പറ്റി. ശരി, ഇതിലൊരു സംവാദം നടത്തി ഞങ്ങൾക്ക് ഈ പറഞ്ഞ വിഷയം അല്ലാത്ത ഞങ്ങളെ പറ്റി പറഞ്ഞൂടെ? എന്തുകൊണ്ടാണ് നിങ്ങൾ 2 തൂങ്ങണം അല്ലെങ്കിൽ 3 തൂങ്ങണത്? അപ്പൊ എന്താ ആയിക്കോട്ടെ, അത് പറഞ്ഞൂടെ നിങ്ങൾക്ക്? അപ്പൊ ഇയാള് പറയാണ് അപ്പൊ ഏതാ പിന്നെ എന്നാലും വിഷയം പറയണ്ടേ? ആയിക്കോട്ടെ, നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാണ്ടാവില്ലേ? ഞങ്ങൾ നിഷേധിക്കുന്ന ഹദീസ് ചോദ്യോത്തരത്തിന് അവസരം ഉണ്ടാവുക. അപ്പൊ ചോദിച്ചോളി.
എന്താ ഞങ്ങൾ ഹദീസ് നിഷേധത്തിലേക്ക് വരുമ്പോത്തിന് മറ്റേ കണ്ടമായി പ്രായം അപ്പൊ ഞങ്ങൾ ഹദീസ് നിഷേധികളല്ലേ? ഇപ്പൊ വാക്കിൽ പറയും, കാരണം അസമൂലിയാർ മുമ്പ് നിങ്ങൾക്ക് പഠിപ്പിച്ചെന്നുകൂടെ വാചികമായിട്ടുണ്ടെങ്കിൽ അത് കാറ്റിൽ പറഞ്ഞു അല്ലെങ്കിൽ നിഷേധിക്കും ചെയ്യാം. എഴുതിയ രേഖയാവുന്നത് അത് നിങ്ങൾക്ക് നല്ല മനസ്സിലാക്കണല്ലേ? പറഞ്ഞ അസമോലിയാരെ കുപ്രസിദ്ധ പത്രികയാണ്. വാക്കുകൊണ്ട് പറഞ്ഞാല് അത് കാറ്റിൽ പറന്നു പോയിക്കോളും, വേണമെങ്കിൽ നിഷേധിക്കും ചെയ്യാം. രേഖയാക്കിയ പ്രമാണം ഉണ്ടാവും എന്നതുപോലെ ഇതാ ഈ അബ്ദുൽ മലിക് സലഫിയും അതുപോലെ ബഹുമാന്യനായ നമ്മളെ പിന്നെ ഉമരിയും നമ്മളെ ഷാഫി സലാഹി ചെങ്ങാരിയും കൂട്ടത്തിൽ മദ്രസ പോവാത്ത അമീറും നിങ്ങൾ തന്നെ പറഞ്ഞോ, ഞാനല്ല, നിങ്ങൾ ഓതിയിട്ടില്ല, നിങ്ങൾ തന്നെ പറഞ്ഞ ഈറടിച്ചത് കിതാബ് പറഞ്ഞ അറബി ബുക്ക് എന്ന സഹോദരൻ മദ്രസ പോയില്ല. കിതാബുൻ ബുക്ക് മദ്രസ പോയില്ല. നിങ്ങൾ ആളെ ഇളക്കിയാല് സമയം കഴിയാതെ ഇടപെടരുത്. എത്രാമാനെ മൂപ്പര് പറഞ്ഞതിന് ഞാൻ മറുപടി കേട്ടോ, അല്ല ഒന്നും പറഞ്ഞിട്ടില്ല. മൂപ്പര് ഇന്ന കളിയാക്കിയാണല്ലോ ഞാൻ കിതാബ് ഓതിയില്ല, അതിന് മറുപടി ദേഷ്യപ്പെടും വേണ്ട. ആയിക്കോട്ടെ, ഞാൻ അതിനകത്ത് തോന്നണ്ട. അപ്പൊ ഞങ്ങൾ ഹദീസ് നിഷേധികളാണ് എന്ന് വാദത്തിന് വന്ന് ഞങ്ങൾ എഴുതിയതും അല്ല ഞങ്ങളെ മേൽ വാചികമായ ആരോപണമൊക്കെ ചർച്ച കൊണ്ടുവരാം. അത് നിങ്ങൾക്ക് ധൈര്യമില്ലേ വെച്ചെങ്കിൽ അത് പറഞ്ഞെങ്കിൽ ഞങ്ങൾ മടവൂരികളുമായിട്ട് നിങ്ങളുടെ ഭാഷയിൽ ഹദീസ് നിഷേധം എന്ന വിഷയത്തിൽ സംവാദത്തിന് കഴിയൂല അങ്ങോട്ട്. അതുകൊണ്ട് തൽക്കാലം പെട്ടി പോകാം. മറുപടി എഴുതി 100 വട്ടം ഷാഫി സലാഹിക്ക് ധൈര്യം. അല്ലാഹു അക്ബർ എഴുതിക്കോട്ടെ, എഴുതി ഇതിന് മറുവാദം എഴുതി, ഇതിന് മറുവാദം എഴുതി, ഇതിന് മറുവാദം എഴുതി. ഇതിനെങ്ങനെ മറുവാദം? സഹീഹ് ബുഖാരിയിലെ ചില ഹദീസുകളെ മുൻഗാമികളായ വിമർശിച്ചു. അതിനവിടെ മറുവാദം അവിടെ വിമർശിച്ചിട്ടില്ലേ? നസാഫ് ഉസ്താദെ, ഒരു കാര്യം ഞാൻ പറയാം. ഇവിടെ നിങ്ങൾ പറഞ്ഞ 2 ഹദീസിൽ മാത്രം നിങ്ങൾ തൂങ്ങുന്നതിന്റെ കാരണം എന്താ നിങ്ങൾ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചു. ഇപ്പൊ ഈ വർത്താനത്തിൽ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഒരു സഹീഹായ ഹദീസിനെ നിഷേധിക്കാൻ നിങ്ങൾ കൂട്ടുപിടിച്ചത് ഖുർആനിനെയാണോ? അതോളം ഒരു നിഷേധം തായലില്ല. അത് കഴിയട്ടെ, ജസാക്കല്ലാഹ് ഖൈർ. നിങ്ങൾ ഈ വിഷയത്തിൽ വരണം. എന്തെന്നും ഞാൻ പറഞ്ഞ് ശരിക്കും മനസ്സിലാക്കാം. ഒരു സഹീഹായ ഹദീസ്, ലോകത്ത് ഒരാളും തള്ളിക്കളയാത്ത ഒരു ഹദീസിനെ, ലോകത്ത് ഒരാളും, അത് നിങ്ങൾ ദാർഖുത്തിനെ കൂട്ടുപിടിച്ചാൽ ലോകത്ത് ഒരു അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ നിങ്ങളെപ്പോലത്തെ ആളല്ല, നിങ്ങളെപ്പോലത്തെ ആൾ മുമ്പും കുറെ കഴിഞ്ഞിട്ടുണ്ട്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ, അതുപോലെ തന്നെ മുഹദ്ദിസീങ്ങൾ, എഴുതി വെച്ചോ, മുഹദ്ദിസീങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ പറഞ്ഞത് സ്വപ്നം പോലും കാണാതെ കൊണ്ട് ഒരു മുഹദ്ദിസും ഒരു അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ, നിങ്ങൾ ഈ പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, നിങ്ങൾ പറഞ്ഞല്ലോ ഇതിനെക്കുറിച്ച് അല്ല നസാബുസേ, നിങ്ങൾ പറഞ്ഞല്ലോ ഇതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് എന്ന് പറഞ്ഞല്ലോ, ഇതിനോളത്തേക്കാളും വലിയൊരു സംഗതിയാണ് ഈ ഒരു ഹദീസിനെ നിഷേധിക്കാൻ വേണ്ടി നിങ്ങൾ കൂട്ടുപിടിക്കുന്നത് ഒരു ഖുർആനായത്തിന്. ലോകത്താരും കൂട്ടുപിടിക്കാത്തൊരു സംഗതി. അതുപോലെ തന്നെ ഈ ഹദീസിന്റെ വിഷയത്തിൽ ഒരുപാട് ഹദീസുകൾ ഉദ്ധരിച്ചിട്ടും പക്ഷെ നിങ്ങൾ ഈ സമയത്ത് അതൊന്നും പറയുന്നില്ലല്ലോ. ഇത് സത്യത്തിൽ ഇപ്പൊ 1, 2, 3, 4 ഹദീസ് അങ്ങോട്ട് സംവാദം നടക്കട്ടെ. വ്യവസ്ഥ എഴുതാൻ വേണ്ടി ഇത്രയും താമസം ഉണ്ടെങ്കിൽ 4000 ഹദീസിനെ കുറിച്ച് ചർച്ച ചെയ്ത് എപ്പോൾ തീരുന്ന സബുസ്? ഒരു മാസം സംവാദം നടത്തല? നമ്മൾ ഷെയ്ഖ് അദ്നാൻ അറൂറും ഷിയാക്കളും തമ്മിൽ നടന്ന ഒരു മാസത്തെ സംവാദമുണ്ട്. അതിനുശേഷമാണ് ലോകത്ത് സലഫികളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ മാറ്റങ്ങൾ ഉണ്ടായിരുന്ന. ഇപ്പൊ സിറിയയിൽ നടക്കുന്ന പ്രശ്നം അതാണ്. ഷെയ്ഖ് അദ്നാൻ അറൂറും പിന്നെ ഷിയാ പണ്ഡിതനും തമ്മിൽ ഒരു മാസം നടന്നിരുന്നത് ആ സംവാദം. അതും ചില്ലറ ഹദീസുകളും ചില്ലറ ആയത്തുകളും ഇവിടെ അതെ ശരി. ഞാൻ പറയുന്നത് വെച്ചാൽ ഈ 4000 മാത്രമല്ല, ഒരുപാട് ഹദീസുകൾ മൊത്തം ഒരിക്കലും ചർച്ച ചെയ്യാൻ സാധ്യമല്ല. ഇപ്പൊ ഒരു ഹദീസിന് വേണ്ടി ചർച്ച ചെയ്യാൻ വേണ്ടി വ്യവസ്ഥക്കൊപ്പം വരുന്നേ ഇതിപ്പോ സംവാദ മോഡലിലേക്കാണ് പോകുന്നത്. അപ്പൊ നിങ്ങൾ ഒരു വിഷയം 1, 2, 3, 4, 5 ഹദീസുകൾ നമ്മൾ അതിൽ എഴുതിയിട്ടുണ്ട്. ഇത് നിങ്ങൾ ഇതുവരെ നിഷേധിച്ചിട്ടില്ല വിടുന്നു. അത് നിങ്ങളെ സംസാരം ശ്രദ്ധിക്കുന്നത് നിങ്ങൾക്ക് നിഷേധിക്കാൻ ആയിക്കോട്ടെ ഇവിടുന്ന് നിഷേധിക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് സംവാദം നിഷേധിക്കാൻ കഴിയില്ല. കാരണം അതുകൊണ്ടല്ലേ സംവാദത്തിലേക്ക് വരാത്തത്. ആയിക്കോട്ടെ എഴുതി ഇതൊന്ന് കാണിച്ചു കൊടുക്കുക. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ ഒന്ന് സഹകരിക്കണം. അതായത് കേൾവിക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഈ ഹദീസ് ഇതെപ്പം വന്നത് ഫസ? ഇതിന് മുമ്പ് ഞാനൊരു കാര്യം എഴുതിയില്ല, എന്തെങ്കിലും മറന്നു പോകുന്നു, എന്താ ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾ മറച്ചു വെക്കുന്നത്? ഇതിപ്പോ എഴുതിയതല്ലേ, ഇന്നെഴുതിയതല്ലേ? ഇന്നലെ മിഞ്ഞാളുകൾ 2 ആഴ്ച മുമ്പ് ഞാൻ എഴുതിയ വിഷയത്തിൽ എന്താ എനിക്ക് ചർച്ചയ്ക്ക് വരാൻ മടി? ഇതിന് വരാൻ നമുക്ക് പിന്നെ ഇവിടെ ഇത് കിടക്കുക കഴിയട്ടെ. ആദ്യം ഞാനല്ലേ ഇവിടെ ഞാൻ വന്നിട്ടിപ്പോൾ 2 മാസമാകാനായി. 2 മാസം വന്നപാട് ഞാൻ എഴുതി കൊടുത്ത ലെറ്ററിലും അതുപോലെ തന്നെ സംസാരിച്ച ചർച്ചാ വിഷയവും നിങ്ങളോട് ചോദിച്ച ചോദ്യവും നിങ്ങൾ തന്ന മറുപടിയും എൻ്റെ വിഷയത്തിൽ ഊന്നിയതാണ്. അത് നിങ്ങൾ തയ്യാറുണ്ടോ? നിങ്ങൾ ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക്? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എഴുതിക്കോ. എത്ര മാന്യമായ ചോദ്യം! നിങ്ങൾ ഇപ്പോൾ എഴുതി ഉണ്ടാക്കിയതാ അല്ലെങ്കിൽ ഇന്നലെ എഴുതി ഉണ്ടാക്കിയത് അല്ലേ? അതിനു മുമ്പ് ഞാൻ എഴുതി ഉണ്ടാക്കിയത് കാറ്റപ്പുറത്തണോ? അത് വിഷയമല്ലേ? അത് ചോദ്യമല്ലേ? അതൊരു ഹദീസുമായിട്ട് ബന്ധപ്പെട്ട സംഗതിയല്ലേ? എന്താ മനസ്സിലാക്കാത്തതുകൊണ്ട് അതിലേക്ക് നിങ്ങൾ വരി. ഞാൻ എൻ്റെ സമയം ഫുള്ള് സംസാരിച്ച് തീർക്കുന്നില്ല. നിങ്ങൾ പെട്ടെന്ന് അതൊന്നും ആ വിഷയത്തെ കുറിച്ച് നിങ്ങളും ഇടപെടുക. ഈ ഹദീസിനെ കുറിച്ച് ഇദ്ദേഹത്തിനോട് സംവാദം നടത്താൻ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ മതി. പിന്നെ എൻ്റെ സഹോദര,
ഇപ്പൊ കൊണ്ടുവന്നാൽ മതി. കാരണം നമ്മൾ ഈ ചർച്ചക്ക് ഇപ്പൊ ഇരിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് അപ്പോക്കപ്പളെ ഉണ്ടാക്കാൻ കഴിയാത്തോണ്ട് മിഞ്ഞാന്നോ നാളെയാണോ ഉണ്ടാക്കി വെച്ചേക്കും. ഞങ്ങൾ അതിനെ വിമർശിക്കണില്ല. ഞങ്ങൾ ഇപ്പൊ എഴുതിണ്ടാക്കിയ അത് മതി. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് മറുവാദം ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയാം. ഇതാണ് ഇപ്പൊ നമ്മളെ വാദം. വളരെ ലളിതാണ്. നിങ്ങൾ ചോദിച്ച ചോദ്യം ഉണ്ട്, നമ്മുടെ എഴുതിച്ചിട്ട് മറുപടി പറഞ്ഞുതരാം. സഹീഹുൽ ബുഖാരി, സഹീഹ് മുസ്ലിം അടക്കമുള്ള ഹദീസു ഗ്രന്ഥങ്ങളിലുള്ളതെല്ലാം ഖുർആൻ പോലെ നിരുപാധികം അംഗീകരിക്കേണ്ടതില്ല. ഇതിനോടൊപ്പം നിങ്ങൾ യോജിക്കണില്ലേ? ഒന്ന് പറഞ്ഞാൽ സാഫി സലാഹി പോലത്തെ പണ്ഡിതന്മാർ പറഞ്ഞേര്. സഹീഹുൽ ബുഖാരി, സഹീഹ് മുസ്ലിം അടക്കമുള്ള ഹദീസു ഗ്രന്ഥങ്ങളിലുള്ളതെല്ലാം ഖുർആൻ പോലെ നിരുപാധികം അംഗീകരിക്കേണ്ടതില്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. നിങ്ങൾ അംഗീകരിക്കണം എന്നാണോ പറയുന്നത്? ആണെങ്കിൽ എഴുതി. അംഗീകരിക്കേണ്ടല്ല എന്നാണെങ്കിൽ അത് എഴുതി. എന്താണ് പറഞ്ഞത്? ഇവിടെ എത്തുമ്പോ ബബ്ബാന്ന് പറഞ്ഞിട്ട് കാലത്തിന് മറുപടിയും തരണം. നിങ്ങൾ അവിടെ എത്തുമ്പോ കുറെ സിനിമക്ക് തരാം. വെപ്രാളം കൊള്ളല്ലേ എന്റെ അബ്ദുല്ലാസ് വെപ്രാളിന്റെ ടൈം കഴിഞ്ഞിട്ട് ഇപ്പൊ തന്നോളൂ. കഴിഞ്ഞില്ലല്ലോ. അതിനിടയ്ക്ക് അവയിലുള്ള ചില ഹദീസുകളെ നല്ലോണം ചെവിട് തോണ്ടി കേട്ടോളി. അവയിലുള്ള ചില ഹദീസുകളെ സലഫുകളായ നിങ്ങളെ പോലെ ഖലഫികളോ പുതിയ വാദക്കാരോ അല്ല, സലഫുകളായ മുഹദ്ദിസുകളും ആധുനികനായ അൽബാനിയും വിമർശിച്ചിട്ടുണ്ട്. യോജിക്കണില്ലേ? ഈ ബുഖാരി മുസ്ലിം അടക്കമുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിലെ ചില ഹദീസുകളെ അൽബാനി പൂർവികന്മാരായ മുഹദ്ദിസുകൾ ചില ഹദീസുകളെ വിമർശിച്ചിട്ടുണ്ട്. യോജിക്കുന്നുണ്ടോ? ഇല്ലേ? യോജിക്കുന്നുണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ലാന്ന് എഴുതി തരി. മുണ്ടൂരങ്ങളില്ലേ? അങ്ങനെ മിണ്ടിപ്പിച്ചിട്ട് ഞങ്ങൾ പോവുള്ളൂ. ആ മഹാന്മാരും അവരുടെ വാക്കുകളെ എടുത്തുദ്ധരിക്കുന്നവരും ഹദീസ് നിഷേധികളാണ്, നരകത്തിലാണ് എന്ന നിങ്ങളെ ഈ വാദം കള്ളത്തരവും കാപ്പറ്റുവാണെന്ന. അല്ലെങ്കിൽ നിങ്ങൾ അല്ലാന്ന് എഴുതികൾ ഞങ്ങളെ വാദം സത്യസന്ധാന്ന് എഴുതി തരി. അതിൽ 5 മഹാന്മാരുണ്ട്. ധൈര്യമുണ്ടോ? ഇല്ലെങ്കിൽ ഇത് പിരിച്ചു വിട്ടാൽ മതി, വണ്ടി കയറിക്കൊള്ളിങ്ങൾ. അല്ല ഹദീസ് നിഷേധ മുജാഹിദുകളായിട്ട് സംവാദത്തിന് വന്നു എന്ന് പറയാ, എന്നിട്ട് പറയാ, ലോകത്തുള്ള വേറെ വിഷയം പറഞ്ഞാൽ സമയം നീട്ടുക. അയ്യേ മോശം, ദിലാറല്ല സുന്നികളാണ്. മനസ്സിലായില്ലേ? ഇതിന് മറുവാദുണ്ടോ? ഞങ്ങൾ ഈ വാദത്തിന് മറുവാദുണ്ടോ? ഉണ്ടോ അബ്ദുറഹ്മാൻ സാഹിബേ? പിന്നെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ ഹദീസിനെ ഏത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിഹ്ർ വായിച്ച ഹദീസിനെ ലോകത്ത് ഒരാളും നിഷേധിച്ചിട്ടില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതനായ ഇമാം അബൂബക്കർ റാസിൽ ജസ്സാസ് നിശ്ചയിച്ചില്ലേ? എന്താ ജസ്സാസിന്റെ കുഴപ്പം? സക്കരിയ സലാഹിന്റെ ബുക്കിൽ പറയുന്നു അദ്ദേഹം അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതനാണ്. അപ്പൊ സക്കരിയ സലാഹിക്കാ തിരിഞ്ഞത് അബ്ദുറഹ്മാനാ തിരിഞ്ഞത്? സക്കരിയ സലാഹിന്റെ ബുക്കിൽ ഇതാ പറയുന്നു ഇമാം ജസ്സാസ് അദ്ദേഹം അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതനാണ് എന്ന്. അബ്ദുറഹ്മാനാണോ തിരിഞ്ഞ്? സക്കരിയ സലാഹി ഒപ്പ എഴുതി. സക്കരിയ സലാഹിക്ക് ഒരു അന്തമില്ല, എനിക്ക് വിവരമുള്ളൂ. അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ തലയിൽ ഇൽമ നടന്നിക്കുക. ഇപ്പൊ മുഴുവൻ ബദ്ധാകാണല്ലോ.